എല്ലാവർക്കും നമസ്കാരം. വയനാട് വിത്തുത്സവം 2023 ആദ്യത്തെ ടെക്നിക്കൽ സെഷൻ സെമിനാർ 1 ആണ് ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഗോത്രജനതയുടെ ആരോഗ്യം, പോഷകാഹാരം, കാർഷിക ജൈവ വൈവിധ്യത്തിൻ്റെ പങ്ക്, ഇതാണ് ഈ ഒരു സെഷൻ്റെ വിഷയം. ഇതിൽ ഈ സെഷൻ ചെയർ ചെയ്യുന്നത്, അധ്യക്ഷം വഹിക്കുന്നത് MS സ്വാമിനാഥൻ ഗവേഷണ നിലയം ചെയർപേഴ്സണായിട്ടുള്ള ഡോക്ടർ സൗമ്യ സ്വാമിനാഥനാണ്. ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ഒരു ശിശുരോഗ വിദഗ്ധയാണ്. ക്ഷയരോഗത്തെക്കുറിച്ചും HIV-യെക്കുറിച്ചും ഒക്കെയുള്ള ആഗോള തലത്തിൽ അറിയപ്പെടുന്നൊരു ഗവേഷകയാണ്. 2015 മുതൽ 2 വർഷക്കാലം ഭാരത സർക്കാരിൻ്റെ ആരോഗ്യ ഗവേഷണ വിഭാഗം സെക്രട്ടറിയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഡയറക്ടർ ജനറലുമായിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ മുഖ്യ ശാസ്ത്രജ്ഞൻ, അതിനു മുൻപ് വിവിധ പ്രോഗ്രാമുകളുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായിരുന്നു. ലോകാരോഗ്യ സംഘടനയിലെ ശാസ്ത്രീയ ശ്രമങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും കൊറോണയുടെ സമയത്ത് രാജ്യങ്ങൾക്ക് തുല്യമായ വാക്സിൻ വിതരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോവാക്സ് കൊണ്ടുവരുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രൊഫസർ MS സ്വാമിനാഥൻ്റെ മകളാണ്. MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷയാണ്. We welcome Dr. Soumya Swaminathan to this session. നമുക്കിതിൽ 5 സ്പീക്കേഴ്സാണുള്ളത്. അതിൽ ഒന്നാമത്തെയാൾ പത്മശ്രീ ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സാഗ്ദിയോ. വയനാടിനെ തന്നെ 2ാമത്തെ ഭവനമാക്കിയ മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഡോക്ടറാണ്. വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ സിക്കിൾ സെൽ അനീമിയ ആദ്യമായി തിരിച്ചറിഞ്ഞത് അദ്ദേഹമാണ്. കേരളത്തിലെ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ്റെ CMO ആണ്. വയനാട്ടിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ആദിവാസികൾക്ക് നൽകിയ നിസ്വാർത്ഥ സേവനത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾക്കും രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. വയനാട് വിത്തുത്സവത്തിൻ്റെ ഈ ഒരു സെഷനിലേക്ക് പത്മശ്രീ ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സാഗ്ദിയോയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം യു സർ. രണ്ടാമത് സംസാരിക്കുന്നത് ഡോക്ടർ നന്ദകുമാർ. ഗൂഡല്ലൂരിലെ അശ്വിനി ആദിവാസി ആശുപത്രിയുടെ സഹസ്ഥാപകനായ ജനറൽ സർജനാണ്. 1990 മുതൽ 2020 വരെ ആശുപത്രി ഡയറക്ടറായിരുന്നു. അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസിൽ നിന്ന് 2018 ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് നേടിയ അദ്ദേഹം ദേശീയ ആരോഗ്യ മിഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്. ഗ്രാമീണ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും അതുവഴി സമൂഹത്തിലെ അസമത്വങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക എന്ന ആശയവുമായി ദീർഘകാലമായി പ്രവർത്തിക്കുകയാണ്. ഡോക്ടർ നന്ദകുമാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. മൂന്നാമത് സംസാരിക്കുന്നത് ഡോക്ടർ സഞ്ജീവ് വാസുദേവൻ. കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അനസ്തേഷ്യ പ്രൊഫസറും അവിടുത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗം സ്ഥാപകനുമാണ്. വയനാട് കൽപ്പറ്റയിലെ അമൃതകൃപ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ ആദിവാസി വിഭാഗങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് അദ്ദേഹം. അദ്ദേഹത്തെയും വയനാട് വിത്തുത്സവത്തിൻ്റെ ഈ ഒരു സെമിനാറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നാലാമത്തെ പ്രഭാഷകൻ ഡോക്ടർ ദഹർ മുഹമ്മദാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വയനാട് നൂൽപ്പുഴയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ്. ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ വിളർച്ചാ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പഠനങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നു. നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ആർദ്ര കേരള പുരസ്കാരം നേടിയെടുക്കുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തിട്ടുണ്ട്. അഞ്ചാമത് ഇവിടെ സംസാരിക്കുന്നത് കൽപ്പറ്റ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ശ്രീമതി സുമയ്യ ഷാക്കിറയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കിതിൽ പാനൽ ഡിസ്കഷനായി വന്നിട്ടുള്ളത് ഡോക്ടർ സുദർശൻ, Head of the Department, Community Medicine Department, Dr. Moopens Medical College, Wayanad. Welcome, Dr. Sudarshan. Dr. N. Anil Kumar, former Executive Director, MS Swaminathan Research Foundation. Shri KV Divagaran, അദ്ദേഹം വയനാട് അഗ്രി മാർക്കറ്റിംഗ് പ്രൊഡ്യൂസർ കമ്പനിയുടെ അധ്യക്ഷനും MS സ്വാമിനാഥൻ ഗവേഷണ സമിതിയുടെ മുഖ്യ ഉപദേശകനുമാണ്. നമുക്ക് പിന്നീട്
ചർച്ചയ്ക്കായി ഉള്ളത് ശ്രീമതി നീനു മോഹൻ. മിന സ്വാമിനാഥൻ ഫെലോഷിപ്പ് അവാർഡ് കിട്ടിയ ശേഷം ഇവിടുത്തെ പണിയരെക്കുറിച്ച് വളരെ കാര്യമായ ഒരു പഠനം നടത്തുകയും മാതൃഭൂമിയിൽ ഒരു ലേഖന പരമ്പര തന്നെ എഴുതുകയും ചെയ്ത മാതൃഭൂമിയിലെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ശ്രീമതി നീനു മോഹനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിലെ ഡെവലപ്മെൻറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ വിപിൻ ദാസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചൈൽഡ് ലൈൻ വയനാട് നിന്നും എത്തിയിട്ടുള്ള ശ്രീ CK ദിനേശൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ശ്രീമതി ഗീത എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് വയനാട് ജില്ലാ ആദിവാസി വികസന പ്രവർത്തക സമിതി പ്രസിഡന്റ് ശ്രീമതി A ദേവകി അവർകളാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവകി ചേച്ചിയെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ ഒരു സെഷന് വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെഷൻ ചെയർ ചെയ്യാനായിട്ട് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. I want to thank all speakers and panelists who have come today. The topic of this afternoon's discussion is on tribal health, nutrition, and the role of agrobiodiversity. So, tribal health, if you look at indicators of tribal health, and we will hear more from the speakers, they are always worse off than the indicators of non-tribals. And this has been the case for decades, and it continues to be that, whether it is maternal and child health indicators, or we can look even at lifespan, longevity. And now more and more the non-communicable diseases, hypertension, diabetes, cardiovascular disease. So this is true for tribal populations across India. Of course, maybe today we'll be focusing mostly in this region, intersection of Kerala, Karnataka, Tamil Nadu. There is in this Nilgiris area we have a significant tribal population, and the way that we will try to have a discussion is how do we link their health with the other social and economic and environmental determinants of health, and of course with the ecological and agro-biodiversity conditions where they live, and whether there can be some interventions to make a difference. Traditionally, I mean, the government has invested a lot now through the Ayushman Bharat program in strengthening health services, including primary health care, including the creation of health and wellness centers, etc. So there's essential medicines and drugs which are made available. There are ASHA workers, ANMs, Anganwadi workers. All of these people are focusing on health and nutrition. But I still feel that we have to pay more attention to preventive aspects of health rather than on the curative side. Yes, government has the program through Ayushman Bharat, but very often prevention and health promotion is overlooked. And that is where these other factors can play a bigger role: diet, housing, water, sanitation, quality of the air, etc. So I think when we think about health and wellness, we have to think holistically. Sometimes when we say the word health, we only think of health centers and healthcare delivery and doctors. But actually health is defined as a state of complete physical, mental, and cognitive well-being, and not just an absence of disease. So this is why we need to start thinking about wellness, which is also a priority for the country today. The Prime Minister's slogan on life, particularly for G20. So I think it's a good time to have this discussion and make some concrete recommendations perhaps. And maybe between us, there are enough organizations here to have a plan
at least for this region of the country, what are the concrete steps we can propose to government to make a difference, and of course in partnership with NGOs and definitely with the tribal groups themselves and their organizations. So we'll have a series of talks, short talks, and then we will have some panel discussions. Start, I think, with Padma Shri Dr. Dhananjay Sagdeo. Thank you very much, sir. We'll be talking, I think, focusing on sickle cell anemia. Could you give your talk now, please? Respected Dr. Swaminathan, all the dignitaries present on the dais and who are present here for this function. I will give a short description of sickle cell disease. After that, if there are so many doubts, I can answer and clear whatever is in your mind. Sickle cell disease is the most common genetic disorder affecting the RBCs in humans, condition in which there are insufficient healthy RBCs for the transport of adequate oxygen in the body. Millions of people are affected by sickle cell disease throughout the world. In India, this genetic disease is more prevalent in tribal and scheduled caste populations, and all over India in different tribal areas it is there, mainly in central India, Orissa, Gujarat, and here in Kerala, border of Kerala, Karnataka and Tamil Nadu. In Wayanad especially, if we see, the present situation is that nearly 25% of the disease of the population is carriers of the disease, and 1% or approximately 2,000 will be sickle cell disease. So it is a huge problem, and mainly it is found in tribes of Wayanad. It is not all tribes. Basically, Kurma, Paniya, Adia, that is more prevalent, and Chetty community. So, sickle cell is a high morbidity and mortality among all these communities. So, we have to do maximum for this disadvantaged section of the society and to solve their problem. Sickle cell anemia is an autosomal recessive disorder. Basically, it is a defective gene, hemoglobin. When the RBCs get deoxygenated, they change into sickle cell shape and become rigid and sticky. This causes vaso-occlusive and hypoxemia in various parts of the body, as well as premature death of RBCs. This leads to malfunctioning of the body system in various ways and causes various people. Hence, it leads to poverty-stricken tribal brethren's life further weaker and more miserable. There is no safe and permanent cure for this disease. The treatment can relieve and help them live happily. So, it's very high. There is sudden death. That is the main problem. So, very pathetic situation for the sickle cell patients. So, how you diagnose the patient of sickle cell anemia? When anybody comes with this type of symptoms and we suspect that he is having sickle cell disease, then first is we do sickling test. It is a slide method where the blood is taken and under microscope we see whether the blood is sickling with sodium metabisulfite. In sickle cell patient, all our RBCs are round, but in sickling, when there is oxygen deprivation is there, they become sickle cell. That's why it is called sickle cell disease. So on finding out in this slide it is sickling positive, then we confirm, because there are two types. One is sickle cell disease and sickle cell carrier. So next is the electrophoresis, hemoglobin electrophoresis, and which gives the details of the age. Then we have got latest machine, that is HPLC,
high performance liquid chromatography. It gives the HB variant. There are so many types of hemoglobin. So hemoglobin, that is normally our hemoglobin A. When sickle, it becomes sickling, it is become hemoglobin S. Child hemoglobin, that is newborn, it is hemoglobin F. Then there are different forms of hemoglobin sickle cell, that is HbS, HbC, HbD. So when we do HPLC, we find out what is the HB variant. So when after the testing, it is confirmed that if the two genes are there in the body, then it is HbSS, then he is the sickle cell disease patient. If he is carrying only one, it is HbAS, he is carrier. This sickle cell trait is the most important in our screening program. The individuals with sickle cell trait have inherited one sickle cell gene and one normal gene from their parents. This means they cannot have the disease and are symptomatic, but they can transmit this gene to the children. They are called carriers. In fact, many will not be knowing that they are carriers, but they will be transmitting to the next generation. So that is where our screening program to find out these carriers is important. So when we do this diagnosis, knowing only disease is not important, knowing the carriers is very important. Once we diagnose, then the treatment. Usually, as it is a genetic disease, there is no cure for the sickle cell disease and it cannot be cured completely. But what we can do is to prevent the crisis of hemoglobin and prevent its complications. So what we advise nowadays is first, since birth, all vaccination should be given to the child so that he is prevented from getting infection. So all the initial, and then pneumococcal vaccination is also done. Up to 5 years of age, we advise penicillin cover to prevent bacterial infections so that it prevents crisis situation in the body. And for its maintenance of the hemoglobin and improving the hemoglobin F, which helps in preventing crisis, nowadays hydroxyurea has been advised and it is giving very good results. So hydroxyurea and folic acid is being given. In addition to that, symptomatic treatment, painkillers, vitamins, high protein diet. So many things can be done to make his life easier and prevent the further complications. Sometimes when the patient is in serious crisis, blood transfusion is necessary. The only cure for sickle cell disease is bone marrow transplant. It is available, it is very costly, and the child, it should be in a proper age with proper donor. And if it is successful, then the patient can become sickle cell free. So bone marrow transplant is the only possible way today to cure from sickle cell disease. How you prevent the complications and how what sickle cell patient should do. Few things are after treatment and continuing medicine. What patient should is avoid overexertion, especially under hot sun, and also keep yourself warm during extreme cold. Drink plenty of water, take high protein and vitamin rich diets like ragi, peas, beans, nuts, beetroots, berries, green salads, fruits, etc. And avoid high processed oily and fatty foods. So nutrition is also important. If they get very good nutrition and see that it is high protein, high carbohydrate and healthy diet, then the body immune system improves and the patient hemoglobin increases, hemoglobin F can increase, and the situation where he goes into crisis can be prevented. Then to improve the oxygenation, nowadays yogasanas and pranayam and relaxation techniques are also advised and they are also giving good results. So practicing good hygiene, avoid frequent infection, take adequate rest, then avoid consumption of alcohol, tobacco and other harmful drugs. So if all these things, the patient can live a slightly less traumatic life, and if he does not get crisis and lives normally, he can live a happy life. Swami Vivekananda Medical Mission is working on this sickle cell disease for last 25 years. We have done a research project with All India Institute of Medical Sciences, Delhi,
they came here and we did a research project for 4 years and screened 1 lakh population. That time it was found that nearly 25,000 carriers are there in Wayanad and nearly 2,000 sickle cell patients. So after that project is over, we are already continuing to do the testing. And for last year, we have again restarted the screening program so that the main is to screen newborns and youth before marriage so that we can find out the carriers. And it is advised that if 2 carriers or carrier and disease are not marrying, then the genes will not be transmitted to the next generation. That is the only way to prevent the birth of new sickle cell disease. So we are screening, medical camps are conducted in tribal colonies daily. We have got prepared one full-time health worker is there who gives a PowerPoint presentation about sickle cell disease. So health education is done, blood is taken, and test is done at our hospital, and cards are distributed and told them about the status. If it is normal, he is carrier or he is suffering from the disease. After that, they are called to our hospital and counseling is done. If disease, we give him treatment and advise what can be done. Especially youth, pre-marriage, we give pre-marriage counseling so that if they agree and accept the viewpoint, what is told in proper words, then this genetic counsel is very important to prevent the birth of new sickle cell patients in Wayanad. Next is establishment of socio-economic rehabilitation projects. We already started Bamboo Craft project with the help of state government. We have got one computer center, tailoring center. So because their physically output is slightly not satisfactory, so if we can give them socio-economically viable situation and rehabilitate, then they become self-sufficient and not dependent on society. The outcome of our project, what we are doing for sickle cell, is significant reduction in morbidity and mortality due to sickle cell through the active health education, awareness on controlling the spread of sickle cell disease to the next generation. It will lead to gradual eradication of the sickle cell from the community, improving the quality of disease patient by establishment of socio-economic and rehabilitation projects, and health awareness of the society. So we feel that our beloved Prime Minister Shri Narendra Modi ji, in last budget, he has declared by 2047, we will eradicate the sickle cell disease. If all cooperate properly and health education and genetic counseling is done, then we can expect sickle cell disease-free Wayanad and India by 2047. Thank you. If any doubts are there, we can. Thank you very much, Dr. Dhananjay. Very clear presentation on sickle cell and how to handle and what are the preventive aspects. And mainly it is creation of awareness, availability of testing and treatment. There is a cure, that is gene therapy, that is under research, and it will take some time for that to become available. It's still very expensive and still very experimental. So maybe eventually there will be a cure for it, but as of now, we have to go more with prevention, counseling, and management of those who are already born with sickle cell disease. So I think we'll move on to the next talk, which is by Dr. Nandakumar, who set up the Ashwini Tribal Hospital in Gudalur. It's really a model for those of you who have not been there, you should visit. And from his experience, I think let's hear more about malnutrition, particularly in tribal children. Dr. Nandakumar. Thank you, Dr. Soumya. It's a great pleasure to be presenting our work from Gudalur, but in a somewhat unhappy kind of a situation, because malnutrition among the tribal children is a huge problem. Next slide. The situation in India is bad with malnutrition. I think many of you in this room know that our children are quite undernourished. Almost half the children in the country are undernourished. And this, next slide.
This chronic malnutrition leads to multiple problems, not just in the person's cognitive or intellectual development, his growth, his height, his capacity for work, his susceptibility to infection. The immunity of children who are malnourished is much less than that of normal children. So they succumb to diarrheas which in normal children would be handled, pneumonias. So the mortality rate of children who are undernourished or malnourished is much higher than the general population. Next. The burden of having this is a huge problem for the family itself. To have a child who is malnourished or undernourished is for the family a huge issue, because the child needs to have medical care. It may drop out from school. So it is not just the child, but also the family that's affected. Next. I don't know if you have seen these MRIs of the brain of children who are malnourished. The pictures that you see on the left is of a child who is malnourished, and you can see clearly that the white material, that's the brain, is much less. You can see there are gaps in the brain. Where brain tissue should have been, there is nothing. Now this child was admitted to the hospital and was treated for 9 months. And if you can see the bottom right picture, you can see that the black areas are now filled up with brain tissue. Now if this child was not treated in the hospital and had to continue, his brain would be much less developed than a normal individual. And this happens in the first 2 years, or what we say the first 1,000 days of the child's life. In the first 1,000 days, his intellectual capacity is more or less determined if he is a child who's undernourished. This is a severe punishment for a child who is really helpless. He's dependent on his parents. He's dependent on all of us to make sure that he has a healthy life. And it looks like we have failed half the children in our population. Next. So, Ashwini, our health system is made up of 3 components. We have the hospital, which is a 50-bed hospital, manned by more than 80% of our staff are from the primitive tribes. We have 300 hamlets that we are covering over a huge area of 50 into 50 kilometers. So something like 2,500 square kilometers, it's a huge area. And we have 8 area centers which act as just like PHCs. We have trained nurses there who give all the medicines and is visited regularly by the doctors. Next slide. So that's a community program. We deal with all the medical problems. We also have health guides in the villages. So out of the 320 villages, we have 200 villages, we have voluntary health guides who are our eyes and ears to the village. In our area, the distance between the villages and just the getting to a village itself is a day's work. The time you get to the village and you go to the houses, it's a day's work. So you need someone in the village who's trained, who can be the person who informs about sick people, pregnancies, of children who are dropouts from school and so on. So all the information is collected by the village health guide, who's a voluntary person from the village. Next. It's a 50-bed hospital, which is very well equipped. Next slide. We do almost all the procedures, surgical procedures, and only about 10% of our patients are referred. So this is a secondary level hospital, so most of our tribal patients are taken care of in our hospital itself. We also have opened our doors to the non-tribals, so they also come and access the hospital. The staff being tribal, this is a huge change in the social equation, because now we have the tribal staff dealing with the non-tribal people. 30 years ago, when I first went to Gudalur, the tribals were treated very, very badly. As a matter of fact, in the government hospital, they were all admitted in the diarrhea ward. It was so bad that the patients refused to go to the hospital, saying, why pay twice? First, to take your patient to your relative to the hospital, and the second, to bring the dead body home. Things have changed remarkably. And one of the reasons is that they have a hospital which treats the non-tribals. And it is one of the very good hospitals in Gudalur. Although I'm saying it, you can always check it out. So having institutions is a very powerful tool in the hands of poor people. I think it's one of the strongest tools. Ashwini now belongs to the tribal people.
The Ashwini board is now Adivasi. So this whole institution and the whole structure, the assets are all in Adivasi hands. This is very important because if you have institutions, you have a place in society. People need you. As in Malayalam, there's an expression, Vendapatta Aala. So you have to be a Vendapatta Aala for people to come to you and to respect you. Next. So we're very fortunate to have many friends who have helped us and who are helping us. Telemedicine is of great benefit to us. WhatsApp, we have our radiology, our X-rays, our CT scans read by a radiologist in CMC Vellore. We have a hematologist in Bangalore. And we have a lot of voluntary doctors who come and visit us. We have pediatric surgeons, orthopedic surgeons, laparoscopy, and so on. And this has really helped us upgrade the services provided. Next. 5 years ago, we started the School of Nursing, and we now have 20 A&M girls graduating every year. Next. With all this happening, there's been a remarkable change in the health statistics. Deliveries, almost all the deliveries are in the hospital. Next. We see no eclampsia. Next. Maternal mortality has dropped, although we have an occasional death. As Dr. Sajja was saying, sickle cell disease is one of the causes for mortality in our population as well. Next. If you look at this slide, which is of infant mortality, you'll find that we were doing very, very well till about 3 years ago. At that time, our infant mortality is better than the Tamil Nadu infant mortality. But today, it has gone up dramatically. There are a number of reasons for this. One is COVID. The second is there's been an increase in the number of premature and underweight children. Next slide. Next slide. And what is more alarming is that 2 years ago, our under 5 malnutrition rate was 49%, but now it's 51%. It has actually increased. So despite all this work, the children have really not, we have not been able to provide the care that we should for them. And half our children are now malnourished, just like the Indian scenario. And of this, 10% are severely malnourished. Next slide. Now, what could be the reasons for all this? Why have things deteriorated? There are a lot of things that are happening in the tribal society which are very different today than when we first started work 30 years ago. One is the disintegration of the tribal family. In the old days, although the amount of money earned was small, the families were very intact. The parents would be looking after their children. There was a good interaction between the family members. In those days, when a patient was brought to the hospital by jeep, there would always be a jeep load of people. At least 10 or 12 people would be there to accompany the patient to the hospital. Today, we have to hunt for a patient, it's a relative, to come and sit by the patient in the hospital. We have to call them over the mobile phone to find out what's happening. Why aren't you coming and sitting with your patient? He needs surgery. He or she needs surgery. The family disintegration is one of the things that we have found to be very, very disruptive. And one reason is that everyone is working on tea estates or coffee estates. So you work, you earn your money, you become a nuclear family. Together with this, there's the introduction of alcohol. It's very sad to say that many of the tribal villages, you cannot go there after 4 o'clock in the evening. The men are drunk. It's a very, very sad scene that the women have to take care of the family. And there is very little help for the men folk. The amount of money that they earn almost all of it goes into alcohol. The parents are also uneducated. They are first-time students. So there isn't an understanding of the harm that alcohol does to them. And once they're addicted, it's very difficult to bring them out. De-addiction, we have found de-addiction to be very, very difficult. While they're in the hospital, they all give up alcohol. But when they go back to the same environment, then they go back to their addiction. This is a very sad kind of scenario where it's the women who have the full brunt of taking care of the children. They go for work, and the children are left to the older women to take them to the Balwadi or to the Anganwadi, which is often some distance away, even 1 kilometer, 2 kilometers away. So it's quite difficult to have the under two who you have to carry. You have to carry these children to the Balwadi. So it is quite difficult for them. So they don't go to the Balwadi. So this is one of the problems. The second is that the Balwadi itself,
the food that's provided is mostly carbohydrate. It's mostly rice with a little bit of dal. Eggs are provided 3 times a week, not every day. So the food itself is quite poor. In most of the tribal homes, there is no breakfast prepared. So the child gets the first meal in the balwadi at 10:30, if he happens to go to the balwadi. Otherwise, it will be the grandparents who cook the rice and give it to them. Breastfeeding also stops because the women have to go for work. There isn't the maternity leave and so on. It doesn't happen for daily laborers. So they have to go and work because they are the main wage earners in the family. Next. Next. The other very important component of malnutrition is education. In our tribal population, the suicide rate is 8 times that of the national average. And all the suicide victims are paniyas, young paniyas under the age of 30. Almost all of them are illiterate. And if you look at the reasons why they commit suicide, one finds that they really have no purpose in life. They have no aspirations. There's nothing to look forward to. Many of them go for coolie work, and when they look at their history, when they look back at their fathers, their grandfathers, and their great-grandfathers, they come from very proud heritages. They come from forests where they were the leaders. The Kartanaikans, the word itself means the leader of the forest. They come from a background where they were heroes. To be diminished to the kind of level that they find themselves displaced from the forest as well as totally marginalized. It's a double whammy. And as a result of this, their self-esteem is extremely low. So the problem of malnutrition is reflected in the parents not providing as much care for their children because they themselves are mentally ill, depressed. So education is one thing that has to come in if we are to make any kind of a change. The dropout rate in our population is extremely high, especially among the boys. The girls are doing fairly well, but the boys, by the time they're 14, 15, drop out of school. There is plenty of work in the Gudalur area, picking pepper, and you can get paid anywhere from 300 to 500 rupees a day. Most of them buy a mobile phone and then get into alcohol or other addictions, and from which it's very difficult to extricate themselves. Next slide. We have an education intervention. We have a school which goes up to the 5th. We are now pushing that to the 12th. We also have learning centers in the village. But because of the vast area we are covering and the lack of resources in the villages, resource people, and actual physical structures where these kids can actually come together, because the environment in the village is not for education or studies. There's a lot of mayhem that happens because of alcohol in the evenings. And these kids have to study despite that, and there is no one to help them with their studies. And as you all know, the textbooks that we have to now study in science and maths is pretty tough. I know because I'm teaching my grandson, and he's in 8th grade, and I have to do a lot of maths and science to teach him. So I can imagine what the situation is going to be in a tribal home where there is nobody to teach you, and you have to compete with all these other kids. No wonder they drop out. So the intervention that we have has to be on a massive scale, that we can go out to these 300 villages, provide resource people, provide the educational material, and provide them with enough incentive and purpose in their lives. Next slide. So those are some of the solutions that we have suggested. This is a huge problem that we are facing. And from talking to Dr. Soumya, the problem is very similar here in the Wayanad area because it's the same kind of scenario that we see across the border as in Wayanad. So I think we have to look for solutions which will address these issues, because malnutrition is not simply the problem of the child. It is also a problem of the family. The family structure is not providing the care required for this child to develop. Thank you. We'll have a short summary in Malayalam.
ഓക്കെ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ സ്പീക്കറുടെ ഒരു ചെറിയ 1-2 കാര്യങ്ങളും കൂടി ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സിക്കിൾ സെൽ എന്നിവയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും നമ്മൾ വയനാട്ടിൽ ഒരുപാട് സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചത് അത് എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നതെന്നും അതിൻ്റെ ചികിത്സകൾ എങ്ങനെയാണെന്നും എന്തൊക്കെ സാധ്യതകളാണുള്ളതെന്നുമാണ്. അതിൽ റിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ, അത് ഒറീസ, ഗുജറാത്ത്, കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ ഭാഗങ്ങളിൽ കൂടുതലാണ്. വയനാട് 25%ഉണ്ട്. ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ വാഹകരും, 2 രോഗികളുമായിട്ടുള്ള സാധ്യതകളാണ് അദ്ദേഹം പറഞ്ഞത്. മരണനിരക്ക് കൂടുതലുണ്ട്. അതിന് എങ്ങനെ ഉണ്ടാകുന്നു, അത് രക്തകോശങ്ങളുടെ എന്തൊക്കെ പ്രത്യേകതകൾ കൊണ്ടാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ആ രോഗമുണ്ടാകുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതിനുശേഷം അതിൻ്റെ ലക്ഷണങ്ങൾ, വളർച്ചാ പ്രശ്നങ്ങൾ, സന്ധിവേദന, മഞ്ഞപ്പിത്തം, കിഡ്നി, കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. പെട്ടെന്നുള്ള മരണം ഇതിൻ്റെ ഒരു വിഷയമാണ്. അതിൻ്റെ പരിശോധന എങ്ങനെയാണ്? രക്തപരിശോധനയാണ്. പിന്നെ HPLC എന്നൊക്കെ പറയുന്ന കുറച്ച് ക്രോമറ്റോഗ്രാഫി ടെക്നിക്സാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ അറിയില്ലെങ്കിലും വാഹകരായിട്ടുള്ളവർ അത് ധാരാളമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ചികിത്സ, ഇതൊരു മുഴുവനായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് ജനിതക രോഗമായതുകൊണ്ട്. ഇതിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വാക്സിനേഷൻ എല്ലാം കൃത്യമാക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക, ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് മാറാതെ മുന്നോട്ട് കൊണ്ടുപോകുക. മരുന്നുകളുണ്ട്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിലാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. കൂടുതൽ വെള്ളം കുടിക്കുക, റാഗി പോലുള്ള ചെറുധാന്യങ്ങളും കൂടുതൽ പച്ചക്കറികളും കഴിക്കുക, ഒരു ആരോഗ്യമുള്ള ഭക്ഷണ രീതി പിന്തുടരുക, ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊണ്ടുവരിക. അപ്പോൾ ഒരു വലിയ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തടയിടുക എന്നുള്ളതാണ്. യോഗ പോലുള്ള കാര്യങ്ങളിൽ ചെയ്യാം. ആൽക്കഹോൾ, മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി ചേർന്ന് നടത്തിയൊരു പഠനത്തിൽ ഏകദേശം 1 ലക്ഷം ആൾക്കാരിൽ നടത്തിയൊരു പഠനത്തിൽ 25,000-ഓളം പേർ വാഹകരായും 2,000-ഓളം പേർ രോഗികളായും ആ ഒരു സമയത്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവർ പിന്നീട് മെഡിക്കൽ ക്യാമ്പുകളും ഹോസ്പിറ്റൽ കൗൺസിലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വിവാഹത്തിന് മുന്നേയുള്ള ഒരുപാട് കൗൺസിലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ അവർ ചെയ്യുന്നുണ്ട്. സോഷ്യോ എക്കണോമിക് റീഹാബിലിറ്റേഷൻ, അതായത് രോഗികളായിട്ടുള്ളവരും കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവരുടെ സാമ്പത്തിക, സാമൂഹ്യ, ആരോഗ്യ സുരക്ഷ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള കുറേ പദ്ധതികളും അവർ വിവേകാനന്ദ മെഡിക്കൽ മിഷനിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവസാനിപ്പിച്ചത് 2047 ഈ സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനുള്ള പദ്ധതികളുമായി കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമത്തെ ഒരു പ്രസൻറ്റേഷൻ ഡോക്ടർ നന്ദകുമാർ, അദ്ദേഹം ഗൂഡല്ലൂരിലെ അശ്വിനി ആദിവാസി ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് പറഞ്ഞിരുന്നു. കുട്ടികളുടെ പോഷകാഹാരക്കുറവ് വലിയൊരു പ്രശ്നമാണ്. അവരുടെ വളർച്ച, ഉയരം, പ്രതിരോധശേഷി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു MRI സ്കാൻ ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ ആദ്യത്തെ 1000 ദിവസം ഏറ്റവും പ്രധാനമാണ്. ആ ദിവസം നല്ല രീതിയിലുള്ള ഭക്ഷണം അവർക്ക് കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം അദ്ദേഹം അശ്വിനി ഹോസ്പിറ്റൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഏകദേശം 100 സ്റ്റാഫ് ഉള്ള ഒരു ഹോസ്പിറ്റൽ അവിടെയുണ്ട്. 300ഓളം വില്ലേജുകളിൽ, 300ഓളം കോളനികളിൽ, ആദിവാസി വിഭാഗത്തിലുള്ള കോളനികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 8ഓളം പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് വിളിക്കാവുന്ന ഏരിയ സെൻറ്റേഴ്സ് അവർക്കുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമുണ്ട്. അത് ഡോക്ടർമാരും വോളണ്ടിയേഴ്സും എല്ലാം അടങ്ങുന്ന വലിയൊരു ഗ്രൂപ്പാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് കണ്ടുപിടിക്കാനും നല്ല ഭക്ഷണം കൊടുക്കുവാനൊക്കെ വേണ്ടപ്പെട്ട ഒരാൾ ഈ ഒരു കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞത്. ടെലിമെഡിസിൻ, റേഡിയോളജി, ഹീമറ്റോളജി എന്നുള്ള കുറേ കാര്യങ്ങൾ അവർ പല സ്ഥലങ്ങളിൽ നിന്നും അതിൻ്റെ വിദഗ്ധരെ കൊണ്ടുവരുന്നുണ്ട്. അശ്വിനി ആദിവാസി സ്കൂൾ ഓഫ് നഴ്സിംഗ് അവിടെയുണ്ട്. അതുപോലെ തന്നെ
ഇൻഫൻറ്റ് മോർട്ടാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ പോഷകാഹാരക്കുറവ് എന്നുള്ളത് കാര്യങ്ങൾ കുറച്ച് പഠിച്ച ശേഷം പറഞ്ഞത്, ഒന്ന് ന്യൂട്രീഷ്യസ് പോഷകങ്ങളെല്ലാം, ശരീരത്തിന് വേണ്ട പോഷകങ്ങളെല്ലാം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കുറവ് തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ മറ്റു ബുദ്ധിമുട്ടുകളും എല്ലാമാണ്. വളരെ വിലയൂട്ടുന്ന കാര്യത്തിലും വളരെ പിന്നോട്ടാണ്. അതുപോലെ തന്നെ ICDS ഇതുപോലുള്ള അംഗൻവാടികളും ബാലവാടികളും എല്ലാം വളരെ അകലെയാണ്, അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്താണ്. ഇനി അംഗൻവാടികളിൽ തന്നെ ഉച്ചഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കൂടുതലും അന്നജം കൂടുതലുള്ളതാണ്. അതായത് എല്ലാ പോഷക കാര്യങ്ങളും ഉള്ളതല്ല, അന്നജം കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ് മീൽസാണ് അവിടെ ഉള്ളത്. പിന്നീട് പറഞ്ഞത് മദ്യപാനം, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നത് അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. അവിടെ 30 വയസ്സിൽ താഴെയുള്ളവരുടെ ആത്മഹത്യ കൂടുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത് കാട്ടുനായ്ക്ക എന്ന് പറയുന്നത് നമ്മൾ കാടിൻ്റെ നായകരായിരുന്നു. അവരുടെ മാതാപിതാക്കളും എല്ലാം കാടിൻ്റെ നായകരായിരുന്നു. ഇപ്പോൾ കാട്ടിൽ നിന്നും മാറേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. കാട്ടിലെ വിഭവങ്ങൾ കുറവാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മവിശ്വാസം കുറയുന്നുണ്ട്. ആത്മവിശ്വാസം കുറയുന്നത് കൊണ്ട് തന്നെ ആത്മഹത്യ പ്രേരണ കൂടുതലുണ്ട്. ഡ്രോപ്പ് ഔട്ട് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ, സ്കൂളിലെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികൾ കൂടുതൽ 14-15 വയസ്സിന് മുന്നേ തന്നെ സ്കൂളിൽ നിന്നും പുറത്ത് കിടക്കുകയും കൂടുതൽ ജോലികളിലേക്ക് പോവുകയും ചെയ്തു. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പാറ്റേണാണ് അവിടെ അവതരിപ്പിച്ചത്. ജോലി കിട്ടുന്നു, ഒരു മൊബൈൽ ഫോൺ മേടിക്കുന്നു, പിന്നീട് മദ്യപാനവും പുകവലിയും അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ വളരെ ഗുരുതരമായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം അവിടെ നിന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ഭാഗമായി തന്നെ വിശ്വഭാരതി വിദ്യോദയ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് 1992 മുതൽ അവർ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. വീട്ടിൽ പഠന സൗകര്യം കുറവുള്ള ആദിവാസി വിഭാഗത്തിലെ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 2-3 വളരെ പ്രധാനപ്പെട്ട സൊല്യൂഷൻസ്, ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം അവസാനം വെച്ചത്. ഒന്ന്, ഈ അമ്മമാർ, കുടുംബത്തിലെ അമ്മമാർ ഇതിനൊരു മുൻകൈ എടുക്കണമെന്നുള്ളതാണ്. കുട്ടികളുടെ വളർച്ചാ പ്രശ്നങ്ങളും പോഷകാഹാര ദൗർലഭ്യവും പരിഹരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഒരു പങ്ക് വഹിക്കാനുള്ളത് അമ്മമാർക്കാണ്. അതുപോലെ തന്നെ ICDS, ബാലവാടി, അംഗൻവാടി പോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള സൗകര്യങ്ങൾ കൂട്ടുക, അവിടെ വളരെ പോഷകാഹാരങ്ങൾ കൃത്യമായി എത്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കത്തിൽ ഇത്രയും ഈ 2 കാര്യങ്ങളെയും സംഗ്രഹിക്കാം. നന്ദി. നമ്മളുടെ സഖ്ദേവ് സാറിനോടൊന്ന് ചോദിക്കാനുള്ള സാറേ, ഈ സിക്കിൾ സെൽ എന്ന് പറയുന്നത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് മാത്രമാണോ, ജനറൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ജനറൽ കമ്മ്യൂണിറ്റി ശരിക്കും ഏത് വിഭാഗങ്ങൾക്കൊക്കെയാണ് ഉള്ളതെന്നുള്ള ചെറിയ നമ്പറെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന് എൻ്റെ സംശയം. വയനാട്ടിലെ മെയിൻ നമ്പേഴ്സ് നോക്കുമ്പോൾ നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റി കുർമ, പുനിയ, ഇവർ പിന്നെ ചെട്ടീസ്, അതാണ് കൂടുതൽ. അതാണ് നോൺ ട്രൈബ്സ്. അതിൽ ഒറ്റപ്പെട്ട കേസസ് കാണുന്നുണ്ട്. ഒറ്റപ്പെട്ട കേസുകളുണ്ട് അല്ലേ? ഞാൻ ഒരു 10 വർഷം മുന്നേ നമ്മളൊരു കണക്കെടുത്തപ്പം 1199 പേരോളം ജനറൽ കമ്മ്യൂണിറ്റിക്ക് ഈ സംഭവം ഉണ്ട് എന്നുള്ള ചെറിയ നമ്മളെ NRHM ബിജോയ് ഡോക്ടർക്കുള്ള സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം അങ്ങനെ ഉണ്ട്. അത്ര ഹൈ നമ്പർ നമ്മുടെ ഇതിൽ വന്നില്ല. നമ്മളെ നോക്കുമ്പോഴും നമ്മളിപ്പോൾ ഒരു 5-6 കേസസേ ഉള്ളൂ. അത്ര വന്നിട്ടുണ്ടോ? ശരി. കാരിയേഴ്സ് കൂടുതലുണ്ടാവും, രോഗികൾ വാഹക്കാർ കൂടുതലുണ്ടാവും, രോഗികൾ കുറവായിരിക്കും. ഇപ്പോൾ വാഹക്കാർ ഉണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ജനറേഷൻസ് കൂടുതൽ പേഷ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സ്ക്രീനിങ് നടന്നിട്ടില്ല. പക്ഷേ നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റ്സ്, ഇപ്പോൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് അങ്ങനെ പോയാൽ പിന്നെ വലിയ സിറ്റീസ് നാഗ്പൂർ എല്ലാം അതിൻ്റെ ചുറ്റുപാടും ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ഇടയിലും സിക്കിൾ സെൽ ഡിസീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സിക്കിൾ സെൽ ഡിസീസിൻ്റെ ടോട്ടൽ സംഖ്യ എടുത്താൽ നോൺ ട്രൈബൽസ് ആണ് ട്രൈബൽസിനേക്കാളും കൂടുതൽ. ഇത് പുതിയ അറിയിപ്പാണ്. നമ്മളിപ്പോൾ എപ്പോഴും പറയും സിക്കിൾ സെൽ ഡിസീസ് ആദിവാസി സൂക്കേടാണ്. അല്ല, സിക്കിൾ സെൽ ഡിസീസ് എല്ലാവരുടെയും അസുഖമാണ്.
അതൊരു പുതിയ കണ്ടുപിടിപ്പാണ്. ഇത് ലാസ്റ്റ് 10 കൊല്ലത്തിൽ കുറേ കൂടുതൽ ടെസ്റ്റിംഗ് ചെയ്യാൻ കാരണം ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ സിക്കിൾ സെൽ ഡിസീസ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അതുമല്ല നോൺ ട്രൈബൽസിൽ സിക്കിൾ സെൽ ഡിസീസ് കുറച്ചും കൂടി സീരിയസ് ആണ്. ഇതും കൂടി ഒരു പുതിയ ഒരു കണ്ടുപിടിപ്പാണ്. അപ്പോൾ നമുക്ക് ഇനി സിക്കിൾ സെൽ ഡിസീസ് ട്രൈബൽ ഡിസീസിന് അതിൽ ഒരു അർത്ഥമില്ല. ഇത് എല്ലാവരുടെയും അസുഖമാണ്. പണ്ട് നമ്മൾ അങ്ങനെ പറയണ്ടായിരുന്നു. കാരണം മലേറിയയും സിക്കിൾ സെൽ ഡിസീസും ബന്ധമുണ്ടായിരുന്നു. കാട്ടിൽ മലേറിയ ഉണ്ടായിരുന്നു. ആ സമയത്ത് സിക്കിൾ സെൽ ഡിസീസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രൊട്ടക്ഷനായിരുന്നു. കാരണം സിക്കിൾ സെൽ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് മലേറിയ കുറവാണ്. അപ്പോൾ മലേറിയയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സിക്കിൾ സെൽ ഡിസീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിക്കിൾ സെൽ ട്രേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചു പോകും, മറ്റേ ആൾക്കാർ മരിക്കും. അപ്പോൾ നല്ലൊരു കാര്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ വേൾഡിൻ്റെ മാപ്പ് നോക്കിയാൽ എവിടെയൊക്കെ മലേറിയ ഉണ്ടായിരുന്നു അവിടെയൊക്കെ സിക്കിൾ സെൽ ഡിസീസ് ഉണ്ട്. അത് ആ മാപ്പ് 2 മാപ്പ് കൂടി സൈഡ് ബൈ സൈഡ് വെച്ചാൽ നമുക്ക് കാണാം മലേറിയയുള്ള സ്ഥലത്ത് സിക്കിൾ സെൽ ഡിസീസ്. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഇത് എല്ലാവരുടെയും അസുഖമാണ്. Thank you. Yeah, that was an interesting discussion on sickle cell. Now we'll move on to the next talk by Dr. Sanjeev Vasudevan, and he'll be talking on Paniya tribe and their health status with some cases from the field. Good afternoon. Yes, Dr. Soumya, who has been an inspiration for all of us, especially during COVID. Dr. Sakdev and Dr. Nandakumar, who have inspired me, though they don't know it, to come and work with the tribes here in Wayanad. Dr. Sudarshan, other panelists, and my friends and audience. I was asked to give a very basic presentation regarding the work that we do and what we have seen in our practice in Wayanad. So, next. This is a picture of a hospital. I work in the Amrita Kripa Charitable Hospital in Kalpetta. Next slide. It is a tribal health initiative under the Mata Amritanandamayi Mutt. So we started work 18 years back in 2004. We have an outpatient department. We see roughly between 150 to 250 patients a day. Very busy department generally. Next slide. Next slide. Next. Next. We have nursing services at the hospital where we do basic nursing services. Next slide. Next. Next. We have a lab where we do basic investigations. Many of the people present here have come to our hospital, so they know what services we offer. Next slide. Next. We have a pharmacy which is fairly well equipped, which for an outpatient wing, which is very busy also. Next. And we have outreach services focusing on the tribal hamlets. Next. So pictures from our outpatient outreach services. Next slide. Next. Next. All the services at our hospital are absolutely free for the tribes, and roughly 80% of our total outpatient and attendance at our hospital is for the tribes. Only 20% are the non-tribes. All this has been covered extensively by Dr. Nandakumar and Dr. Sakdev. The health problems in the tribes. Again, when we go for a talk outside, people want to know what are the things that we see in the tribes. Next slide. Next slide. Next. And I would say that the major, next, malnutrition, infections, diseases related to alcohol use, tobacco use. Next slide, sickle cell disease. And of late we have been seeing, next, we have been seeing an increased incidence of diabetes, hypertension, and ischemic heart disease. Next slide. But of course, when people ask us what are the major problems that we see, I think the first we should mention is malnutrition. Again, all the people working in the tribal community, because especially when we go into the plains, when we go to students, when we talk to them, they like to listen and hear about very fantastic problems, sickle cell disease, for example. But in actual practice, the major problem that we see is malnutrition. Next slide.
Of course, we see infections. Next, diseases related to alcohol abuse. And again, in our experience, we get a lot of people who are interested to work with tobacco because there is a lot of funding for tobacco-related problems, and they come and say that they can do different projects to take care of tobacco cessation and other things. But very few people who are actually interested in alcohol because alcohol fetches money. Maybe that is a reason. Next slide. And of course, of late, we have been seeing an increased incidence of diabetes, hypertension, ischemic heart disease, and related metabolic conditions. Next slide. Next. There is no reliable data regarding the health indices in the tribes generally. For example, if you go to a government center and ask them what is the status of maternal mortality amongst the tribes, I don't think you will get a definite data. You might get the data regarding whole of Wayanad, but specifically related to the tribes is very difficult to get. But I don't know, the people working in the government sector might be better. When we went for a conference some time back in Coimbatore, we had a very senior doctor she was associated with the Niti Ayog. And when she heard that we are from Wayanad, she told us, oh, from Wayanad. Because in all our meetings, when we discuss Kerala, we ask them, what is happening to Wayanad? So I told them I never knew that Wayanad was so famous. But she said that in all discussions in Delhi, when they sit in Delhi, they look specifically at Wayanad, and it seems that the health status is much poorer in Wayanad compared to other parts of Kerala. And they are aware that this is because of the huge tribal population in Wayanad. So generally in our experience, we have seen a higher infant mortality. Next slide. Higher maternal mortality. This is compared to the non-tribes. How do we know that? Because there is no data. But all we can say is that when we interview mothers, tribal mothers, they say that they have lost their infants, which happens very rarely in a non-tribe population. Next slide. Next. Life expectancy is lower in the general population. Some of our field workers tell us that there are tribal hamlets, especially amongst the Paniya tribes, where there are no men, young men left in the community, only women and children and old people. So that is the extent of the life expectancy. People, they die quite early, especially the men, maybe related to alcohol, we are not sure. Malnutrition is rampant, and the body mass index is low, even in adults, not only in children. Next slide. Next slide. So we did a study some time back, and we found that malnutrition in adults, in the people who are attending our hospital, we found that 66% of the adults, men and women, in the Paniya tribes were malnourished. So 66% had a very low BMI, that is BMI below the accepted average. So that is 66%. Whereas the same, when we compared it with the other groups of tribes, the Kurma and Kurcha tribes, it was only 28% in the Kurma and Kurcha tribes. So that is the difference. The Paniya tribe, the level of malnutrition, undernutrition, because malnutrition can also be overnutrition. So the level of malnutrition was 66% compared to 28% in the Kurma and Kurcha tribes. We compared them. It was an intertribal comparison that we did. Next slide. Next slide. The health of children, next slide. Again, we see low birth weight. This has been mentioned in detail by Dr. Nandakumar. Next slide. Higher infant mortality rate. Next. Higher rate of morbidity, sickness in the infants. Next slide. Next. Malnutrition, again, a lot of things that we studied when we were doing our MBBS, we actually saw it when we came to Wayanad. Protein, energy, malnutrition, vitamin A deficiency, rickets. These are the things that we actually saw when we came here. We had seen only pictures while studying. Next slide. Infections are very common. Next.
And immunization status, we are not sure. It has improved a lot over the past many years. But all the children get immunized, but whether they complete their immunization or not, we are not sure. But things have improved a lot. Next slide. Next. Next. Again, malnutrition in mothers, low birth weight children, higher rate of home deliveries. Again, when we did a study, I think it was in 2010 that we studied, and we found that 25% of the Paniya women below the age of 30, that is young mothers, we should say, had delivered at home. So 25%. But of late, I think over the past couple of years, things have improved a lot. And of late, we have not seen any home deliveries, apart from, I think, 2, which happened because of reasons beyond their control, that they couldn't reach the hospital. So rate of home deliveries has really come down. Next slide. Higher maternal mortality. Next. Family planning, again, next slide. And vasectomy and postpartum sterilization acceptance levels are quite high. That's what we have seen. Other interventions, including oral contraceptive pills and other interventions, are usually not that much acceptable, especially in the Paniya population. Next. Next slide. And what do we see in terms of malnutrition? Major thing is anemia. Even yesterday, I had a 16-year-old Paniya girl who came to me, and her hemoglobin was 3.3 grams. 3.3 grams. So average being, we aim for a hemoglobin of around 12. So she had 3.3. The lowest that we have seen is 1.8. A just walk-in patient. They didn't have any problem. They came with some headache or something. We just checked their hemoglobin, and it was 1.8. Yesterday, that girl had 3.3. And we asked her to go to the government hospital for blood transfusion, which she refused. So they are very scared of interventions. So we have to see how it works out. And it is nutritional, not related to sickle cell disease or other conditions. Next slide. Low BMI. Again, protein energy malnutrition, stunted growth, all this has been mentioned. Vitamin A deficiencies, rickets. Next slide. Again, we have been focusing a lot on nutrition, and we have to look at what goes in, because that is what affects the people. And again, it's been discussed, and we discuss with our field workers, and most of them say that an average family, Paniya, again, it will vary from area to area, and from, here we call it colonies, from one tribal colony to the other. But in some of the areas, the only food that they have is in the evening, proper food is a proper dinner, because the parents come back home and they cook and they have a proper dinner. And breakfast is whatever is left over from the previous night. So we call it paranchora, that is from the day before. So that is what they will have the next day. And lunch, when they go to work, whatever they get at their workplace. And if they are going to school, they get something in the school. So that is what most people will be having. And again, what actually do they take? They take rice. You go to a family, we sometimes open and see what they are having. It will be rice with salt and chili to taste. So that is the food that is general. If they are lucky, there might be a few vegetables, tomatoes or other things put in, which is less. We were discussing that with the team, and the initial days they used to take a lot of greens, but that has come down now. The green vegetables that they were gatherers of food, so they would take it, pluck it from other areas and take it, but that has gone down a lot. We discuss that, and we don't know why, but when we discuss with our patients, they tell us that one reason is the extensive use of pesticides and other herbicides, because Roundup and those things. So they are scared to pluck these things, because they are scared that this might contain something that is going to harm them. So one reason they say. Second thing is today's Thorilorp, that is the
rural employment scheme. So they will come and cut away everything. So there is nothing left for the people to consume. These are the things that they say, but of course we have to do a proper study to find out what the exact reason is. Again, it might not be fashionable as to go and pluck these things from the roadside. Next slide. Lack of availability of the food, so proper food. Wrong food choice, and all the people working in the tribal community will know that even if something is available, they might not choose the proper sort of food. So, next slide. Black tea consumption. So, all the children in the tribal community, I think once they are 1 year or 2 year old, they start consuming black tea, just like their parents. So once you start consuming black tea, you don't get any nutrition from that, and in addition, your appetite goes down. So then again, your total nutritional level goes down. So black tea consumption, we ask a non-tribe person, do you give your child tea? They will say, no, he's too young to be given tea. Whereas you ask a tribal child, oh yes, chaya kudikinde, chaya, kattan chaya. So, and when we were doing our pediatrics, our professor used to tell us, a child should not be given tea. So unless it is with milk, because then you at least get the milk, but even without that. So I still remember that, but we see it. We tell them, but they say, kutti kuttakalya, child will not accept, because parents are drinking and the child wants it. So that's the thing. There's lack of awareness, economic factors. Many of the things that we talk of late, we have been talking about millets. We talk about ragi, which is the popularly available millet. And we tell them that why don't you use millets? Why don't you why don't you consume ragi? And they will say, it's not available. We say it's available in the market. They say, poi vaankande. We have to go and buy. So we don't have the money to go and buy. So though we encourage them, very often they will not use it unless it's provided to them. Unless we give the ragi, the muttari we call it here, they won't consume it. So economic factors are there, social factors. Next slide. Socio-cultural trends are there. And again, in the tribal community, one of the things that we have seen is that they watch a lot of movies. And whatever the film star is consuming, they also tend to consume. So all this yellow and orange and black drinks that are available on the shops, the child will also, they will, compared to the non-tribes, we really see it. They will just force their way, and I'll be discussing that because in the tribal community, child autonomy, a child is an autonomous individual. So they accept the child as an individual. So if the child says, I want that red drink, they will give that because it's accepted in them. Because even to give an injection for the child, if you want to give an injection, the mother will ask the child, doctor wants to give an injection. Oru injection vekkananundu vekkate, and the child will say no, and mother will say, he is not accepting, what can I do? Even for dressing wounds and all, they will not accept. So the child refuses, there is no way. And we have tried it once or twice. We forced the child with very bad wounds because we wanted to clean it up. And we tell the mother, take the child to the nursing room, I will come there and I will dress the wound. And after some time, the mother will come and say, Avan odipoi, he ran away. So we said, where did he go? I don't know, he ran away. So we get scared, we don't know. So that is the thing. Recently we had a boy who needed a surgery for phimosis. He was 12 years old. But since he was a small boy, this problem has been there. But the child refuses to go to the hospital. He will come to us. We will check his urine, we will give him antibiotics, all that is fine. But the moment we touch it, touching is also accepted. But if he feels that we are going to do something from that, he will run away. He won't accept it. And the mother was helpless. He didn't know what to do. We tried it at our hospital, and he refused and he ran away.
So then we sent him to the government hospital at Mananthavadi. So there they admitted him. They posted him for surgery the next day. That day morning, he ran away from the hospital. So 12-year-old boy, and the mother was helpless. So next time we got a doctor from medical college to take care of him. There they admitted him. They anesthetized him in the room, and then they took him to the theater and did the surgery, and he came back. Now he's fine. So he's accepted it. That is the level of the fear that they have. Next. Nutrition. So we need to expand their food basket. We need to encourage, a lot of talk is going on about consumption and cultivation of millets. Again, everywhere, all the tribal people that I talk to, especially the older generation, they are aware of ragi, because ragi was muttari, they call it here, was very widespread cultivation was going on here, but today it's not there, as far as I know. Nobody is cultivating muttari. And they are also aware of chama. Chama is, which millet, I'm not sure, one of the millets. And people are aware. So when we say chama, they say chama kanji I have taken. When I was a child, I used to take it, but now we don't get it. So I asked them, why don't you cultivate? Oh, how do we do that? We don't know. So they did it. Next slide. Creating awareness regarding proper food habits, consumption of locally available nutritious food. Next slide. Stop consumption of black tea, especially in children. I think it's very important to try and emphasize that. And we had a pediatrician who came and said, only thing you tell them, don't take tea, don't drink tea. That will improve their level. And of course, alcohol has been discussed, and it is causing widespread problems in the tribal community. Our founder of our institute, Mata Amradandamayi, 2004 when we came here, and we were here for 1 to 2 months, I think, and then Amma had come here. So we told Amma about the problem, the nutrition, the problem regarding tribal nutrition and how they are so malnourished. And the first thing that Amma told us is that ask them to, in South Kerala they call it pulla. Pulla means muttari. So ask them to pulla kaikyan paraya. Ask them to take pulla. So in North, when we translated it, we understood that she means ask them to take muttari. So that was in 2004, and today I think people are talking a lot about millets and the health benefits of millets. And maybe it'll create some change in the tribal community, because compared to rice, I think it gives much more nutritional value. Next slide. Next slide. All talks about tribal families. Next slide. We always talk about all the negative things, all the bad things happening, but we have to remember that they have a lot of good things, and we have to preserve that, because preserving the goodness in the community, in the indigenous communities, is very important. So all people who come, they are interested in civilizing the people, because they believe that we are more civilized and they are less civilized. But actually we feel that it's the other way around in many aspects. There are things that are not good enough, but we need to learn a lot from them and try and help them to improve also. Next slide. Patience. They are naturally spiritual because they live in the moment. They are not worried about tomorrow. A lot of song and dance in their life. It has disappeared in the general community. It's just the TV now. Next slide. Next slide. Even now, there are less of loneliness, no orphans. Even if mother and father are not there, other people in the community will look after children, even today, whereas it is not so in the general population. They are sent off to the orphanages. Even old age people are looked after in the community, whatever way they can. And knowledge of wild food, herbal medicines, traditional practices. Next slide. There's better acceptance of girl children, and it is, people don't think of this aspect, they don't know it, but actually it is so, because girl children and women, some of the mothers will come and tell, I don't have a girl child. I have two or three children, only boys, no girls. So they value girls quite a lot. There is no dowry system as of now
in the tribal communities. These are a lot of positive things that we must remember. So whatever we do to change or improve their condition, we should also try to preserve the goodness in their community. And I think that should also be a goal of our work here. So thanks a lot. I think I'll stop here. Next slide. Thank you. Thank you. താങ്ക് യു ഡോക്ടർ സഞ്ജീവ് വാസുദേവൻ. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മിക്കവാറും എല്ലാം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാനൊന്ന് പറയുകയാണ്. അദ്ദേഹം മാതാ അമൃതാനന്ദമായി ചെയർപേഴ്സണായിട്ടുള്ള അമൃത കൃപ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിരുന്നു. പോഷകാഹാരമില്ലായ്മ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു കാര്യം തന്നെ പറഞ്ഞത്. കൂടുതൽ ആൽക്കഹോൾ, അതായത് മദ്യപാനവും പുകവലിയും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന സമ്മർദ്ദം, ചില ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാമാണ് ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത്. ഇനി വേറൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു കാര്യം ഏത് ആരോഗ്യപരമായ കാര്യങ്ങളെടുത്താലും റിലയബിൾ ഡേറ്റ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വിവരങ്ങൾ, അടിസ്ഥാനപരമായ വിവരങ്ങൾ നമുക്ക് കൂടുതൽ ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മാതൃ ശിശു മരണനിരക്ക് കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിലും എത്രമാത്രം സാധാരണ ജനറൽ വിഭാഗത്തിൽ നിന്ന് വ്യത്യാസമായി എത്ര കുറവുണ്ട് എന്നുള്ളൊരു കാര്യമൊന്നും വളരെ കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ ഇല്ല. എപ്പോഴും ഡൽഹിയിൽ, അദ്ദേഹം പറയുന്നത് ഡൽഹിയിലെ നീതി ആയോഗിൻ്റെ മീറ്റിങ്ങുകളിൽ വയനാട് എപ്പോഴും ഒരു പ്രശ്നമായി വരാറുണ്ടെങ്കിലും നമുക്ക് അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാനുള്ള പ്രശ്നങ്ങളുണ്ട്. ആയുർ ദൈർഘ്യം കുറവുണ്ട് എന്നുള്ള ഒബ്സർവേഷൻസ്, ഇതെല്ലാം ഒരു ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഡോക്ടർമാരുടെ നിഗമനങ്ങളാണ്. കൂടുതൽ ഡേറ്റ നമുക്ക് ആവശ്യമുണ്ട്. പോഷകാഹാരമില്ലായ്മ, അത് കൂടുതലും പണിയ വിഭാഗത്തിൽ 25% ബർത്ത് നടക്കുന്നത്, കുട്ടികൾ ഉണ്ടാവുന്നത് വീട്ടിൽ തന്നെയാണ്, ഹോസ്പിറ്റലുകളിലേക്ക് പോവാതെ. അതുകൊണ്ട് തന്നെ അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യത്തിന് അത് ഹാനികരം തന്നെയാണ്. പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ, അതായത് നമ്മൾ കൂടുതലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, അന്നജം കഴിക്കുന്നത് കൊണ്ട് തന്നെ മാംസ്യത്തിൻ്റെ അപര്യാപ്തത വരുന്നുണ്ട്, വൈറ്റമിൻ എയുടെ അപര്യാപ്തത വരുന്നുണ്ട്, കൂടുതൽ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, അതായത് നമുക്ക് എല്ലാ തരത്തിലുള്ള വാക്സിനൈസേഷനും ഇമ്മ്യൂണൈസേഷനും ഉണ്ടെങ്കിലും അതിൻ്റെ ഡേറ്റ നമുക്ക് നോക്കേണ്ടതുണ്ട്. വീടുകളിൽ ഉള്ള പ്രശ്നങ്ങൾ, പ്രസവിക്കുന്നതെല്ലാം കുറഞ്ഞു വരുന്നുണ്ട്, എന്നാലും അത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു ഉദാഹരണം സൂചിപ്പിച്ചിരുന്നു. ഒരു പണിയക്കുട്ടി, 16 വയസ്സുള്ളൊരു പണിയക്കുട്ടി വന്നിരുന്നു, വിളർച്ചയുമായി വന്നിരുന്നു. നമുക്ക് ഹീമോഗ്ലോബിൻ 12 വേണ്ടെടുത്ത് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത് 3.3 എന്നുള്ളത് മാത്രമായിരുന്നു. അതിലും താഴെ 1.8 ഉള്ളത് വരെ അവിടെ ആ ആശുപത്രിയിൽ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ കുട്ടിയും തന്നെ പിന്നീട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്താലും അങ്ങോട്ട് പോവാത്ത ഒരു സിറ്റുവേഷനാണ് അവിടെയുള്ളത്. ബോഡി മാസ് ഇൻഡെക്സ് കുറവുണ്ട്, വളർച്ചാ കുറവുണ്ട്. വേറെ ഒരു വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ഭക്ഷ്യ പോഷക സുരക്ഷ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, കൃത്യമായി കഴിക്കുന്നത് അത്താഴം മാത്രമേ ഉള്ളൂ. കാരണം എല്ലാ മാതാപിതാക്കൾ പണി കഴിഞ്ഞ് വന്ന ശേഷം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. അതിൽ നിന്ന് എന്ത് ബാക്കിയുണ്ടാവുന്നതോ അത് പിറ്റേ ദിവസം കഴിക്കുന്നു. ഉച്ചയ്ക്ക് എവിടെ ജോലി ചെയ്യുന്നോ അവിടെ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ കിട്ടുന്ന മീൽ. അതുകൊണ്ട് തന്നെ ഒരു ചോറ്, ഉപ്പ്, മുളക്, ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമേ കൂടുതലായിട്ടും ശരീരത്തിലേക്ക് കിട്ടുന്നുള്ളൂ. ഒരുപാട് പച്ചക്കറികളും എല്ലാം കഴിച്ചിരുന്നതാണ്. നമ്മൾ ഈ പറയുന്ന ഉപയോഗിക്കപ്പെടാത്ത അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട വിളകൾ എന്ന് പറയുന്ന കാച്ചിലും കിഴങ്ങും ഒരുപാട് പച്ചക്കറികളും എല്ലാം കഴിച്ചിരുന്നവരാണ്. പക്ഷെ അത് കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യത്തിന് 1-2 ഉത്തരങ്ങളാണ് അവിടെ വരാറുള്ളത്. ഒന്ന്, ഈ ഒരുപാട് പെസ്റ്റിസൈഡും രാസ കീടനാശിനികളും എല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് പറിച്ച് തിന്നാനായിട്ട് മടിയുണ്ട് എന്നാണ് പറയുന്നത്. 2, തൊഴിലുറപ്പ് ഈ പദ്ധതി പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ എല്ലാ സ്ഥലത്തു നിന്നും മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം നല്ല വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ ആവശ്യമുണ്ട്.
വേറൊരു കാര്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബ്ലാക്ക് ടീ, കട്ടൻ ചായയെക്കുറിച്ച് പറഞ്ഞത്. എല്ലാവരും കുടിക്കുന്നു, എൻ്റെ മാതാപിതാക്കൾ കുടിക്കുന്നു, ഞാനും കുടിക്കുന്നു. അത് കട്ടൻ ചായ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അതുമാത്രമല്ല, നമ്മുടെ വിശപ്പ് കുറയുന്നു എന്നുള്ളൊരു പ്രശ്നവും കൂടി അവിടെയുണ്ട്. അത് ഒഴിവാക്കേണ്ടത് തന്നെയാണെന്നുള്ളതാണ്. റാഗി, മുത്താറി അതുപോലുള്ള പുല്ലുകളൊന്നും തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നില്ല. റോങ് ഫുഡ് ചോയ്സ്, അതായത് നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് ബാസ്ക്കറ്റ്, നമ്മുടെ ഒരു ഭക്ഷ്യക്കുട്ട അപ്രത്യക്ഷമായിരിക്കുന്നു. നമ്മുടെ പ്ലേറ്റിലേക്ക് പുതിയ പുതിയ സാധനങ്ങൾ വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സിനിമാ താരങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങാനും അത് ഉപയോഗിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ജ്യൂസുകൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ കുട്ടികൾ ആശുപത്രികളിൽ പോകാനായിട്ട് പുറകോട്ട് വരുന്നു. അപ്പോൾ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഫുഡ് ബാസ്ക്കറ്റ്, നമ്മുടെ ഭക്ഷ്യ കുട്ട അല്ലെങ്കിൽ ആ കലവറ കൂട്ടുക, മുത്താറി, റാഗി, പുല്ല് പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഭക്ഷിക്കുക, കട്ടൻ ചായ ഒഴിവാക്കുക, മദ്യപാനം, പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞു. കുറച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. അതുകൂടി സൂചിപ്പിക്കാതെ എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, വളരെ കുറഞ്ഞ ആവശ്യങ്ങളുള്ളവരാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളെ വളരെ സരസമായും വളരെ സാധാരണയായും നേരിടുന്നവരാണ്. ഇന്നിൽ ജീവിക്കുന്നവരാണ്. പ്രകൃതിയുമായി അത്ര അടുപ്പമുള്ളവരാണ്. ആട്ടവും പാട്ടവും ഒക്കെ ഉള്ളതാണ്. ഏകാന്തത പോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് അലട്ടാത്തവരാണ്. വളരെ ട്രഡീഷണൽ മെഡിസിൻ, അതായത് വളരെ പ്രകൃതിയോട് മെല്ലിട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഔഷധ കൂട്ടുകളും സസ്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ബെറ്റർ ആക്സെപ്റ്റൻസ് ഓഫ് ഗേൾ ചിൽഡ്രൻ. പെൺകുട്ടികൾ ഉണ്ടാവുന്നതിനെ തടയാനായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇതുമില്ല. പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സംഗ്രഹം. നന്ദി. താങ്ക് യു. Okay, thank you. Thank you for the translation. Now I'd like to invite Dr. Dahar Mohammed, who's the head of the Family Health Center in Nulpura. I visited that Family Health Center yesterday. Very impressive setup. It doesn't look like a government hospital at all. It looks like a 5-star corporate hospital, but it's actually a government family health center where he's really providing very good primary health care, all the way from prevention to counseling to treatment, diagnosis, as well as post rehabilitation and physiotherapy for those who have. So that's really the whole end-to-end of primary health care. I saw for the first time in one center all of the aspects being covered. So we'd like to hear from you about the threat to health and mainly anemia among tribals. Thank you, ma'am. Good evening all. അപ്പോൾ എൻ്റെ സെക്ഷൻ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ പറയാം എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. സോ ദാറ്റ് എന്താ പറയുക, സമയം I have seen you, ma'am, from Delhi, I think so. Yeah, I was thinking when that's right. ഞാൻ കഴിഞ്ഞ 9-10 വർഷമായിട്ട് ഞാൻ വയനാട്ടിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. ഞാൻ എൻ്റെ സർവീസ് ജീവിതം ആരംഭിച്ചത് വയനാട്ടിലാണ്. I started my service in Wayanad. First I was working as a medical officer in a community health center, Panamaram. Last 7 years I am working in a Nulpura Gram Panchayat, family health center Nulpura. We are the only Panchayat in Kerala sharing border with 2 states. One is Tamil Nadu and one is Karnataka. And after the total population, more than 45% belongs to the tribal community. And 3/4 is covered by forest. So you can imagine how backward we are. So the previous speakers, they discuss a lot of things, the nutrition aspect, everything. But I am sharing you
വാട്ട് വി ആർ ഡൺ ഇൻ മൈ പഞ്ചായത്ത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ വരുന്ന ചികിത്സയ്ക്ക് എത്തുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റികൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും, ആ കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം. വൺ എക്സാമ്പിൾ, if you got fever, if you got a corporate hospital, I'm not mentioning any name, anywhere in Calicut, anywhere in Wayanad, they'll give you paracetamol, right? If you got a primary health center for fever, they give paracetamol only. There's no change in the medicine. Then why the people are going to corporate hospital? Why they're not using the fertility in a government hospital? Why? The way of giving, the love and affection should be there. അവർക്ക് അതാണ് വേണ്ടത്. ആ കൊടുക്കുന്ന പാരസ്റ്റമോളിൽ ഇന്ന എന്ന് പറഞ്ഞല്ല കൊടുക്കേണ്ടത്. ടേക്ക് ഇറ്റ്, നോട്ട് അങ്ങനെയല്ല പറയേണ്ടത്. കഴിക്കൂ എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത്. ആ ഒരു സിസ്റ്റമാണ് ഞാനിവിടെ എൻ്റെ സ്ഥാപനത്തിൽ, ഐ എം വർക്കിംഗ് ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ബട്ട് ഐ കംഫോർട്ട് ടു സേ ഇറ്റ്സ് മൈ ഹോസ്പിറ്റൽ, എൻ്റെ സ്ഥാപനം. വൈ? യു ആർ എ ഗവൺമെൻറ് സർവൻറ്റ്, because government is providing salary for you. But to get an affection, to get a passion, first thing we should have is, it's my home, my second home. Then only the patients coming there are your guests. They are not patients, they are guests. So we will treat them that way. That's the message I want to convey before starting my presentation. എല്ലാവരും പറഞ്ഞു, there are a lot of anemia cases, malnutrition, everything. We are having a lot of programs are there, like Anemia Mukt Bharat, National Health Programs for Control of Anemia, everything. We are providing WIMS tablets in the school for students, everything. We are providing iron tablets for the antenatal mothers. We are giving different types of tablet, different strength we are providing to the entire community, not only for tribal community, for all the people in India we are providing. Then coming to tribal community, then why there is no decrease in the anemia case? Day by day cases are increasing, as the previous speaker told, because maybe they are taking alcohol, taking black tea, everything. Their absorption is very poor. Once I went to the field for an medical camp, one 7-year-old baby, tribal baby, she's keep on crying, and her mother went to forest to collect woods, and her grandma is taking care of the baby, and she's crying for milk. You know what the grandma done? She was chewing tobacco, just put her hand in her mouth and take a small drop of saliva and kept on tongue of that child. Suddenly, within second, she stopped crying. I got shocked. That too in 2013, when I joined the service. Then I asked that mother, that grandma, why are you doing this? This is not good for your child. What can I do? I don't have milk in my breast. Point only. I have no answer at all. What can I do? So, how we can correct that? We should have planning from the beginning of their life. അവർക്ക് അവിടുന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ടുബാക്കോ. ആ കുട്ടിക്കൊന്നും അറിയില്ല, അവിടെ നിന്നാണ് അവർക്ക് ആ ടുബാക്കോയുടെ അഡിക്ഷൻ കിട്ടുന്നത്. അതെങ്ങനെ നിർത്താൻ കഴിയും നമുക്ക്? ദാറ്റ് വി ഷുഡ് ഐഡൻറ്റിഫൈ ദ സൊല്യൂഷൻ. നമുക്കതിൻ്റെ പരിഹാരം കണ്ടേ പറ്റൂ. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ്. ഇറ്റ്സ് ഓൾ നോട്ട് ജസ്റ്റ് ഐ ഷോർട്ട്. Next. And this my project that we are introducing, Ammayude Tharattu. Amma means mother. Ellarukku ariyam, Amma means mother. Tharattu is Malayalam word, is like love. But our Amma is, I am monitoring maternal activities. We appointed an Amma that from the tribal community
that she should look after the antenatal mother admitted in my hospital. Because one big problem in the tribe community is they have no bystanders to stay with them in the hospital. അവർക്ക് വലിയ പ്രശ്നമാണ്, കൂടെ നിൽക്കാൻ ആളില്ല എന്ന് പറയും. അപ്പോൾ this amma will take care of that mother and her children. And Tarat, that's our program name, Tribal Anemia Assessment Review and Treatment. So we combine these two programs, അമ്മയുടെ താരാട്ട്, everything is love. ഈ പ്രോഗ്രാമിൽ what we are doing is, we are having one staff nurse and one amma appointed by our LSGD. LSGD is my panchayat. So what happened is, we are having, other than we are having Asha, we are having Amlet Asha, we are having JPHN, JHA, all we are having. Because this is an innovative project of our panchayat. We already appointed an amma and a nursing officer with the help of our Gram Panchayat. What this staff nurse do that, she'll go to the field alternate days, like Monday, Wednesday, Friday, and we given a portable hemoglobin meter. She'll do the screening, everything, and she'll pick up the cases, that HB between 7 and 10. So, with the help of, we having 3 vehicles to support the tribal community. One ambulance, one tar bought by our beloved MP Rahul Gandhi, and one more Jeep provided by our government of Kerala. So in that, we'll shift that lady to our hospital. Now we are concentrating this program mainly on only for females right now, because it's a pilot project. So we are covering only now the women population. Why? Because we have to break the cycle. ആ സൈക്കിൾ അവിടെ മുറിക്കണം. Reproductive age group ലേക്ക് കടക്കുന്ന മുന്നേ, if she is anemia, when she get married, she already anemia, ആ കുട്ടി എന്താവും പിന്നെ become anemia, and the cycle is going on. So to break that cycle, we started this project in women population. So we are concentrating on age group 15 to 45. So after screening, we'll get that. We don't call them patients, our guests are hospital in our Jeep, and we'll do the remaining screening in our hospital. We have one of the best lab in Wayanad district. We are having screening for sickling. We are having equipments for confirmation of sickling test, everything. So because, as you know, many told, we have a lot of sickle cell patients are there in Wayanad. So if they are not sickle and the anemia and HB is below 10 and it's above 7, and because as I told, most of the iron tablets available in market, especially in supply in government sector, is not palatable for them because of gastritis, everything. If you give for 30 days, we give for 60 days, whatever, they'll take it for 7 days. The remaining tablet they'll keep in their house, the top of their house. When the JHC or JPHN go, when they ask the question, you taken the iron tablets? Yes, 30 days. They won't look at the roof. They'll keep there in the roof, the remaining 29 tablets. So what happened is, I told, please change. I have some photos. This is our staff nurse doing the screening. Change. This is not an hospital. This is a building in a hospital premises only. This is exclusively for the tribal community. And can change the slide. This is the inside of that home. It looks like a resort for them because they are my guests. They are not patients. Change the slide. Next slide. They can watch TV. So the HB I told is between 10 and 7. We'll get them to the hospital. And our amma is there now at home. She'll give welcome drink. The welcome drink is rich of iron. And we'll give peanut chocolate. The peanut is there now. Kadalam Thai. So we'll give that, and we'll give some fruits, dates, everything for them. They can watch TV there. So daily we'll get 9 to 10 people. 10 പേരാണ് കൊണ്ടുവരുള്ളൂ. അപ്പോൾ 5 പേര് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 5 പേർക്ക്, for remaining 5 people, will give iron sucrose injection. Previous slide.
This is the, see, you can't see the typical cot vacancy in the hospital. It's all made of bamboo cot because they are comfortable with the bamboo. My thought. So after, change the slide. So they can watch TV. There are a lot of, we won't show it like there is no, they can watch Malayalam movies. They are having IECs regarding anemia, but they like to watch movies, especially Malayalam Mammootty. Now they are asking, next time we are coming, no, we want that movie. They're demanding us. Because they have the feeling that they are not coming to the hospital. Because it's like daycare treatment. Morning they are coming to the hospital. We are giving a welcome drink, sweets, everything, dates, everything. And they are having iron sucrose injection. And by afternoon we are giving a good lunch for them. That same vehicle, we are taking back them to the colonies. So they're not getting admitted in my hospital. So they are ready to come regularly. And these are ambulance. And that home is not only for the treatment of anemia, it's also for antenatal mothers. ഇപ്പോൾ ഗർഭിണികളെ അമ്മമാരുണ്ടാവും പല കോളനികളും ഇൻ റിമോട്ട് ലൈക്ക് ഇൻ ഫോറസ്റ്റ്. സോ ഇഫ് എനി antenatal mother who EDC is nearing, so they can also stay in this home. So when they're getting the labor pain, in this ambulance, we shift them to the Taluk hospital. As ma'am told, we don't have the right to conduct delivery in the PSCs in Kerala. So we are having a 24-hour support of ambulance. The same ambulance will shift that antenatal mother to the nearest. That time, our Amma role will come. She'll take care of the mother, not only the mother. If she's having like elder children, she'll take care of them. She'll feed them. And along with that, she'll take care of that mother. അവരുടെ അമ്മേൻ്റെ ആ ഗർഭിൻ്റെ കൂടെ എന്ത് ചെയ്യും ഈ അമ്മ, ആസ് എ ടോൾഡ് ബിഫോർ, അവർ രണ്ടുപേരും എന്ത് ചെയ്യും, കെയർ ചെയ്യും. നെക്സ്റ്റ് സ്ലൈഡ്. ജസ്റ്റ് എ ഡാറ്റാസ്. ഇറ്റ്സ് എ ഗുഡ് ഇമ്പാക്ട് ഫോർ ദിസ് പ്രോഗ്രാം ഇൻ കോളനി. Total colony visited 87. Number of patients screened 1,909. Number of patients identified with anemia 461. HB about 10. 1,350. That will give tablets or syrup. HB between 6 and 10, 435. In the unmarried is 176. Think. If they get married, the cycle is getting repeated. So we had to break this cycle there. Married to change. And sickling then. And total iron sucrose started 241. And sucrose completed 204. Follow patient. 67% are HB above 10. This we can't achieve if you're giving it tablets for them because they won't consume time. അവർ ഒരിക്കലും എന്തേ ഇല്ല, ആ ടാബ്ലറ്റ്സ് അവർക്ക് കംഫർട്ടല്ല. ഓവർ. ആ വീഡിയോ അല്ല, I have a small video also. So as I told you, I'm sharing my experience. എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ നടത്താൻ പറ്റിയ ഒരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് അനീമിയ കൺട്രോളിനാണ്. ഇനി എനിക്കിതിൽ പറയാത്തൊരു പ്രോഗ്രാം കൂടെ ഉണ്ട്, ചാമ്പ്യൻ ഒരു ഫുൾ ഫോം ഉണ്ട്, ചൈൽഡ് ഹെൽത്ത് അസസ്മെൻറ്റ് മോണിറ്ററിംഗ് പ്രോഗ്രാം ഇൻ അവർ നൂൽപ്പുഴയുള്ള കുട്ടികളുടെ ഹെൽത്ത് അസസ് ചെയ്തിട്ട് അവരുടെ മാൽന്യൂട്രിഷൻ കൊടുക്കുന്ന പ്രോഗ്രാമാണ് ചാമ്പ്യൻ. സോ എവരി ചൈൽഡ് ഇൻ നൂൽപ്പുഴ പഞ്ചായത്ത് ഈസ് എ ചാമ്പ്യൻ. അവർ ചാമ്പ്യൻ ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സോ താങ്ക് യു ഓൾ. സ്മോൾ വീഡിയോ ഉണ്ട്, ഞാനത് പറ്റിയ പ്ലേ ചെയ്തു തരാം. എക്സ്ക്യൂസ് മീ. ഹലോ ഡോക്ടർ ഇവിടെ ഡോക്ടർ, ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലേ നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടാണോ ഉപയോഗിച്ചത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സപ്പോർട്ട്? ആ പോസ്റ്റിൽ വെച്ചപ്പോൾ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നമുക്കിപ്പോൾ കേരള
is the only state, I think so. They have good support of the LSDD. We are having a 3-tier system. That Gram Panchayat is taking care of the PHCs, and Block Panchayat is taking care of CHCs, our Taluk Hospital, and this municipality is taking care of Taluk Hospital, and District Panchayat is taking care of District Hospital. So there are a lot of fund available within LSDD. There are I think so, there are 7 to 8 types of fund available within LSDD. In that one type of fund is TSP fund. This TSP means tribal fund only. We can utilize this fund only for the welfare of the tribal community. So we have, as a Wayanad, most of them are tribal population. We are getting a lot of tribal fund. But what happening means there are no innovative projects happening in Wayanad district. That's why these people are not getting that much care, in my point of view. Because to implementing any program in any village, we need support of that LSDD first. If any program coming from the national to the state, it won't get that much impact in the field. If we start from the field, go up and up. That's my policy. So what we'll do is we're just downloading the film, and as we are waiting for that, let's go ahead with Mrs. Shakira, who's the dietitian from the hospital in Calcutta. Can make your brief presentation, please. Good afternoon, honorable dignitaries on the dais, wonderful audience, a very warm good afternoon to one and all. I would like to thank Swaminathan Foundation for giving me this opportunity to bring a highlight into the efforts of National Health Mission. And for the upliftment of tribal health and for their improvement of their nutritional status, under National Health Mission, we do have a large number of programs. So in order to provide primary healthcare services for the tribals among living in the remote and hard to reach areas of the tribal settlement, we do have a dedicated team of mobile units. These mobile units are conducting an average of 20 medical camps per month in remote tribal settlements under the leadership of medical officers with the supporting paramedical staffs like pharmacists, staff nurse, etc. And our field workers, that is the ASHAs and the JPHNs and the MLSPs, they do have a very prominent role in bringing these tribals from their settlement to these camps. In these camps, the essential primary healthcare needs of the community, that is namely basic illnesses, treatment of the basic illnesses, antenatal and postnatal care, immunization services, prevention and control of communicable diseases, etc. are all provided. Also, necessary health education programs, including the prevention of waterborne diseases, are imparted through these medical camps. In addition to this, we do have an array of specialized health programs targeted mainly for the tribal population. Comprehensive healthcare facility for sickle cell disease, diagnosis, early recognition of complication and treatment of complication to reduce the mortality, prevention of new cases through genetic counseling and prenatal diagnosis. And as we all know, we do one of the major problems that the tribal community is facing is malnutrition. So let me bring to your highlight one of our star project, that is Nutritional Rehabilitation Center, which aims at specifically treating the malnourishment that the tribal population is facing. And currently, the NRC or Nutritional Rehabilitation Center is at Taluk Hospital, Sultan Pateri. We do have a team of NRC, there's a medical officer, a dedicated medical officer, as well as a social worker, a dietitian, and 24 hours round the clock, there is a service of the staff nurse. And once a child under 5 years of age is identified that he or she falls under the category of malnourishment, that is severely acute malnourishment or SAM, the RBSK nurses or the field staff, they do initiate us
And once we get the notification of, we get the initiation from the team, a dedicated NRC team goes and visits them at their settlement and once again confirms the diagnosis of SAM and will initiate the in-house or IP treatment of such patients. And we'll assign a target weight for that patient or the child, and once the child recovers from that malnourishment status, he or she will be discharged from the facility. So this is what we are doing at the Nutritional Rehabilitation Center. So there is a lot of programs, both national and local level programs that are running under the eminent leadership of Dr. Samiha Sedilavi, our beloved DPM, District Program Manager. And I would like to quote the words of Robert Frost. We have miles to go before I sleep, miles to go before I sleep. Yes, we do have a lot to do for the upliftment of tribal health and their nutritional status. And we are very sure we'll achieve further. NHM has achieved commendable results under the leadership of Dr. Samiha, and we are very sure we can go further still. And I request all of you to join hands with our sincere effort for the upliftment of tribal health. Thank you. എനിക്ക് തോന്നുന്നു ഇത് ദേശീയ ആരോഗ്യ മിഷൻ്റെ കുറച്ച് പദ്ധതികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും ഉപയോഗയോഗ്യമായ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് 2 കാര്യങ്ങൾ. ദേശീയ ആരോഗ്യ മിഷൻ ഒരു മാസത്തിൽ 20 മെഡിക്കൽ ക്യാമ്പ് വെച്ച് വരെ നടത്തുന്ന ഒരു മൊബൈൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് പാക്കേജ്, ആദിവാസികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഹെൽത്ത് പാക്കേജ് പ്രോഗ്രാമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ NRC എന്ന് പറയുന്നൊരു സൗകര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അവിടെ 5 വയസ്സിൽ താഴെയുള്ളതാണെങ്കിൽ പോലും പോഷകാഹാരമില്ലായ്മ കണ്ടിട്ടുള്ള കുട്ടികളിൽ അവിടെ ഇൻപേഷ്യൻ്റായി അവിടെ കിടത്തിൽ ചികിത്സ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുശേഷം അവർക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉപയോഗയോഗ്യമായ കുറച്ച് കാര്യങ്ങൾ ആണ് ദേശീയ ആരോഗ്യ മിഷൻ ഈ ജില്ലയിൽ അവരുടെ ഒരു ടീം ചെയ്യുന്നത് എന്നാണ് ഇവിടെ നമ്മുടെ ഡയറ്റീഷ്യൻ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. താങ്ക് യു. Thank you. Is it possible to play that video now that Dr. Dahar had? It will take some more time. So in that case, what I'm going to do is, I think we've had some really good presentations covering different aspects of health, and they've all given us a very strong and positive message. So it is not all negative. We know what the problems are. We know there are a lot of health issues. There are traditional health issues and now the new diseases like diabetes, hypertension. We didn't talk much about them today. But the sad thing is that on the one hand you have undernutrition, anemia, but on the other hand you have increasing rates of this one. I saw in the Nulpura hospital they had 6 beds for physiotherapy where people are admitted, all of them after stroke. You know, so stroke is very high, and we also heard life expectancy is still much lower compared to non-tribal populations. But all of them also presented some solutions, some positive aspects. And I think what is needed is to have this type of comprehensive approach where you don't lose their customs and knowledge which they had, including their traditional diet, their traditional medicine, their traditional society way of living. But at the same time, of course, modern medicine can bring value. So we now have a lot of panelists, distinguished panelists here who will speak from different perspectives, reflecting on what they have heard. But I'm going to request Dr. Nandakumar to chair the panel since he's bilingual, and he'll be able to communicate in Malayalam and English, and panelists can speak in whichever language is comfortable. So I may have to leave soon because I'll have to catch a flight, but I want to thank all the panelists and all of the farmers and everybody who's come today, a lot of students to take part in this program. So I'll hand over to Dr. Nandkumar now to conduct the panel. Thank you. Thank you, Soumya.
We'll start with if there are any questions from the audience for the panelists or anyone in the dais here. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇവിടെ കുറേ ഡോക്ടർമാരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. I call Dr. Sudarshan to make his presentation. Want to play the video? വീഡിയോ വന്നോ? Sudarshan, while we are waiting for the video, if you could say a few words. Oh, you're ready? Ready ഉണ്ടോ? Respected dignitaries on the stage and respected audience. So what is agrobiodiversity? Biodiversity enna parnal endam? We are all diverse in our nature. We have got our own, culture, habits, attitudes. അങ്ങനെ ഉണ്ട്. So we need to preserve our biodiversity with respect. We are talking today with respect to agrobiodiversity. Agriculture, നമ്മുടെ ഹെൽത്തിൻ്റെ ബന്ധമായിട്ട് ന്യൂട്രീഷൻ ആൻഡ് അഗ്രികൾച്ചർ ബന്ധമായിട്ട് what are the issues to be told. Next slide, please. So this is SDGs. So nutrition, ആരോഗ്യം. Nutrition is, so we got 17 SDGs, and nutrition, most of the SDGs, 15 to 16 SDGs, nutrition forms the essence of all the SDGs. Next slide, please. So agrobiodiversity and the cheyu, it will, for instance, it will increase the nutritive value of whatever food we are eating to our nativity. നമ്മുടെ സ്ഥലത്തിൻ്റെ ബന്ധമായ ഈ ക്രോപ്സ് ഞങ്ങൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്യൂ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ നമുക്ക് അറിയണം. പിന്നെ അത് ഞങ്ങൾ നന്നായിട്ട് കഴിച്ചാൽ നമ്മൾ ന്യൂട്രീഷൻ കിട്ടും. അതാണ് ഉദ്ദേശം. ആൻഡ് ഇറ്റ് നൗ വി ആർ സീയിങ് ഇറ്റ് ഇൻ ദ ബിസിനസ് പെർസ്പെക്റ്റീവ്, agrobiodiversity, the other end of the spectrum. So there are agrobiodiversity hotspots അങ്ങനെ പറയൂ. കേരള കുട്ടനാട് അറിയാലോ, it is 1 meter below the sea level, but it has got its own agriculture diversity. So we need to encash it. Next slide, please. Next slide. So most of the things have been told by our respected speakers. Next slide. Next slide. Yeah. So agrobiodiversity with respect to socio-economic and cultural aspects. So traditional knowledge in local language of agrobiodiversity. നമ്മുടെ വയനാടത്തിൻ്റെ ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുക അരിയുണ്ടല്ലോ, വാട്ട് ഈസ് ദറ്റ് rice? 2 types of rice. It is native to Wayanad. So it has got good nutritional values and properties. But we have stopped cultivating that due to several reasons. Our SWOT analysis cheyumbol nannayittu manasilavu. So cultural factors.
Some cultures have got some specific cultural habits. Then tourism. Now I'm going to the other aspect of agrobiodiversity is tourism, where we can create resources in terms of monetary resources. Next slide, please. So what are the benefits of agrodiversity? Source of food and nutrition, the medicinal value of the locally grown food, the ecosystem surveillance, the protection of the soil, and knowledge regarding the local crop, then economic value. Next slide, please. So what happens when there is loss of biodiversity, and why biodiversity happens? So habitat loss, deforestation, kore kaaranangal undu. Next slide, please. So causes and factors impact. So environmental pollution, deforestation, overgrazing, global warming, idella enna cheyu? Population, see soil nutrient koruvavu. The nutrient, the value of the soil will come down. It will damage the DNA of the crop, even the crop and the people who eat it. The morphology, disruption of food web. Next slide, please. Next slide. So what are the best practices? We have to improve our own locally grown crops. So organic farming, integrated pest management, kore good practices undu. So idella chedalu we can have our own ecosystem, agrobiodiversity. Next slide. Now coming to tribal health and nutrition, most of the respected faculties have spoken about tribal health and nutrition. So I've got few, 2 or 3 slides. So this is the tribal population of Kerala. So 37% of the tribal population lives in Kerala. Next slide, please. So coming to Wayanad, this is the data. Next slide, please. This is the age composition of tribal population. Next slide. So tribal communities of India cannot be clubbed together. Different tribes undu. They have got their own uniqueness. Next slide. Next slide. So tribes angane parnal the problem eduvonda problem a tribal community li nangal ipo nutritional problem kore problems undalo. Why? Because tribes are native to the forest. Their food habitat is hunting. Avade കഴിക്കാൻ പണ്ട് ഉണ്ടായത് കാട്ടിൽ ഉണ്ടായത് കൊണ്ട് ഹണ്ടിങ് ആണ്. So they used to hunt, they used to eat animal meat for their staple food. No rice, ragi, muttari അങ്ങനെ ഒന്നും ഇല്ല. Animal food ആണ്. So complete protein ഉണ്ടായിരുന്നു. So complete amino acid they had got. So it was sufficient for their quality of health. Now we have displaced them for whatever reasons. So we displace our tribal community-ലാണ് ഞങ്ങൾ കൂടുതൽ ഈ എല്ലാ പ്രോബ്ലംസ് ഹെൽത്തിൻ്റെ ബന്ധമായിട്ട് പ്രോബ്ലംസ് ഞങ്ങൾ കാണുന്നുണ്ട്. Next slide, please. See, they are pre-agriculture system of existence. Hunting and gathering, this was the feature of their food habitat. Next. So it must be stressed that these people generally enjoy a healthy lifestyle. Sir parni madari last 2 slides kandalo. They give importance to women empowerment. They give importance to child autonomy. They live together. It's all the Western concept in the parivadi our pande undayirunnu. The tribes had that now whatever Western concepts, the family living together, this concept it has been there in the tribal. Just because they were shifted from their original habitat, all these problems now we are facing. Next slide, please. So their routine were periods of work and rest. They used to go hunting, they used to take rest, good nutrition, animal protein they used to get, they used to eat, and they were very strong. They got a balanced diet. Concept of wealth are more functional than biomedical. So ipo endha vendது? Now we are giving most of importance for medicinal interventions. But what we need is knowledge, attitude, practice for behavioral change communication. There is behavioral change which has happened in the original tribes who are very healthy. Ipo nangal adu sariyakali most of the problems will be, I think we can solve. Next slide, please. They also suffer from social discrimination because they are displaced. They feel, inferior. Next slide. They have the high level of consanguineous marriage. They marry within the same, habitat. So actually, what happens? Genetic diseases take a upper hand. Next slide.
And as the doctor told, they have got poor health-seeking behaviors. They don't want to come to the hospital. They have got their own traditional way of seeking medicinal care. So this is the infant mortality of Wayanad. In STs, you can see maternal mortality in tribes, stunting, macronutrition deficiency, underweight and wasting. Next slide, please. Anemia, as spoken by our senior doctor. Tuberculosis is very rampant infectious disease. Next slide, please. Oral cancers, hepatitis B, as our doctor from Nulpura PHC has told. Next slide. So there is a intervention at the Indian level that is called INSIMP, that is Initiative for Nutritional Security through Intensive Millet Promotion. Millet അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കുറേ മില്ലറ്റ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടെ. സോ ദേ ഹാവ് ഗോട്ട് ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ, വെരി റീസണബിളി പ്രൈസ്, അത്ര കൂടുതൽ ചിലവാക്കാൻ ആവശ്യമില്ല ടു കമ്പയർ ടു ലോട്ട് ഓഫ് റൈസസ്. 1 കിലോ അരി ഇപ്പോൾ 100 rupees, 120 രൂപയുണ്ട്. പക്ഷേ 1 കിലോ റാഗി അത്ര കൂടുതൽ ഇല്ല, അത് ഈസി ആയിട്ട് കിട്ടും. വി നീഡ് ടു മേക്ക് ദം ടു റീച്ച് ദം, അത്രേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദിസ് ഇനിഷ്യേറ്റീവ് ഫോർ മില്ലറ്റ് പ്രൊമോഷൻ? നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. So there is a work done by Mr. Abubakar Siddiq from the MS Swaminathan Research Foundation in Chennai. What he has done is the topic was elevating malnutrition by introducing home gardens. See, home gardens, as we were discussing in the previous presentation, availability of green leafy vegetables. Now they are not getting the green leafy vegetables. So these are the interventions, easy interventions. So why INSIMP? Millets, nutritional superiority in terms of protein, fiber and minerals. Now the creamy layer of the society, പണമുള്ള ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ബിരിയാണി കഴിക്കില്ല. BP, ഷുഗർ, അങ്ങനെ കുറേ സ്ട്രോക്ക് അങ്ങനെ വന്നിട്ട് അവർ എന്താ കഴിക്കുന്നുണ്ട് ഇപ്പോൾ? മുത്താറി പൊടി, മുത്താറി ഇത് കൂടുതൽ കഴിക്കുന്നുണ്ട്. സി, so this is the importance of millet. It is a wholesome food. It has got rich fiber and also the rich nutritive value. Next slide. Next slide. So ഈ സ്കീമിൻ്റെ കോമ്പണൻറ്റ് പ്രൊഡക്ഷൻ പ്രോഗ്രാം കൂടുതലായി മില്ലറ്റ് ഞങ്ങൾ കൃഷി ചെയ്യണോ, പിന്നെ സീഡ് പ്രൊഡക്റ്റേഷൻ, നല്ല സീഡ് മില്ലറ്റിൻ്റെ സീഡ്സ് ഞങ്ങൾ പ്രിസർവ് ചെയ്യണോ, റിസർച്ച് ആക്ടിവിറ്റീസ് ആൻഡ് അവയർനെസ് ക്യാമ്പയിൻ. നെക്സ്റ്റ് slide. So what are the millets? Next slide. So these are all the millets we have got. Sorghum, jowar angane parayu, jola angane parayu, matta Tamil Nadu pinne Karnatakathilli pinne ragi muttari undu, navane undu, chame undu, idella millets aanu which have got good nutritive value. See, one second. See the new protein etra undu, it is from 6 to 20% protein component undu in this millet. Starch 63 to 78%, which gives energy. Starch carbohydrate alle namakku ari kalikan avashyamilla, muttari kaicha madi. Sugar 1.4 to 2. Fiber koodale fiber venum, constipation povum, pinne fullness of the stomach, satiety undavum, korchu kalicha madi, koodale kalikan avashyamilla. So fat content, fat undu, so we need not eat other fat oils and avashyamilla. So this is the this slide shows the nutritional content, especially for the doctors and youngsters here who can understand this slide. Next slide, please. Next slide. So whatever anti-nutritional fact about millets and millets is, it contains oxalic acid. So it reduces the bioavailability of calcium. So this relates to the animal, because this is we can give this as a fodder also to animals, where milching counts. If you give only these millets, then it may reduce the production of cow. Otherwise, for humans, we don't eat too much of millets. So only the percentage, the less proportion of millet we consume is very little, so we need not worry about this problem. Next slide. Again, I'm ending my presentation with this SDG. 17 SDG goals undu. Most of it, 90%, it is related to nutrition and health. So especially we are coming back to nutrition with respect to agrobiodiversity, agriculture practices, saving the soil,
utilizing the current practices of scientific research. We'll have to preserve our original crops, which have got very good nutritive value, and other end of the spectrum, we can promote it by marketing it and earn money. So thank you for giving me an opportunity. Thank you. Thank you, Dr. Sudarshan. Next, we have Sri Palliyara Raman from the Genome, Savior and Progressive Tribal Farmer. ഈ 2023 വിത്തുത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതിനോടൊപ്പം തന്നെ 2023 ചെറുധാന്യങ്ങളുടെ പ്രസക്തിയെ സംബന്ധിച്ചൊക്കെയാണ് ഇവിടെ പോഷകാഹാര സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ധാരാളം ഡോക്ടർമാർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ അനുഭവത്തിലൂടെ അവരുടെ ജീവിത രീതികളെപ്പറ്റിയും ഭക്ഷണ രീതികളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വയനാടിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലൊക്കെ ഈ പറഞ്ഞ ചെറുധാന്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. മുത്താറി ഉണ്ടായിരുന്നു, ചോളമുണ്ടായിരുന്നു, തിനയുണ്ടായിരുന്നു, ചാമയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധാരാളം ജൈവ വൈവിധ്യങ്ങളാർന്ന മറ്റ് ഇതര ഭക്ഷണ സാധനങ്ങൾ, ഇലക്കറികൾ, അതുപോലെ തന്നെ മറ്റ് മത്സ്യങ്ങൾ, ചെറുകിട ജീവികളുടെ മാംസങ്ങൾ, ഇതെല്ലാം കഴിച്ച് ശുദ്ധമായ മായം ചേരാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് അന്ന് ജീവിച്ചിരുന്ന, ഇപ്പോൾ ട്രൈബ്സിൻ്റെ കാര്യങ്ങളാണ് എല്ലാവരും എടുത്തു പറയുന്നത്. ട്രൈബ്സ് അന്ന് മറ്റുള്ളവരെക്കാളും നല്ല ആരോഗ്യത്തോടു കൂടി വളരെ മറ്റു തരത്തിലുള്ള ഹോട്ടലുകളുടെ ആഹാരങ്ങളൊന്നും കഴിക്കാതെ ജോലി ചെയ്ത് കിട്ടുന്ന ബല്ലികൾ അന്നന്ന് അവർ ഉപയോഗിച്ച് സ്വന്തമായി പാകം ചെയ്ത് കഴിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞ് വന്നതോടുകൂടി അന്ന് യാതൊരു പ്രസവ തകരാറുകളോ അല്ലെങ്കിൽ മറ്റ് ഡോക്ടർമാരെ സമീപിക്കുന്ന കാര്യങ്ങളോ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ യാതൊരു പ്രയാസങ്ങളും അന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊക്കെ എൻ്റെ ഭാര്യ 5 പ്രസവിച്ചു, ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല. എൻ്റെ ഭാര്യ അടക്കമുള്ള ആൾക്കാർ നാട്ടിപ്പണിയെടുക്കുന്നു, നെല്ല് കുത്തുന്നു, വെള്ളം കൊണ്ടുവരുന്നു, ഈ തരത്തിലുള്ള പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നു. അവരൊന്നും തന്നെ പ്രസവ വേദന എടുക്കുമ്പോൾ പണിസ്ഥലത്തുനിന്ന് പോയിട്ട് പ്രസവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എല്ലാവരും ഡോക്ടറെ കാണണം പിടിക്കണം എന്നൊക്കെ പറയുന്നത് അവസാനം സിസേറിയനായി മാറുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ വന്നിട്ടുള്ള പരിഷ്കാരത്തിൻ്റെ ഒരു മാറ്റമാണ്. എല്ലാവരും ഞങ്ങൾ പരിഷ്കാരികളാണ്, ഈ തരത്തിലുള്ള ചെറുമീനുകളോ അല്ലെങ്കിൽ പിന്നെ കാടുകളിലെ വന്യ ഇലക്കറികളോ വസ്തുക്കളോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളോ പഴവർഗ്ഗങ്ങളോ കഴിക്കുന്നതൊക്കെ ഒരു ഫാഷനല്ല എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. അത് കിട്ടാനുമില്ല. ആ രീതിയിലൊക്കെ വരുമ്പോഴുണ്ടാവുന്ന ഇന്ന് ഉയർന്നു വന്ന പരിഷ്കാര രീതിയിൽ, ചികിത്സാ രീതിയിൽ, മറ്റെല്ലാ മേഖലയിലുണ്ടാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അധികവും വനവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ പണി ചെയ്യുമ്പോൾ അല്പം ഈ മദ്യപാനം കഴിക്കാറുണ്ടായിരുന്നു. ഇന്ന് മദ്യപാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറി. മദ്യപാനം കൊണ്ട് ഏത് ഡോക്ടർ ഏത് മരുന്ന് കൊടുത്താലും ആ മരുന്ന് അവിടെ എത്തി ആ കോഴ്സ് പൂർത്തിയാക്കാൻ അവർക്കറിയില്ല, അതിനെപ്പറ്റിയുള്ള പരിജ്ഞാനമില്ല. ഗുളിക ഒരു ദിവസം കഴിച്ച് 2 ദിവസം കഴിച്ച് പിറ്റേന്ന് ചെല്ലാൻ പറഞ്ഞാൽ പോകില്ല. ചിലപ്പം പോയാൽ തന്നെ കഴിച്ച് തീർത്ത് ഇരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പരിഹാരം സർക്കാർ, അവർക്ക് അനവധി സംഭരണമുണ്ട്, മറ്റ് മേഖലകളുടെ ആനുകൂല്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്നും നമുക്ക് അവരെ പറ്റി അല്ലാതെ അവരുടെ ഉയർച്ചയും വളർച്ചയും അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചൊക്കെ വളരെ ഖേദകരമായി സംസാരിക്കുന്ന അവസ്ഥ നിലവിൽ വരുന്നത് വളരെ ദുഃഖം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഇടയിൽ സാമാന്യമായ ബോധവൽക്കരണം ഇപ്പോൾ സ്കൂളുകളിലായാലും അതുപോലെ തന്നെ വരും തലമുറകളിലൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും, അവരെ നിർബന്ധിച്ച് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അവരെ കൊണ്ട് നിർബന്ധിച്ച് മരുന്നുകൾ കഴിച്ച് സുഖമാക്കി അനുഭവത്തോടു കൂടി മറ്റ് തലമുറകളെ അറിയിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചാമിയന്തിനെയൊക്കെ ഞാൻ ഈ കഴിഞ്ഞിട
ആദിവാസികളുടെ ആരോഗ്യം ഈ തരത്തിൽ പുറകോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പഴയ കാലങ്ങളിലുള്ള ചെറുധാന്യങ്ങളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചപ്പോൾ സർക്കാർ പറയുന്നു കർണാടകയിൽ നിന്ന് മുത്താറിയൊക്കെ വാങ്ങി ഇനി റേഷൻ കടകളിലൂടെ കൊടുത്തു നോക്കാം എന്നൊക്കെ ഒരു സൂചന വന്നിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലായില്ല. അങ്ങനെയൊക്കെ നടപ്പായാൽ അരി പകുതിയും മുത്താറി പകുതിയും ഒക്കെ ആയാൽ ഈ മേഖലയിൽ കുറേയൊക്കെ ആ ഭക്ഷണം പഴയ ആഹാരത്തിലേക്ക് തിരിച്ചു വരവും ആ പഴയ പരിശീലനങ്ങളും അധ്വാനവും ഒക്കെ ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുന്നു. തൊഴിലുറപ്പല്ല, തൊഴിലിരിപ്പായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂലി വാങ്ങാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ഈ കൃഷി മേഖലയിലേക്കൊന്നും തിരിയാതെ വെറും പാടത്ത് നെൽകൃഷി ഉണ്ടാക്കുന്നതിലേക്കൊന്നും തൊഴിലുറപ്പ് വരുന്നുമില്ല. ഇപ്പം തന്നെ തൊഴിലുറപ്പ് കൃഷിക്കാർക്കും ഇതേപോലെ ഗതികേടാണ്. നെല്ല് കൊടുത്തിട്ട് എനിക്കടക്കം ജനുവരി 23-ന് കൊടുത്ത നെല്ലിൻ്റെ പൈസ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ കർഷകർ മുന്നോട്ട് പോവുക? കർഷകരുടെ ജൈവ വൈവിധ്യ സംരക്ഷണങ്ങളെ പറ്റിയൊക്കെ അറിവുള്ളവരും അതുപോലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വലിയ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും അനവധി അനിൽ സാറിൻ്റെ കൂടെ അനവധി ക്ലാസ്സുകളിലും അനവധി പരിപാടികളിലൊക്കെ പങ്കെടുത്തതാണ്. പക്ഷേ ഇതൊക്കെ യഥാർത്ഥ പ്രായോഗികമായി പ്രാവർത്തികമാക്കി എടുക്കുന്നതിൽ നമുക്ക് നമ്മുടെ ഭരണകൂടങ്ങൾക്കുള്ള ഇച്ഛാശക്തി കുറവാണെന്നുള്ളൊരു തോന്നൽ ഈ തരത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങൾ ഏതാണ്ട് ഉണ്ടാകണം. ഈ മാറ്റങ്ങളില്ലെങ്കിൽ അവരെ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ത്രിതല പഞ്ചായത്തുണ്ട്, MLA-മാരുണ്ട്, MP-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, അതുപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പ്രത്യേകം ട്രൈബ്സിന് തന്നെ പ്രൊമോട്ടർ മുതൽ കേന്ദ്ര മന്ത്രി വരെയുള്ള ഒരു വലിയ സെറ്റപ്പ് ഇതിൻ്റെ ഇടയിലുണ്ട്. ഈ സെറ്റപ്പൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വേറെ ആർക്കും ഇങ്ങനെ ഒരു മന്ത്രിമാരില്ല. വേറെ ഒരു സമൂഹത്തിനും ഇങ്ങനെ താഴെ പ്രൊമോട്ടർ മുതൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ, ട്രൈബൽ ഓഫീസർ, പ്രൊജക്റ്റ് ഓഫീസർ, സംസ്ഥാന ആദിവാസി മന്ത്രി, കേന്ദ്ര മന്ത്രിമാർ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ആ മേഖലകളിൽ നിന്ന് വരുന്നത് എവിടെയൊക്കെ കൊഴിഞ്ഞു പോകുന്നു, എന്തൊക്കെയാണ് അതിൽ ആത്മാർത്ഥമായി ആ മേഖലയിൽ പ്രവർത്തിക്കാത്തത് എന്നൊക്കെയാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. നമ്മളൊക്കെ സ്കൂൾ നടത്തിയിട്ടുണ്ട്, ഹോസ്റ്റൽ നടത്തിയിട്ടുണ്ട്, മദ്യത്തിനെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ അനവധി ലഹളയും ബഹളവും കേട്ടിട്ടുണ്ട്, അനവധി തെറി കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അവരോട് പറയാൻ, അവരോട് ഇണങ്ങിച്ചേർന്ന് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് എല്ലാ ഭാഗത്തും കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ അല്ലാതെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വെവ്വേറെയോ ഇരുന്ന് ഓരോരുത്തരുടെ താല്പര്യത്തിന് വേണ്ടിയോ വോട്ടിൻ്റെ താല്പര്യത്തിന് വേണ്ടിയോ പരിശ്രമിക്കുന്നത് കൂടാതെ എല്ലാവരും ഈ വിഭാഗത്തെ മറ്റുള്ളവരോടൊപ്പം ഉയർത്തിയെടുക്കാനുള്ള സംവിധാനത്തിനും ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. ഇനി ഇത്ര സ്വാതന്ത്ര്യം കിട്ടി ഇതുവരെ സംവരണം ഉണ്ടായിട്ടും നമുക്ക് വലിയൊരു നേട്ടം കാട്ടാൻ സാധിച്ചില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു അവിടെ എത്തി എന്നുള്ളത് കൊണ്ട് എല്ലാവരും എത്തി എന്നുള്ള ധാരണ മാറ്റിവെക്കുകയും അവിടെ എത്താനുള്ള പ്രോഗ്രാം നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത സ്പീക്കർ ഡോക്ടർ അനിൽ കുമാർ, പഴയ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ MSSRF ഫൗണ്ടേഷൻ. താങ്ക് യു. നമ്മൾ വളരെ സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ആരോഗ്യം, പോഷകാഹാര സുരക്ഷ, അതിൽ കാർഷിക ജൈവ വൈവിധ്യത്തിൻ്റെ പങ്ക്. ഇപ്പോൾ രാമേട്ടൻ പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യം, നമ്മളുടെ പ്രധാന പ്രശ്നം ഈ പറയുന്ന ഒരു കോർഡിനേഷൻ ഇല്ലായ്മയാണ്. അപ്പോൾ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ പോളിസി ലെവൽ ഇഷ്യൂസ് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ലോക്കൽ ലെവൽ, അപ്പോൾ അതും രാമേട്ടൻ സൂചിപ്പിച്ചു, ലോക്കൽ ഗവൺമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ ശക്തമായ വികേന്ദ്രീകരണ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. വയനാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ 1-2 നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ്. വയനാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ SDG ഡോക്ടർ സുദർശൻ കാണിച്ചിരുന്ന നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ നന്ദകുമാരൊക്കെ ചെയ്യുന്ന പോലുള്ള മോഡലുകളുണ്ട്. അപ്പോൾ ഈ മോഡലുകൾ നമ്മൾ എന്തുകൊണ്ട് നമുക്കതിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? ഇപ്പോൾ ഞാൻ ഈ
ഇദ്ദേഹത്തിൻ്റെ മിസ്റ്റർ അഹമ്മദിൻ്റെ ഡോക്ടർ അഹമ്മദിൻ്റെ എക്സാമ്പിൾ നോക്കുകയായിരുന്നു. അപ്പോൾ അഹമ്മദിൻ്റെ എക്സാമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ദിസ് കൺട്രി വിൽ ബി വെരി ബ്യൂട്ടിഫുൾ ഇഫ് യു ക്യാൻ അപ്സ്കെയിൽ ഇറ്റ്. ഒരു എന്തുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല? അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, വിശേഷം ഫൗണ്ടേഷൻ പോലുള്ളൊരു സ്ഥാപനം അങ്ങനൊരു ഫെസിലിറ്റേറ്ററായിട്ട് നിൽക്കുമ്പോൾ, ഒരു പഞ്ചായത്ത് എടുത്തിട്ട് നമുക്ക് 2030 ആവുമ്പോൾ വേണമെങ്കിൽ നൂൽപ്പുഴ തന്നെ ആയിക്കോട്ടെ, ആദിവാസി കൂടുതലുള്ള സമൂഹമുള്ള അവിടെ എല്ലാവർക്കും ഈ പറയുന്ന ആരോഗ്യം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നു. അവിടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്, അവിടെ ഈ പറയുന്ന മറ്റു തരത്തിലുള്ള മോർട്ടാലിറ്റീസ് കുറവാണ്. നമ്മുടെ ഹങ്കർ ഇൻഡെക്സ്, ഇപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പരമദയനീയമാണ്. കാരണം 121 രാജ്യങ്ങളെ അസസ് ചെയ്തിട്ട് നമ്മുടെ ഇൻഡെക്സ് 107ാമതാണ്. ഇനി ഈ 107ാമിൽ നിന്ന് ആദ്യത്തെ 10 പട്ടികയിലേക്ക് ഇന്ത്യ വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മോഡി സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന 2047 പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പറ്റണമെങ്കിൽ ഈ പഞ്ചായത്തുകൾ മുതൽ തുടങ്ങണം. അതേ ഞാൻ പറയുന്നത്. നമ്മുടെ ആക്ഷൻ തുടങ്ങേണ്ടത് നമ്മുടെ ഈ പഞ്ചായത്തിലാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അതിനുവേണ്ടി, ഇപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യം, നമ്മൾ അസൂയോടുകൂടിയാണ് ചൈനയെ നമ്മൾ കാണുന്നത്. ചൈനയെ ശത്രുവായിട്ട് നമ്മളിപ്പോൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ അത് വലിയ മണ്ടത്തരമെന്നേ ഞാൻ പറയുള്ളൂ. ചൈനയെ നമ്മുടെ ഒരു ലേണിംഗ് ഉള്ള ഒരു രാജ്യം, നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഏഷ്യൻ രാജ്യം. ഇവർ ചെയ്തത് 80 വരെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ ഈ ബെയർ ഫുട്ട് ഹീലേഴ്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. 15 ലക്ഷം പേരെ ട്രെയിൻ ചെയ്തു. 15 ലക്ഷം. ഇവിടുത്തെ ആദിവാസി സമൂഹം, കേരളത്തിൻ്റെ ആദിവാസി സമൂഹം 4 ലക്ഷത്തിൽ താഴെയാണ്. 4 ലക്ഷം മാത്രമേ ഉള്ളൂ. ഈ 15 ലക്ഷം പേരെ അവർ 3 മാസം മുതൽ 6 മാസം വരെ ഭംഗിയായിട്ട് പരിശീലിപ്പിച്ചു. എന്തിനാണ് പരിശീലിപ്പിച്ചത്? ഈ പ്രാഥമിക ആരോഗ്യ കാര്യങ്ങളിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യത്തെ ബൂസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യം യഥാർത്ഥത്തിൽ ഡോക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ആരോഗ്യവാനെന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ക്ലയൻസ് വേണം, അവർക്ക് രോഗികൾ വേണം. വക്കീലിന് കേസ് വേണമെന്ന് പറയുന്ന പോലെ ഡോക്ടേഴ്സിന് രോഗികൾ വേണം. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാം, എങ്ങനെ നമുക്ക് രോഗത്തെ പ്രിവെൻറ്റ് ചെയ്യാം, ഡിസീസിനെ. ഈ 2 കാര്യങ്ങളാണ് ചൈനക്കാർ നോക്കിയത്. എങ്ങനെ നിങ്ങളുടെ ആരോഗ്യം കൂട്ടും, എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാം, എങ്ങനെ നിങ്ങളുടെ കൂടുതൽ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സാറിൻ്റെ നഴ്സിംഗ് പ്രോഗ്രാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. യു ആർ ട്രെയിനിങ് നഴ്സസ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി പ്രോഗ്രാമോ അങ്ങനെ നമുക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള ബെയർ ഫുട്ട് ഹീലേഴ്സ് എന്ന അർത്ഥത്തിൽ ഇപ്പോൾ ടെക്നോളജിയുടെ കാലമാണ്. ഇനി ഡോക്ടേഴ്സ് ഇല്ലാതാകാൻ പോവാണ്. AI-യുടെ അതിക്രമത്തിൽ ഡോക്ടേഴ്സിനെ ആവശ്യമില്ല. നിങ്ങളുടെ ഫോണുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം, മനസ്സിലായാലും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം. പക്ഷേ ഈ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ട്രെയിൻ ചെയ്യേണ്ട കടമകൾ നമ്മുടെ ഇതുപോലുള്ള ഡോക്ടേഴ്സിന്. അപ്പോൾ അതിൽ ട്രെയിൻ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹരിത ആരോഗ്യം, ഗ്രീൻ ഹെൽത്ത്. ഈ ഗ്രീൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഡയറ്ററി ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് യു സെഡ്. പക്ഷേ ഇപ്പോൾ മില്ലറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ? മില്ലറ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് വൈവിധ്യമാർന്ന രൂപത്തിൽ നമുക്ക് കഴിക്കാൻ കഴിയണം. ഞാനിപ്പോഴും ഈ ഡയറ്ററി ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴും പക്ഷേ നമുക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ഹോട്ടലിൽ പോയാൽ കിട്ടുന്നത് പൊറാട്ടയും ബീഫേ കിട്ടൂ റെഡിമെയ്ഡായിട്ട്. എനിക്ക് ചിലപ്പോൾ അവിടെ റാഗി കൂഴ് കഴിക്കണം, അല്ലെങ്കിൽ റാഗി സംതിങ് എൽസ് കഴിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല. അപ്പോൾ അതിനാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോഷക ആഹാര വൈവിധ്യം, ഞാൻ കാർഷിക ജൈവ വൈവിധ്യം അല്ല പറയുന്നത്, ഞാനീ പറയുന്ന ഡയറ്ററി ഡൈവേഴ്സിറ്റി. അത് പറയാൻ കാരണം, ഇവിടെ വെള്ളൻ എന്ന് പറഞ്ഞൊരു ആദിവാസി മാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മെനു ലിസ്റ്റ് ഞാൻ കണ്ടിരുന്നു. 100ന് മുകളിൽ ഡയറ്റ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവറേജസ്, യുവർ മേജർ ഫുഡ്, സോ മെനി തിങ്സ്. പക്ഷേ നമുക്കതിലേക്ക് ഒരിക്കലും പോപ്പുലറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ ഔഷധ സസ്യം. അപ്പോൾ ഹരിത ആരോഗ്യം എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ, നമ്മളെടുക്കാൻ പോകുന്ന പഞ്ചായത്തിൽ നമ്മൾ ആളുകളെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ഇവിടുത്തെ ഡയറ്ററി ഡൈവേഴ്സിറ്റി, അതിൻ്റെ ന്യൂട്രീഷനൊക്കെ നമുക്കറിയാം. അവിടെയുള്ള ഔഷധ സസ്യങ്ങൾ. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു പാരസെറ്റമോളിൻ്റെ കാര്യം.
ഒരു പനിക്ക് പോലും നമ്മളിപ്പോൾ ആശുപത്രിയെ സമീപിക്കുന്ന സമയമാണ്. കോവിഡ് സമയത്തിൽ ഒരാളും ആശുപത്രിയിൽ പോയില്ല പനിക്ക് വേണ്ടി, ആർക്കും പനിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഹരിത ആരോഗ്യ രംഗം, അതിൻ്റെ കുറച്ച് പരിചയം ഈ പറയുന്ന സ്വാമിനാഥൻ ഫൗണ്ടേഷനുണ്ട്. അതിനെ ബിൽഡ് ചെയ്തുകൊണ്ട് 2030 നമ്മൾ ഒരു പഞ്ചായത്ത് ഈ പറയുന്ന പ്രൈമറി ഹെൽത്ത് കെയർ ഇതിനെ ഒരു എക്സാമ്പിളാക്കി നമ്മുടെ SDG ഏതെങ്കിലും SDG 2 അതിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുക. മനസ്സിലായി? നമ്മൾ കേൾക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു. വെറുതെ കേൾക്കുന്നത് മാത്രമായി പോകരുത്. കേട്ട കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ കഴിയണം. അങ്ങനെ അത് വിഷയം ഞാൻ യങ്സ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് പറയാം, കുട്ടികൾ നിങ്ങളിതിനെ വീണ്ടും അതിനെ കൂടുതലായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്ത് കൂടുതലായിട്ട് കൊണ്ടുപോകണം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു. അടുത്ത് ശ്രീ ദിവാകരൻ, ചെയർമാൻ, വയനാട് അഗ്രി മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് കമ്പനി. നമസ്കാരം. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പേര് ദിവാകരൻ. നമ്മളിപ്പോൾ ഇവിടെ കുറേ സംസാരങ്ങൾ കേട്ടു. ആദിവാസികളെ ഉദ്ധരിക്കാനും അവരിലുള്ള ന്യൂനതകൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടത്. ഈ അഗ്രോബയോഡൈവേഴ്സിറ്റീനായിട്ട് അവരുടെ പോഷകാഹാരം ബന്ധിക്കുമ്പോൾ അവർക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയൊരു ചർച്ചയൊന്നും അത്തരത്തിൽ ആദ്യത്തെ അവസാനത്തെ ഡോക്ടർ മാത്രം എന്തോ ചില മെൻഷനിങ് അതിനെപ്പറ്റി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയണത് ഈ അഗ്രോബയോഡൈവേഴ്സിറ്റിയും ആദിവാസികളും തമ്മിൽ ബന്ധപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഒരു ആസ്പിരേഷൻ, സാറല്ലേ പറഞ്ഞു, ആസ്പിരേഷനെ പറ്റി പറഞ്ഞു. ഒരു ആദിവാസിക്ക് ഒരു ആസ്പിരേഷൻ ഉണ്ടാവണം. ഈ ആസ്പിരേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു അസറ്റ് വേണം. അസറ്റ് ഇല്ലാണ്ട് ആസ്പിരേഷൻ ഉണ്ടാക്കണമെങ്കിൽ യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ്. ആദിവാസിക്ക് ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി കീപ്പപ്പ് ചെയ്യാനോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ അതിനെ കൺസേർവ് ചെയ്യാനോ യാതൊരു ഒരു റോളും ഇല്ല അവിടെ. ഈസ് നോട്ട് അറ്റ് ഓൾ എ സ്റ്റേക്ക് ഹോൾഡർ ഹിയർ അറ്റ് ഓൾ. ഈസ് ഓൺലി എ ലേബർ. എല്ലാവരും പറഞ്ഞു അവൻ ലേബറാണ്, അഗ്രികൾച്ചർ ലേബറാണ്, മറ്റ് ഈസ് നോട്ട് എ ഓണർ. ഓൺലി വളരെ ചുരുക്കം ചില കമ്മ്യൂണിറ്റീസിൽ മാത്രമേ, ഇപ്പോൾ രാമേട്ടന്മാരെ അല്ലെങ്കിൽ ചില കമ്മ്യൂണിറ്റീസിലുണ്ട് ഓണർഷിപ്പുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഓണർഷിപ്പുള്ള ഒരു ആദിവാസിനെയും ഓണർഷിപ്പ് ഇല്ലാത്തൊരു ആദിവാസിനെ പറ്റി നിങ്ങളൊന്ന് കമ്പയർ ചെയ്തു. ഹൗ ദർ ലൈഫ് സ്റ്റൈൽ ഈസ്, ഹൗ ദർ ഡെത്ത് റേറ്റ് ഈസ്, ഹൗ ദ ന്യൂട്രിയൻസ് വർക്ക് എന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വിദ്യാഭ്യാസം. ഇപ്പം ഞാൻ നേരെ പറയാം, നമ്മുടെ പൊഴുതന പഞ്ചായത്തിൽ എനിക്ക് പ്രകടമായുള്ളതാണ്. കാരണം ആദിവാസി ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവിടെ. ചെറിയ ചെറിയ ഹാംലെറ്റ്സ്, ചെറിയ ചെറിയ കോളനി. അവരൊരു കോളനൈസ് ചെയ്ത് കോളനി എന്നേ പറയുള്ളൂ. ആദിവാസി കോളനി. നേരെ മറിച്ച് ഒരു IAS ഓഫീസറെ അയാളൊരു കോളനിയിൽ താമസിക്കാമെന്ന് ആരും പറയില്ല. നോബഡീസ്. അതൊരു എന്താ ഒന്നുമില്ലെങ്കിൽ വേറെ റെസിഡൻഷ്യൽ ഏരിയ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് നമ്മൾ ഇത് കോളനൈസ്ഡാണ്. അപ്പോൾ ഈ കോളനൈസ്ഡാണ് അവർ. ഈ കോളനിയിലുള്ള ഒരു ആദിവാസി നേരെ മറിച്ച് എന്താണ് പൊഴുതനയിൽ സുഗന്ധഗിരി എന്ന് പറഞ്ഞ ഒരു ആദിവാസി ഒരു ഹാംലെറ്റ് ഉണ്ട്. അവിടെ കൊണ്ട് താമസിപ്പിച്ച് 5 ഏക്കർ സ്ഥലം കൊടുത്തിട്ടും 2 ഏക്കർ സ്ഥലം കൊടുത്തിട്ടും. ഇപ്പോൾ അത് 1996 തുടങ്ങിയ ഒരു പ്രക്രിയയാണ് സുഗന്ധഗിരിയുടെ അപ്ലിഫ്റ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും അതൊന്നുമില്ലാത്ത ഒരു ആദിവാസിയുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും കൂടി കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അസറ്റാണോ അവർക്ക് വേണ്ടത് അവരുടെ ജീവിത നിലവാരം ഉയർത്താനും അവരുടെ അവരെ പഠിപ്പിൻ്റെ സംഗതികളൊക്കെ പുലർത്താനൊക്കെ സാധിക്കണു എന്നുള്ളത്. ഇതേമാതിരി എവിടെയൊക്കെ നമ്മൾ വിജയം ആദിവാസികളുടെ ഇടയിൽ കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു അസറ്റിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ലാൻഡഡ് പ്രോപ്പർട്ടി ആയിരിക്കില്ല, ഒന്നുമില്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നമ്മളെ ശ്രീധന്യുണ്ട്, നമ്മുടെ പൊഴുതന പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് IAS ഓഫീസറാണ്. അപ്പോൾ സബ് കളക്ടറായിട്ട് പെരിന്തൽമണ്ണ. അവരുടെ അച്ഛൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് അയാൾ. ഈ വാസ് എൻ എംപ്ലോയി ഇൻ ദ KSRTC. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ലോവർ സ്കെയിലായിരുന്നു. പക്ഷേ സ്റ്റിൽ ദാറ്റ് വാസ് ഹിസ് വിൽ പവർ ദാറ്റ് ഹി വിൽ മേക്ക് ഹിസ് ഡോട്ടർ ആൻ IAS ഓഫീസർ എന്നുള്ളത്. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു റെസൊല്യൂഷൻ എടുത്തൊരു വർക്കിൻ്റെ പിന്നെ ആ കൂട്ടർ ഉണ്ട്. ഓഫ് കോഴ്സ് ഹെർ കോൺട്രിബ്യൂഷൻ ഈസ് ഓൾസോ ഐ എം നോട്ട് ഡിമിനിഷിങ് ഹെർ കോൺട്രിബ്യൂഷൻ, അതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ മറ്റുള്ള കമ്മ്യൂണിറ്റിക്ക് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ നമുക്ക് പറയാം ഇവിടെ അവർ ആദിവാസിയുടെ ഉന്നമനം പറയാം. അതുമാതിരി തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു അലോപ്പതിക് വേർഷനാണ് കേട്ടത് അവരുടെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ളത്. വാട്ട് അബൌട്ട് ആയുർവേദയാണ് ശരിക്കും ആദിവാസിനായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളൊക്കെ ഇവിടെ സംസാരിച്ചത്. അവരുടെ മരുന്നുകളൊക്കെ പഴയ കാലത്തുള്ള മരുന്നുകളൊക്കെ ആയുർവേദത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട് തന്നെയായിരുന്നു. ആ മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ. മരുന്നുകൾ പോകാൻ ആരാണ് കാരണം? ആദിവാസി അത് വേറെ ആളാണ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ. ഈ ഇവിടുത്തെ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്, എവിടെയാണ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് നമ്മൾ നടത്തിയിരിക്കുന്നത്?
എവിടെ പ്രോഗ്രസ് എവിടെ നടത്തിയിരിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള നമ്മളെ പ്ലാനിങ്ങിൽ വന്ന ന്യൂനതകൾ, പിന്നെ ഇപ്പോൾ ഡോക്ടർ അനിൽ സാർ പറഞ്ഞ മാതിരിയുള്ള ഓരോ ചില ഒരു പ്രകടമായി നമ്മൾ പ്രീച്ചിങ്, നമ്മളിത് കുറേ 6-7 വർഷങ്ങളായിട്ട് നമ്മളിതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. ഈ വിത്തുത്സവത്തിനെ പറ്റിയിട്ടും ആദിവാസിയുടെ പ്രക്രിയ ഇതിനെ പറ്റിയിട്ടും നമ്മളെ കൺസർവേഷനെ പറ്റിയിട്ടും ബയോഡൈവേഴ്സിറ്റിനെ പറ്റി, ഇപ്പോൾ അഗ്രോ ബയോഡൈവേഴ്സിറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ വാട്ട് ഈസ് പ്രീച്ചിങ് ആൻഡ് പ്രാക്ടീസ്, ആ ഗ്യാപ്പ് നമുക്ക് എപ്പോൾ കുറയ്ക്കാൻ പറ്റുമോ അത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദിവാസിക്ക് വേണ്ടത് അവരുടേതായുള്ളൊരു അസറ്റ് വേണം. ആ അസറ്റിൻ്റെ മുകളിൽ നിന്ന് അവനൊരു എക്സിസ്റ്റൻസ് വേണം, അവന് ഐഡൻറ്റിറ്റി വേണം. ഇതൊരു ഐഡൻറ്റിറ്റി ഒന്നുമില്ല. അവനെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോഴും അവൻ വരുന്നില്ല ഇതാക്കുന്നത്. ഡോക്ടർ പറഞ്ഞു കുട്ടി കുത്താമെന്ന്, അവൻ ഇങ്ങനെ കാണിച്ചാൽ അമ്മ സമ്മതിക്കില്ല എന്നുള്ളത് ആയിരിക്കാം. പക്ഷെ ആ അമ്മയ്ക്ക് അവനോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ആശാ വർക്കർമാരുണ്ട്, പ്രൊമോട്ടർമാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. എത്ര നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കോടിക്കണക്കിന് ഉറുപ്പ്യ ആദിവാസിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രാമേട്ടൻ പറഞ്ഞ മാതിരി ഇവിടുന്ന് മുതൽക്ക് എന്താണ് നമ്മളെ സെൻട്രൽ മിനിസ്റ്റർ വരെ ഉണ്ട്. പക്ഷെ അപ്പോൾ ഒരു വിൽ പവറില്ല, സിസ്റ്റത്തിനൊരു വിൽ പവറില്ല സാർ. അതുകൊണ്ട് തന്നെയാണ് ശില്പത്തിന് ഒരു ആദിവാസി കോളനി, ഒരു ആദിവാസി കോളനി ഒരു വാർഡോ ഒരു ഇതൊന്നും എടുത്തുകൊണ്ട് ഇറ്റ് ഷുഡ് ബി എ ടോട്ടൽ സ്കെയിലപ്പ് ആയിരിക്കണം. അല്ലാണ്ട് ഒരു ആദിവാസി, ഇപ്പോൾ സുഗന്ധഗിരിയുള്ള ആദിവാസികൾക്ക് 5 ഏക്കർ കൊടുത്തുകൊണ്ട് 2 ഏക്കർ കൊടുത്ത് അവർ സ്റ്റേജിലെത്തി. മറ്റേ ആൾക്കാർ അവരെപ്പോഴും ആ ഡൗൺ റോഡൻ സ്റ്റേജിൽ നിൽക്കുകയാണ് മറ്റവർ. യു ജസ്റ്റ് വിസിറ്റ് എ കോളനി, ഐ വിൽ ഷോ യു ഡിഫറെൻറ്റ് കോളനീസ്. ഇപ്പോൾ പൊതുജന പഞ്ചായത്തിൽ മാത്രമേ ഞാൻ കാണിച്ചു തരാം, ഒരു 5-8 കോളനികൾ. അവിടെ ഒന്നും കടക്കാൻ പറ്റില്ല, അവിടുത്തെ ഹൈജീൻ വളരെ മോശമാണ്. എന്നിട്ടാണോ നിങ്ങൾ അവിടെ ഉറങ്ങാൻ സ്ഥലമില്ല. അവർ ഈ എന്താണ് വർക്ക് അറ്റ് ഹോം അല്ലെങ്കിൽ ക്ലാസ് മുറികളൊക്കെ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നില്ലേ? ഈ അവിടുത്തെ കുട്ടികൾ ആരെ നോക്കിയിട്ടാണ് പഠിച്ചിരുന്നത്? അവർക്കൊരു ലാപ്ടോപ്പ് ഉണ്ടോ, അവർക്കൊരു ഇതുണ്ടോ, ശരിക്കുള്ള മൊബൈൽ ഫോണും കൂടി ഉണ്ടായിരുന്നില്ല. അവരമ്മമാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അവിടുന്ന് വരുന്ന ഒരു ഓൺലൈൻ ക്ലാസ്, ഇത്തരത്തിലുള്ള സംഗതികൾ ഓൺലൈൻ ക്ലാസ് എന്തൊരു സങ്കടമാണ്. അവിടെ ഒന്നും ആരെയും കണ്ടില്ല, അവിടെ പ്രൊമോട്ടറെയും കണ്ടില്ല, ആശാ വർക്കറെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. അവിടെ ഒരു വളരെ ചുരുക്കം ഐസൊലേറ്റഡ് ആയിട്ട് വല്ല ഐലൻഡ്സൊക്കെ ഉണ്ടാവും. അവിടെയും ഇവിടെയും ചില മാഷന്മാർ പഠിപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി പനമരമില്ല, ഒരു ഐഡിയൽ സെറ്റപ്പ്, വെരി ഗുഡ്. അങ്ങനെ അപ്പോൾ അതിന് സ്കോപ്പുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, ദർ ഈസ് സ്കോപ്പ്. നമ്മളെ അഡ്മിനിസ്ട്രേഷനോ നമ്മളെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനോ നമ്മളെ പ്രിൻസിപ്പിൾസിനോ നമ്മളെ നിയമങ്ങൾക്കോ ഒരു തടസ്സമില്ല ഇവരെ കൊണ്ടുവരാൻ. ദർ ഷുഡ് ബി എ വിൽ പവർ ഇൻ ദ സൊസൈറ്റി. ദോസ് വാറിൻ്റെ അപ്പർ ദാൻ ദം, അവരിൽ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ദേ ക്യാൻ. ഇപ്പോൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് ആദിവാസിക്കാരുണ്ട് എൻ്റെ വർക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. അവരുടെ കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്സ് ആണ് ഒരുപാടെല്ലാം. ഇപ്പോൾ ഈ ഇതിനെ പറ്റി പറഞ്ഞു, ലഹരിനെ പറ്റി പറഞ്ഞു. ലഹരി അവർക്ക് ആരാ കാണിച്ചു കൊടുത്തത്? അവർ വളരെ ഇതായിട്ടുള്ള സോമരസം കഴിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവർ. അല്ലാണ്ട് ഇപ്പോൾ കാട്ടുന്ന റാക്കോ ബീറോ അല്ല മറ്റേതൊന്നും കഴിച്ചിട്ട് ഒന്നും ജീവിച്ചിരുന്നത്. ഇപ്പോൾ നമ്മളാണ് മറ്റേ കമ്മ്യൂണിറ്റിയാണ് കാണിച്ചു കൊടുത്തത്. ഇതാടോ ബിവറേജസ് കോർപ്പറേഷൻ നാട് മുഴുവൻ ഉണ്ടാക്കി വിട്ടിട്ട് അവരെ മുമ്പ് അവർ ആ ക്യൂ നിൽക്കുന്നു പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് അവിടെ ക്യൂ നിൽക്കുന്നത്. അവരെ ഉപയോഗിച്ചിട്ട് മറ്റുള്ള ആൾക്കാർ അവരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കുന്നു. അവർ ക്യൂ നിന്ന്, അതാണ് അവരുടെ ഏണിങ്. ഇത്തരത്തിലുള്ള ഈ സംഗതികൾ നടക്കുമ്പോൾ അവർ അവിടെ വരുന്നില്ല, അവർ കുടിയ കഴിക്കുന്നില്ല, അവർ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടല്ല. ഐ എം ജസ്റ്റ് ടോക്കിംഗ് ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. നമ്മൾ ഒരു ദർ ഷുഡ് ബി എ വേ, ഒരു സിൻസിയറായിട്ടുള്ള അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി സോൾവ് വിത്തിൻ എ മാറ്റർ ഓഫ് ഫ്യൂ ഇയേഴ്സ് എന്നാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എൻ്റെ ബേസിക് ഇതാണ്, ആസ്പിറേഷൻ വേണമെന്നുണ്ടെങ്കിൽ അസറ്റ് വേണം. അസറ്റ് ഉണ്ടെങ്കിൽ മാത്രം ബയോഡൈവേഴ്സിറ്റിയിൽ അവർക്ക് സ്റ്റേക്ക് വേണം. ദേ ഷുഡ് ബി എ സ്റ്റേക്ക് ഹോൾഡർ ഇൻ കൺസേർവിങ് ദ ബയോഡൈവേഴ്സിറ്റി ആസ് വെൽ ആസ് അതിന് യൂട്ടിലൈസ് ചെയ്യാനും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സാർ. താങ്ക് യു. You have the video, please. Village in the Wayanad district of Kerala is the second largest tribal populated Grama Panchayat. A lion's share of the total geographical area here is covered by forest. FHC Nulpura is the only government modern medicine health institution functioning in the Panchayat.
The waiting area of the hospital is constructed as a stone mandapa. Constructions are made here with an attempt to incorporate natural elements and regional architecture that go in sync with the original layout of the plot. People from neighboring villages also come here for availing various health treatment services. FHC Nulpura is the first institution in Kerala to start e-health hospital management system. Post the registration, the patients would be called for a preliminary health checkup for recording the details. The general ward has 10 beds and attached hygienic toilets for the inpatients. The state-of-art air-conditioned laboratory has all modern equipments for conducting all the tests as per mandates. With CSR support, the FHC has also set up an advanced physiotherapy unit. The robotic arm facility provided here is one among the key innovative services. It also has pediatric physiotherapy treatment facilities. To provide the treatment to the patients residing in the hard-to-reach areas, the hospital also has a telemedicine facility. In order to build awareness and interest about physical fitness among youth and women, the FHC also has a health club facility. Another popular initiative is Pratiksha, the multi-purpose tribal antenatal care homes. The tribal antenatal, whose ETC is nearing, will be brought to stay here until they get transferred to the higher facility. Another highlight service is the free e-auto rides for patients. This provides free transportation for senior citizens, women, antenatal patients, and tribes. Giving due importance to good mental health of the people, there is also a geriatric cum recreation corner inside the hospital premises. It is a dedicated place for the elder people to get together and socialize in the evenings. The hospital also has a children's park and garden. Under the Nulpura FHC, the service of Hamlet Asha workers is also provided. Hamlet Ashas selected from the tribal community provides antenatal care and home-based newborn care services with an aim to reduce preventable deaths among expecting tribal mothers and infants. In harmony with the nature and fighting the challenges, FHC Nulpura spreads smile of good hope. Thank you. Next, I call upon Srimati Geeta of the Women and Child Development Department. ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഒത്തിരിയേറെ സെഷൻസിലൂടെ നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴും ഒരു ഫീൽഡ് എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്, ഒരു ICDSൻ്റെ മെയിൻ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ആണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട്. നേരത്തെ സാറ് പറഞ്ഞു നമ്മൾ കാർബോഹൈഡ്രേറ്റ് കോമ്പണൻ്റ് ഒത്തിരിയേറെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈവൻ ദോ നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പം നമ്മൾ വയനാട് ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ് വി ആർ കണ്ടക്ടിങ് ഹിയർ ആക്ച്വലി. ആൻഡ് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട് സ്കീം ഫോർ അഡോളസെൻറ്റ് ഗേൾ എന്ന് പറഞ്ഞിട്ട് 14 to 18 ഇയേഴ്സിലുള്ള ഗേൾസിന് വേണ്ടിയിട്ട് ഒരു ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അതിൽ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മില്ലറ്റ് റാഗി കൊടുക്കുന്നുണ്ട്, ജാഗരി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പുതിയൊരു സ്കീം നമ്മൾ ഈ മാർച്ചിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫോർ വയനാട് ഇൻ കേരളയാണ്. അപ്പം ഇത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ബെനിഫിഷ്യറീസ് ICDSൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട്
0 to 6-year children പ്ലസ് pregnant, lactating and adolescent girl. ഇതാണ് നമ്മുടെ ഒരു ബെനിഫിഷ്യറി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കാറ്റഗറി ഓഫ് ആളുകൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന ഫുഡ് ഇപ്പം സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ട്രൈബൽ കോളനീസിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഒരു ദിവസത്തിൽ ഒരു തവണ കുക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാനിപ്പം 2016 തൊട്ട് വയനാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട് മുത്താറി ഓരോ ആൾക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു തവണത്തെ കുക്ക് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ ഇവരുടെ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരത് കുക്ക് ചെയ്യാതെ റോ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാകും. നമ്മൾ ഒരു പൈലറ്റായിട്ട് നമ്മൾ ഈ ന്യൂട്രിമാം ഗ്രാവിപ്രോ ടീൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡി ടു ഈറ്റ് പൗഡർ നമ്മൾ കൊടുത്തു. അപ്പോൾ അവർ കഴിക്കുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് പെർമിഷനായി വരുന്നതേ ഉള്ളൂ അത് കൊടുക്കാനായിട്ട്. ആ സമയത്ത് നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവർ കുക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം നമുക്കാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രൊവിഷൻ ഇല്ല കുക്ക്ഡ് ഫുഡ് കൊടുക്കാനായിട്ട്. അതാണിപ്പം പോഷൻ ന്യൂട്രീഷൻ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ്റെ പോഷൻ 2 വന്നു. അതിൽ സാക്ഷ്യം വന്നു. സാക്ഷ്യമെല്ലാം വന്ന് സാക്ഷ്യം ഗൈഡ് ലൈൻസിലെല്ലാം നമ്മൾ പറയുന്നുണ്ട് എല്ലാം റെഡി ടു ഈറ്റായിട്ട് കൊടുത്തു വിടുകയാണ്. നമ്മൾ കുക്ക്ഡായിട്ട് നമുക്ക് കൊടുത്തു വിടാനുള്ള പ്രൊവിഷൻ ഇല്ല. അത് വരുമ്പോഴത്തേക്ക് അതവരവിടെ വെക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വളരെ ദയനീയമായിട്ട് എനിക്ക് തന്നെ പറയേണ്ടി വരുന്നുണ്ട്, ഇവരിത് വിൽക്കുന്ന ഒരു പ്രവണത പോലും വരുന്നുണ്ട്. എന്നിട്ട് ബേക്കറി നേരത്തെ പറഞ്ഞതുപോലെ കളേർഡ് ഡ്രിങ്ക്സ് എല്ലാം അവർ പർച്ചേസ് ചെയ്യുന്ന എത്ര നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരിക്കലും അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ദയനീയ അവസ്ഥ നമ്മൾക്ക് കാണേണ്ടി വരുന്നുണ്ട്. അപ്പോഴും ഒരു അംഗൻവാടി വർക്കർ, നേരത്തെ പറഞ്ഞ ഹെൽത്ത് പ്രൊവൈഡേഴ്സ്, ന്യൂട്രീഷനിസ്റ്റ്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇതെല്ലാം പോയി പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു നോംസ് പ്രകാരം ഒരു അങ്കണവാടി എന്ന് പറഞ്ഞാൽ 1000 പോപ്പുലേഷനാണ് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ 1000 പോപ്പുലേഷൻ വേണ്ട ഒരു അങ്കണവാടിയിൽ ഇപ്പോൾ ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെ ആയാലും ഒരു 1500 to 2900 പോപ്പുലേഷൻ വരെയാണ് ഒരു അങ്കണവാടി കവർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോഴും നമുക്കറിയാം നമ്മളുടെ ഒരു അങ്കണവാടി വർക്കർ ഇത്രയേറെ പോപ്പുലേഷൻ കവർ ചെയ്ത് ഇത്രയും ആളുകളുടെ വീടുകളിൽ എത്തിച്ചെല്ലുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായി മാറുന്നുണ്ട്. പലതവണ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പോളിസി ലെവലിൽ തന്നെ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിനെല്ലാം മാറ്റങ്ങൾ പറ്റുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈവൻ നമ്മളിങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വന്നിട്ടുള്ള 1-2 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, നമ്മൾ ഫീൽഡിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, കുറച്ച് പേരുടെ അടുത്ത് ഇത് സംസാരിച്ചപ്പോൾ വന്നിട്ടുള്ള കാര്യം, നമ്മൾ പറയുന്നുണ്ട് ഇന്ന ദിവസം ഒരു ICDSൻ്റെ പ്രൊവിഷൻ പ്രകാരം 10 days പ്ലസ് 15 days അങ്ങനെ 2 തവണയായിട്ട് 25 daysൻ്റെ ഫുഡാണ് നമ്മൾ സപ്ലിമെൻ്ററി ന്യൂട്രീഷനിൽ കൊടുക്കുന്നുണ്ട്. മാസത്തിൽ 1-ാം തീയതി വന്ന് ഇത് കൊണ്ടുപോകണമെന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞാലും അവർ 1-ാം തീയതി വരാൻ എല്ലാവരും വില്ലിങ് ആവുന്നില്ല. അപ്പോൾ പലപ്പോഴും ഈ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഇത്രയും ക്വാണ്ടിറ്റി ചുമന്നുകൊണ്ട് നമുക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്നിട്ട് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രീ സ്കൂൾ കുഞ്ഞുങ്ങളെ ആണെങ്കിലും 3 to 6 നമ്മുടെ കുട്ടികളെ ഇവിടത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അങ്കണവാടിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, നമുക്ക് സ്കൂളുകളിൽ ഗോത്രസാരഥി ഉള്ളതുപോലെ തന്നെ അതും പലപ്പോഴും നമുക്ക് ബ്രേക്കപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ അങ്കണവാടി കുഞ്ഞുങ്ങളെ ദൂര സ്ഥലത്തുനിന്നെങ്കിലുമുള്ള കുട്ടികളെ അങ്കണവാടിയിലേക്ക് എത്തിക്കാനായിട്ട് ഗോത്രസാരഥി പോലെയുള്ള ഒരു സൗകര്യം കൊണ്ടുവരണമെന്ന് ഞങ്ങളൊരു സജഷൻ വെച്ചിട്ടുണ്ട്. എത്രത്തോളം പോസിബിൾ ആവുമെന്ന് നമുക്ക് അറിയുന്നില്ല. പിന്നെ അതേപോലെ ഈ ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഒത്തിരിയേറെ ഫിനാൻഷ്യൽ ഇതായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് വിമണിന് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിയുന്നില്ല ഈ കാശ് വെച്ചിട്ട് ഇന്ന ന്യൂട്രീഷൻ ഐറ്റമാണ്, ഇന്ന ഐറ്റംസാണ് ഇങ്ങനെ കഴിക്കേണ്ടതെന്ന്. നമ്മളത് പറയുമ്പോഴത്തേക്കാണെങ്കിലും അവർ പലപ്പോഴും പറയുന്നുണ്ട്, നേരത്തെ സാർ പറഞ്ഞതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാൻ ചോദിക്കും, പെർമിഷൻ ചോദിക്കുന്നത് പോലെ കുട്ടിയോട് ചോദിക്കും, നിനക്കിത് ഇഷ്ടമാണോ? ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവരത് അവോയ്ഡ് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് നമ്മൾ ഒത്തിരിയേറെ മാറ്റമുണ്ട്. ഇപ്പം നമുക്കൊരു വെള്ളമുണ്ട പഞ്ചായത്തിൽ കോവിഡിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്
ഒരു ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ട് കോളനിയിൽ. ആ സമയത്ത് ഈവൻ അവർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പിറകെ മോണിറ്റർ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ദേ ആർ റെഡി ടു ചേഞ്ച്. അതാണ്. പിന്നെ ഇപ്പം ഈ കോളനിയിലുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ST എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകളുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഒത്തിരിയേറെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ST എന്നേ നമ്മൾ പറയുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഈ അതിനെ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയാം, അല്ലെങ്കിൽ പണിയ, അടിയ, കാട്ടുനായ്ക്ക, ഈ മൂന്നിനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് ഓരോ പദ്ധതികളും ഓരോ സ്കീമും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയം വന്നിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക്. കാര്യം ഈ കുറിച്ച എന്ന് പറയുന്നുണ്ട്, ബാക്കിയുള്ള ചില കുറുമ അവരൊക്കെ ഫാർ ബെറ്ററാണ് നമ്മളുടെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അവരെ നമ്മൾ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു രീതി നമുക്ക് വേണം. അപ്പോഴത്തേക്കാണ് നമുക്ക് ചില ലാഗ്സ് വരുന്നത്. ഇപ്പം ഒരു ഡോക്ടർ ചെയ്തതുപോലെ പല യുണീക്ക് പ്രോജക്ട്സ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വരുമ്പോഴും ഇവർക്ക് കുറേ ഐഡൻറ്റിറ്റി പ്രൂഫ്സ് ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പം അതിൽ ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ വയനാട്ടിൽ വരുന്നുണ്ട്. കാര്യം ABCD പ്രോഗ്രാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ABCDയിൽ നമ്മൾ ഒരുപാട് രേഖകളും കാര്യങ്ങളും ആളുകളിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെ ഇപ്പം ഒരു ലേഡിക്ക് ഇപ്പോൾ നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ICDSൻ്റെ എല്ലാ ബെനഫിറ്റും കിട്ടാനുള്ള ആളുകൾക്ക് പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പോഷൻ ട്രാക്കർ ആപ്പിൽ ആധാർ സീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ആധാർ ഇല്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൺവേർജൻ്റ് ആയിട്ട് ആധാർ എൻറോൾമെൻറ്റ് ക്യാമ്പുകൾ വെക്കുന്നു. ക്യാമ്പുകളിലേക്ക് ആളുകൾ എത്തുന്നു, അവർക്ക് ഈ ആധാർ വരുന്നു, പിന്നെ അവരെ നമ്മൾ എൻട്രി ചെയ്ത് പിന്നീടാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഒരു രീതിയിലേക്കുള്ള ഒരു കീനായിട്ടുള്ള പറഞ്ഞതുപോലെയുള്ള ഒരു ഇൻ്റർവെൻഷൻ നമ്മളുടെ അടുത്തുനിന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ഇനി അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ വന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു കട്ടൻ ചായ കുടിക്കുന്നുണ്ട്, കട്ടൻ ചായയാണ് ഇവരുടെ ഫേവറേറ്റ് ഫുഡെന്ന് നമ്മൾ പറഞ്ഞു. അതിലും ഏറ്റവും വിഷമമുള്ളത് നമ്മുടെ ഈ ഓപ്പോസിറ്റ് ഇവിടെ തന്നെ കാണാം, ഗോവിന്ദൻപാറ കോളനി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം, ഒരു കുട്ടി എൻ്റെ അടുത്ത് നമ്മൾ ഇത് പറഞ്ഞതാണ്, ഈ കുട്ടി ലിക്കർ കഴിക്കുന്നുണ്ട്, 3ാം ക്ലാസ്സിലുള്ള കുട്ടിയാണ്, സ്കൂളിൽ പോകാത്തതെന്തേ വല്ലപ്പോഴേ പോകുന്നുള്ളൂ എന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞു. പേഴ്സണലി അതേ പ്രായത്തിലുള്ള ഒരു മോളുള്ളത് കൊണ്ടായിരിക്കാം എനിക്കത് മനസ്സിൽ നിന്ന് എപ്പോഴും പോകുന്നില്ല. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു 2 ഗ്ലാസ് കുടിക്കും എന്നുള്ള രീതിയിൽ കുട്ടി എത്തിയിട്ടുണ്ട്. അതേപോലെ ഈ നേരത്തെ പറഞ്ഞില്ലേ മുറുക്കിയതെടുത്ത് സലൈവയെല്ലാം എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ലിക്കറിൽ റസ്ക് മുക്കിയിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെയും പറയുന്നു, അത് ഒത്തിരിയേറെ തവണ പറഞ്ഞ് അവരെ മാറ്റുന്ന ഒരവസ്ഥയാണ്. പിന്നെ നമ്മൾ കാണാത്ത സമയങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ടാവും. രാത്രിയിലാണ് പെട്ടെന്ന് നമുക്ക് ഒരാളുടെ ശീലം മാറ്റാൻ സാധിക്കുന്ന, വർഷങ്ങളായിട്ട് അവർ ചെയ്തു വന്നിട്ടുള്ള ശീലങ്ങൾ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓരോ ആളും എത്രയായാലും ഈ പറഞ്ഞ പോലെ ഗ്യാപ്സ് ഉണ്ട്, നമുക്ക് അറിയുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പരമാവധി ശ്രമങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഫ്ലഡിൻ്റെ സമയത്തായിരുന്നു നമ്മൾ നേരത്തെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഗന്ധഗിരി എന്ന് പറഞ്ഞിട്ട്, ആ ഏരിയയിലുള്ള ആളുകൾക്ക് ഫ്ലഡിൻ്റെ സമയത്ത് നിറയെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഈ കിറ്റുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ കിറ്റുകളാണ് അവർ കടയിൽ കൊടുത്തിട്ട് മറ്റു പല സാധനങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പക്ഷേ ദേ ആർ നോട്ട് അറ്റ് ഓൾ നോയിങ് ദ ന്യൂട്രിയൻ്റ് വാല്യൂസ്. ആ ഇന്ന് കഴിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇതെനിക്കിഷ്ടമില്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ആ ഒരു പ്രവണതയാണ് ഞങ്ങളിപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ ICDS വഴി ഒരുപാടേറെ ഇൻക്രിമെൻ്റൽ ലേണിംഗ് അപ്രോച്ച്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഈവൻറ്റ്സ്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ അംഗൻവാടിയിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നെ പലപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഷാക്കിര മാഡം പറഞ്ഞത് പ്രകാരമുള്ള NRCയിലേക്ക് നമ്മുടെ
അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ, ഒരു 13 days ഇവരെ അവിടെ ബത്തേരിയിൽ കൊണ്ടുപോയിട്ട് ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും മാറ്റങ്ങളുണ്ട്. അതേപോലെ ഓരോ കുട്ടീനെയും അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കൺവർജൻ്റ് ആക്ടിവിറ്റീസും എല്ലാം ഒത്തിരിയേറെ പ്രോഗ്രാംസിൻ്റെ ഇടയിൽ ഈ നമ്മുടെ ഒരു റിസോഴ്സിൻ്റെ ഒരു ഷോർട്ടേജ്, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ട ഒരു ഫങ്ഷണറീസിൻ്റെ ഇപ്പോൾ വയനാട് ജില്ലയുടെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ICDSൽ 41 ആളുകൾ വേണ്ടയിടത്ത് 23, 24 ഒക്കെ വരുന്ന എന്ന് പറയുമ്പോൾ അത്രയും ആളുകളില്ലാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരിയേറെ സ്ഥലങ്ങളും അറ്റ് എ ടൈം കവർ ചെയ്യേണ്ടി വരുമ്പം ക്വാളിറ്റി ഓഫ് വർക്ക് അത് സ്വാഭാവികമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എല്ലായിടത്തും നമുക്ക് സംഭവിച്ചേക്കാം. അതിന് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്നുകൂടെ, ഇവരെ കുക്ക് ചെയ്യുന്നതിന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു 1 time കുക്കിംഗ് ആണെങ്കിൽ കൂടി ഇവർ കുക്ക് ചെയ്യാൻ പലപ്പോഴും LPG യൂസ് ചെയ്യാത്തൊരവസ്ഥ. അപ്പോൾ ചില ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ റോ ഫുഡ് കൊണ്ട് അംഗൻവാടി വർക്കർ വെയിറ്റ് ചുമന്നെടുത്ത് പോകുന്നുണ്ട്, നമുക്കറിയുന്നുണ്ട്. ആ പോകുന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഞാനും കൂടെ പോയിട്ടാണ് ഈ ഫുഡ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോഴും അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് കുക്ക് ചെയ്യാൻ വിറക് എവിടുന്ന് കിട്ടുമെന്ന്. അത് നമ്മളെങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. അത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോഴേ ഈ മാൽന്യൂട്രീഷൻ എമംഗ് ചിൽഡ്രൻ എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് കവർ ചെയ്ത് ക്ലിയർ ആക്കി പോകാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇപ്പം നമുക്കറിയാം, ഗവൺമെൻറ് ഓഫ് കേരള പോഷക ബാല്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു എക്സലൻ്റ് പ്രോഗ്രാം ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ പ്രോട്ടീൻ നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു അഡ്രസ്സൽ എന്നുള്ള രീതിയിൽ മുട്ടയും പാലും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ കുട്ടികൾ കൃത്യമായി വരുന്നുണ്ട്. ആ ഒരു പദ്ധതിയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ മുട്ടയും പാലും അങ്കണവാടി വഴി കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരിയേറെ കുട്ടികൾ സ്ഥിരമായിട്ട് അങ്കണവാടിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സക്സസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രൊപ്പോസൽ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അവരുടേതായ നേരത്തെ ദിവാകരൻ സാറ് പറഞ്ഞ അവിടെയാണ് നമ്മളുടെ ഒരു ഫുഡ് ഹാബിറ്റിലേക്ക് അവരെ മാറ്റാതെ അവർ എന്താണോ അതിലേക്ക് നമ്മൾ ഈ ന്യൂട്രിയൻ്റ് വാല്യൂസ് എല്ലാം ചിന്തിച്ച് അത് പറയണം. അപ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കെമിക്കൽ എല്ലാം ഉണ്ട്, പെസ്റ്റിസൈഡ്സ് ഉണ്ട് എന്നുള്ള പേടിയിൽ ഇവരുടേതായിട്ടുള്ള ഫുഡ് കഴിക്കുന്നില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെല്ലാവരും ഈ വയനാട്ടിൽ ഒത്തിരിയേറെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരിയേറെ ട്രൈബൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഇപ്പോൾ ഒരു നല്ലൊരു ഫേമാണ് അല്ലെങ്കിൽ ഇതായിട്ടുള്ള സ്ഥലത്തെല്ലാം ഒരു PPE കിറ്റുണ്ട് ഇവർക്ക് എല്ലാം, ഫാമേഴ്സിനെല്ലാം അങ്ങനെ കൊടുത്തിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ ഇവർ ഭക്ഷണത്തിൻ്റെ ഇൻടേക്കിൽ പേടിക്കുന്നുണ്ടെങ്കിലും ഈ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ എത്രത്തോളം ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ ചുമ്മാ ഒന്ന് വയനാട്ടിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറേയേറെ ഇഷ്യൂസ് മാറ്റാൻ പറ്റുന്നുള്ളൂ. പിന്നെയുള്ളൊരു ഇഷ്യൂ, നമ്മൾ അനീമിയയുടെ കാര്യം പറയുമ്പോഴത്തേക്കാണെങ്കിലും അനീമിയ വരുമ്പോൾ ഈ പീരിയഡ്സ് ആയിട്ടുള്ള കുട്ടികൾ പലപ്പോഴും നാപ്കിൻസ് യൂസ് ചെയ്യാൻ ഇപ്പോഴും മടി കാണിക്കുന്നുണ്ട്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഇപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വെളിയിൽ പോയി പഠിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴും നാപ്കിൻസ് യൂസ് ചെയ്യാൻ പോലും മടിയുള്ള ആളുകൾ നമ്മളുടെ അടുത്തുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു, ഇത് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെയും അവർക്ക് ഈ പറഞ്ഞതുപോലെ സ്പേസിങ്ങിൻ്റെ കാര്യം ഇങ്ങനെയെല്ലാം പറയുമ്പോഴും അവരുടേതായ ഒരു സ്റ്റിഗ്മ അതിലിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള നമ്മളാണ് ചെയ്യേണ്ടത്. ICDS, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെയാണ് ഏറ്റവും ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുന്നത്. അതിനെ ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഒരുപാട് നേരത്തെ മാഡം പറഞ്ഞതുപോലെ മൈൽസ് ടു ഗോ ബിഫോർ ആ ഒരു ലെവലിലേക്കാണ് ചിന്ത പോകുന്നത്. പിന്നെ ഹൈജീൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ ഹൈജീൻ അവർക്ക് നല്ലതായിട്ട് അവരുടെ പാത്രങ്ങൾ
യുട്ടൻസിൽസ് എല്ലാം നന്നായിട്ട് അവർ ക്ലീൻ ചെയ്ത് വെക്കും, ഈവൻ ദോ ദേ ആർ നോട്ട് ഹാവിങ് ദ പേഴ്സണൽ ഹൈജീൻ. അങ്ങനെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞു ഇവരുടെ വീട്ടിൽ ഉപ്പും മുളക് പൊടിയും റൈസും ആണ് ഉള്ളതെന്ന്. അതുതന്നെ പലപ്പോഴും ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ചെന്നിട്ട് ചിലപ്പോൾ ഈ കുക്ക് ചെയ്യാനുള്ള മടിയാണിത്. അവരുടെ വീട്ടിൽ ആ ഫുഡ് വെച്ചിട്ടും ഇവർ ഉപ്പ് മാത്രം ഇട്ടിട്ട് ചോറ് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനെയും നമ്മൾ പറഞ്ഞു മാറ്റുന്നുണ്ട്. നമുക്ക് ഓരോ പോയിന്റുകൾ നമ്മൾ കാണുമ്പോൾ അതിനെ ഒരു പഞ്ചായത്തിലേക്ക് ഒരു കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായേക്കാം എന്നുള്ളത് പറഞ്ഞിട്ട് അതിനൊരു അവയർനെസ് ആണ് കൊടുക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഷുവറാണ് ഒരു 10 years എല്ലാം ആകുമ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും എന്നുള്ള വലിയൊരു ഒരു ചിന്ത നമുക്കുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ തന്നെ കുറേയേറെ അപ്ഡേറ്റഡ് ആയിട്ട് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യുമ്പോഴത്തേക്ക് മാറ്റങ്ങൾ ഷുവറായിട്ട് വരുന്നുണ്ട്. പിന്നെ റെഡി ടു ഈറ്റ് കഴിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചു. ഓക്കെ, ഇത്രയൊക്കെയാണ് ഒരു ICDS ആസ്പെക്റ്റിൽ എനിക്ക് പറയാനുള്ളത്. പറഞ്ഞതുപോലെ നമ്മൾ ബ്രോക്കൺ വീറ്റ് ഇപ്പോൾ ICDS പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് സാർ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നു. നമ്മളിപ്പം റാഗി, ജാഗരി, ബ്രോക്കൺ വീറ്റ്, ഗ്രീൻ ഗ്രാം പ്ലസ് റൈസ് ഫ്ലേക്സ്, റൈസ്, പീനട്ട്, എഗ്ഗ്, മിൽക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ മാത്രമാണ്. 500 പ്ലസ് 15 to 18 കലോറീസ് ഇതെല്ലാം പറഞ്ഞിട്ട് സപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. പക്ഷേ സപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് അവർ പ്രോപ്പറായിട്ട് അവർ കഴിക്കേണ്ട ആ ന്യൂട്രീഷൻ അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. ആ ഒരു ഗ്യാപ്പ് നമ്മൾ എന്തായാലും നികത്തേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം റെഡിയാണ്. അതിനെല്ലാവരുടെ സപ്പോർട്ടും കൂടെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം മാത്രം ഈ സമയത്ത് പറയുന്നു. താങ്ക് യു. We are running short of time. The next speaker is Srimati, sorry, it's CK Dination from Childline Wayanad. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പാനലിലിരിക്കുന്ന മറ്റ് വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. വളരെ ബൃഹത്തായിട്ടുള്ളതും വളരെ ആഴത്തിലുള്ളതുമായിട്ടുള്ള പ്രസൻറ്റേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 98 മുതൽ കുട്ടികളുടെ മേഖലയിൽ പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമ്മളൊക്കെ ഊരുകളിൽ പോകുന്ന സമയത്ത് അവിടെ കാണുന്ന കുട്ടികൾ, ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ എന്നൊന്നും പറഞ്ഞുകൂടാ, പല സ്ഥലത്തും ചില കോലങ്ങൾ എന്നാണ് നമ്മൾക്ക് പറയാൻ പറ്റുക. മനുഷ്യ കുട്ടികളെ പോലെയുള്ള കോലങ്ങൾ കണ്ട് പ്രയാസപ്പെട്ട് തിരിച്ചു വരുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നേ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഇപ്പം ഗീതാ മേഡം പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവുന്നു. ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, റിസോഴ്സിൻ്റെ പരിമിതികളെല്ലാം പറയുന്നുണ്ട്. എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെയാണ്, ആ ഗ്യാപ്പ് എങ്ങനെയാണ് നമ്മൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ നൂൽപ്പുഴയിലെ ഡോക്ടർ പറഞ്ഞ മാതിരി എന്തുകൊണ്ടാണ് അവിടെ അത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയൊരു മാറ്റം ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇടപെടാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം എനിക്ക് തോന്നുന്നില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പ്രാദേശിക ഭരണകൂടവും തമ്മിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇപ്പോഴും ചെറിയ ഗ്യാപ്പ് നിൽക്കുന്നുണ്ട്. ആ ഗ്യാപ്പ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇത്തരം ഇന്നവേറ്റീവായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും നൂൽപ്പുഴയിൽ നടന്നിട്ടുള്ള നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിന് കൂടാതെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് നൂൽപ്പുഴ പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഊരും ഉയിരും എന്ന് പറയുന്ന ഒരു ഹെൽത്ത് സപ്പോർട്ട് പ്രോഗ്രാം, അതിന് ശേഷം അത് കണ്ടിന്യൂഷനൊക്കെ വളരെ വീക്കായിരുന്നു. അതിനുശേഷം നിങ്ങൾ മീനങ്ങാടി പഞ്ചായത്ത് ഇടപെട്ട 2 പരിപാടി, ഒന്ന് അമ്മമാരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട്, കുഞ്ഞുങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചിം എന്ന് പറയുന്ന ചൈൽഡ് ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ് മിഷൻ എന്ന് പറയുന്ന ചിമ്മും മിമ്മും മദർ ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇത്തരം പ്രോഗ്രാം ഗ്രാമപഞ്ചായത്തുകളുടെ ഇടപെടലുകൾ സജീവമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരമാകും. മാത്രമല്ല 1-2 കാര്യങ്ങൾ കൂടി ഇവിടെ
ബന്ധപ്പെടാതെ പോയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ആദിവാസി ജനവിഭാഗങ്ങളുടെ ഇടയ്ക്കുള്ള മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ എണ്ണമാണ് കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് പലപ്പോഴും നമ്മൾക്ക് ഫീൽഡിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യം, ഇപ്പം മാഡം പറഞ്ഞ മാതിരി തന്നെ നമ്മൾക്ക് എൻറോൾമെൻറ്റ്, അംഗനവാടിയിൽ എൻറോൾമെൻ്റ് ഒക്കെ പൂർണ്ണമാണ്. പക്ഷേ എത്ര കുട്ടികൾ, ട്രൈബൽ കുട്ടികൾ അംഗനവാടിയിൽ വരുന്നുണ്ട്? അംഗനവാടിയിൽ വരാത്ത കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ഇത് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഈ സപ്ലിമെൻ്റ് ഫുഡ് പ്രോഗ്രാമും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് എൻഷുർ ചെയ്യാൻ പറ്റുക? സ്കൂളുകളിലും ഇത് തന്നെയാണ് പ്രശ്നം. കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ഒരു വഴിക്ക് പറയുമ്പോഴും നമ്മൾ ഹെൽത്തിനെ പറ്റി പറയുന്നു. ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോഴേ നേരത്തെ ദിവാരേട്ടൻ പറഞ്ഞ മാതിരി തന്നെ ഇതിൽ അവർ ഇപ്പം നമ്മൾ പറയുന്ന പിന്നോക്കാവസ്ഥയിലുള്ള കമ്മ്യൂണിറ്റികൾക്കെല്ലാം തന്നെ അവർക്ക് സമ്പത്തിന്മേലുള്ള അധികാരം ഇതുവരെ ലഭ്യമായിട്ടില്ല. സമ്പത്തിന്മേലുള്ള അധികാരം ലഭ്യമാകുന്ന സമയത്ത് മാത്രമേ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജ്ഞാനവും അവൻ്റെ എന്താ പറയുക ഔപചാരികവും അനൗപചാരികമായ വിദ്യാഭ്യാസം നടക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമ്മൾക്ക് ഇത്തരം ഇൻ്റർവെൻഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ഇടപെടൽ വേണം. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ കൃത്യമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയാൽ വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് ഇതിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് വയനാട്ടിൽ വളരെ കുറച്ച് പഞ്ചായത്തുകളും ചെറിയൊരു ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് അത് ഇടപെടാൻ പറ്റുമെന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സമയം ചുരുക്കി. അടുത്ത സ്പീക്കർ നീനു മോഹൻ. പ്ലീസ് കീപ് ഇറ്റ് ഷോർട്ട്. ഷുവർ സർ. ഞാനൊരു പത്രപ്രവർത്തകയാണ്. ഇവിടെയുള്ള പലരെയും പോലെ സബ്ജക്റ്റ് എക്സ്പേർട്ട് അല്ല. പക്ഷേ പണിയ ട്രൈബിനെ കുറിച്ച് ഞാൻ ഈ അടുത്ത് ഒരു പഠനം ചെയ്തിരുന്നു. അതായത് നമ്മൾ വയനാട്ടിൽ എവിടെ ഫീൽഡിൽ പോയാലും പലരിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പണിയ ട്രൈബിൻ്റെ ആയുർദൈർഘ്യം കുറയുന്നു. ഒരു 40കളിലോ 30കളിലോ അവർ മരിക്കുന്നു എന്നുള്ളൊരു വാക്ക്, ഒരു വാചകം പല എക്സാമ്പിൾസിൽ അത് പറയും. അപ്പം ഈ ഒരു ടോക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ എടുത്ത് പഠിച്ചത്. ഞാൻ ചെയ്തത് 6 മാസം വയനാട്ടിലുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും രജിസ്റ്റർ ചെയ്ത മരണവിവരം എടുത്തു, ഡെത്ത് രജിസ്റ്റർ എടുത്തു. അതിൽ കോസ് ഓഫ് ഡെത്ത് കൂടി ഉണ്ടാവും. അതിന് വെച്ചുള്ളൊരു അനാലിസിസിൽ എനിക്ക് മനസ്സിലായത്, അതായത് ഞാനൊരു 3090 മരണമാണ് പഠന വിധേയമാക്കിയത്. അതിൽ 363 പണിയ ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പണിയരിൽ മരിക്കുന്നതിൽ 4-ൽ ഒരാൾക്ക് പ്രായം 50 വയസ്സിൽ താഴെയാണ്. അതിൽ തന്നെ ആത്മഹത്യാ നിരക്ക് വളരെ അധികമാണ്. അതായത് ദേശീയ ശരാശരി നമുക്കിപ്പോഴും ആത്മഹത്യാ നിരക്കിൽ 11%. കേരളമാണ് ആത്മഹത്യാ നിരക്ക് ഏറ്റവും ഉയർന്ന ഇന്ത്യൻ സംസ്ഥാനം. 27% നമ്മുടേത്. പക്ഷേ പണിയ ട്രൈബിലേക്ക് ഇത് വരുമ്പോൾ 35.7% എന്ന് പറയുമ്പോൾ ഉയർന്ന ആത്മഹത്യാ നിരക്കാണ്. ഇതിൽ നമ്മുടെ ഒരു ശാരീരികാരോഗ്യ അല്ലെങ്കിൽ മാനസികാരോഗ്യ തകർച്ചയുടെ ഒരു വലിയ എക്സാമ്പിളാണിത്. കാരണം പണിയ ആത്മഹത്യകളിലേക്ക് നമ്മൾ കാരണങ്ങൾ തിരഞ്ഞു പോകുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ കാരണമായിരിക്കും. ചെറിയ വഴക്കുകളോ റിമോട്ടിന് വേണ്ടിയിട്ടുള്ള ബഹളം. ഒരു ചെറിയ കുട്ടിയുടെ, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മരണം, ആ ഒരു ആത്മഹത്യാ വിവരം കിട്ടിയിരുന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സഹോദരനുമായുള്ള മുട്ടായി പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം പോലും ആത്മഹത്യയിലേക്ക് എത്തുന്ന രീതിയിൽ അവരുടെ ഒരു മാനസിക ആരോഗ്യം തകർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് പോഷകാഹാരക്കുറവിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികാരോഗ്യത്തെ, ഇപ്പോൾ ഡോക്ടേഴ്സിന് അത് കുറച്ചുകൂടി അറിയായിരിക്കും, മാനസികാരോഗ്യത്തിനെ ഈ പോഷകാഹാരക്കുറവ് ബാധിക്കും. അതിനോടൊപ്പം മറ്റെല്ലാ ആരോഗ്യ ഇൻഡിക്കേറ്റേഴ്സിലും ഇവർ പിന്നോക്കം നിൽക്കുകയാണ്. എനിക്കതിൽ പോഷകാഹാരവും ഈ അനീമിയ മാതിരിയുള്ള വിഷയങ്ങളൊക്കെ സഞ്ജീവ് ഡോക്ടറും നന്ദകുമാർ ഡോക്ടറും പറഞ്ഞു. ഈവൻ പരമ്പരയിലും ഡോക്ടറിനെ ഞാൻ ഉപയോഗിച്ചിരുന്നു, ഡോക്ടർ കമൻറ്റൊക്കെ എടുത്തിരുന്നു. എനിക്ക് തോന്നിയത് നമുക്ക് വേണ്ട ഒരു ഇടപെടലുകളിലേക്ക് ഞാൻ ചുരുക്കാം. ഇപ്പോൾ ട്രൈബൽ ഇഷ്യൂസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് ഡാറ്റ എടുക്കുമ്പോൾ നമുക്കുള്ളൊരു വലിയ പോരായ്മ ഡാറ്റ കിട്ടാനില്ല എന്നുള്ളതാണ്. പറയുമ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടാവും, ICDSൻ്റെ ഉണ്ടാവും, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നുണ്ട്, പോലീസ് എടുക്കുന്നുണ്ട്, NGOs എടുക്കുന്നുണ്ട് ഡാറ്റ. പക്ഷേ ഇതെല്ലാം ട്രൈബ്സ് എന്ന് പറയുന്ന ഒരു ആകെത്തുകയായിരിക്കും. ഇതിൽ പണിയ ട്രൈബിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, കുറിച്യരുടെ കുറുമരുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡാറ്റ ഇല്ല. അതായത് ഇപ്പം പല ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സും എടുത്താൽ പണിയ ട്രൈബ്സ് ഇപ്പം അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യം എടുക്കുക. പണിയ ട്രൈബ്സ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ശരാശരിനേക്കാളും വളരെ താഴെയാണ്. പക്ഷേ കുറിച്യ ട്രൈബ് ഇതിൻ്റെ മുകളിലാണ്. അപ്പം ഇതിൻ്റെ ഒരു ശരാശരി കണക്കാണ് നമുക്ക് എവിടെയുള്ളത്. പിന്നെ
പിന്നെ ഈ പറഞ്ഞ മാതിരി ആക്സസിലുള്ളൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും സുതാര്യതക്കുറവ് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഡാറ്റ പലപ്പോഴും കിട്ടാറില്ല. ഇപ്പോൾ വയനാട്ടിലെ ട്രൈബിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ എനിക്ക് തോന്നുന്നു അമൃതകൃപ ഹോസ്പിറ്റലിൻ്റെ പഠനം തന്നെ നമുക്ക് കിട്ടുള്ളൂ. സെർച്ച് ചെയ്താൽ കിട്ടുന്നൊരു പഠനം അമൃതകൃപ ഹോസ്പിറ്റലിൻ്റെ പഠനമായിരിക്കും. ആ തരത്തിലൊരു ഡാറ്റയുടെ അവൈലബിലിറ്റി കുറവുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡാറ്റ എടുക്കുക, ഇതിൻ്റെ ഒരു ആസൂത്രണം, ഇതിൻ്റെ ഒരു വിശകലനം നടക്കുക, അതിനനുയോജിച്ചിട്ട് നൂതന ആശയങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തുക എന്നുള്ളത് പ്രധാനമാണെന്ന് ഈ മേഖലയിൽ വിചാരിക്കുന്നു. അതേമാതിരി നമ്മൾ സൂക്ഷ്മതല ആസൂത്രണം നടത്തേണ്ടതുണ്ട്. കൽപ്പറ്റ ടൗണിലുള്ള ഒരു ഊരിലെ പണിയ കോളനിയിലെ പണിയരുടെ അനുഭവമായിരിക്കില്ല നൂൽപ്പുഴയിലുള്ളത്, അല്ലേ? ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഭാഗത്ത് അതായിരിക്കില്ല കുറിച്യ ഹാംലെറ്റ്സിൽ, 2 കുറിച്യ ഹാംലെറ്റ്സിലുള്ള അനുഭവങ്ങളുടെ വ്യത്യാസം. അപ്പം ഇതിനനുസരിച്ചിട്ട് നമ്മളിൽ പദ്ധതി രൂപീകരണം വേണം. ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് കിറ്റ് ഇവർ മറിച്ച്, ഇപ്പം മാമും സൂചിപ്പിച്ചു, കിറ്റ് മറിച്ച് കൊണ്ടുപോയി വിറ്റു, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കടല ഉപയോഗിക്കില്ല, ഗ്രീൻ പീസോ ചെറുപയറോ ഉപയോഗിക്കില്ല എന്നൊക്കെ നമ്മൾ സ്ഥിരമായി ഫീൽഡിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ പരമ്പരാഗത ശീലങ്ങളിൽ ഈ പറയുന്ന സാധനം ഇല്ല. ഇവരുടെ പരമ്പരാഗത ഭക്ഷണം എന്ന് പറയുന്നത് ഇലക്കറികളാണ്. അതായത് പണിയരെ സംബന്ധിച്ച് വയലധിഷ്ഠിതമാണ് അവരുടെ ഫുട്ബോൾ. അപ്പം സ്വാഭാവികമായും ഈ ധാന്യങ്ങൾ അതിലുണ്ടാവില്ല. പക്ഷേ എന്നതിൻ്റെ അർത്ഥം ഇവരെല്ലാം ധാന്യം കഴിക്കുന്നില്ല അല്ല. ഫുഡ് ഒരു ചോയ്സാണ്. കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അപ്പം ആ കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രധാന കാര്യം അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇരുന്ന് സംസാരിക്കുന്നു. കേരളത്തിലെ ട്രൈബൽ പോപ്പുലേഷനിലെ ഏറ്റവും പ്രധാന വിഭാഗമാണ് പണിയര്. അതിൽ എത്ര പ്രതിനിധികൾ ഇവിടെ ഉണ്ട്? ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതും ഏറ്റവും വലിയ പോപ്പുലേഷനും പണിയരാണ്. അതിൽ എത്ര പ്രതിനിധികൾ ഈ പാനലിൻ്റെ ഭാഗമാവുന്നുണ്ട്? എത്ര പേര് ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്? അവർക്ക് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും കേൾക്കില്ല. എന്നിട്ട് നമ്മുടെ ഐഡിയ കൊണ്ടുപോയിട്ട് അവിടെ ഏൽപ്പിക്കും. അപ്പം ഓരോ കോളനി കേന്ദ്രീകരിച്ചും നമുക്ക് പ്രാദേശികമായി ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കണം. അവരെ വിശ്വാസത്തിൽ എടുത്തിട്ട് അത് ചെയ്യണം. പിന്നെ പറ്റുമെങ്കിൽ സമ്പ്രദായത്തിൻ്റെ വൈവിധ്യവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഗോതമ്പും അരിയും ഒക്കെ കൊടുത്ത് തന്നെ നമുക്കിനി അങ്ങോട്ട് ബേസിക്കലി പ്രാദേശികവൽക്കരണം അതൊരു പ്രധാന ഘടകമായിരുന്നു. പിന്നെ ദിവാകരൻ സാർ അത് കൃത്യമായി പറഞ്ഞു. ഭൂമി, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, അല്ലേ? നമ്മൾ ഒരു LPG ഗ്യാസ് ഉപയോഗിക്കുന്ന പണിയൂരുകൾ ഇപ്പോഴും കാണില്ല. കുക്കർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കാണില്ല. എന്നിട്ട് നമ്മൾ വേവ് കൂടിയ അരിയും കടലയും ചെറുപയറും കൊടുത്തിട്ട് എളുപ്പത്തിൽ വേവിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്. ഈ പറഞ്ഞ അരി ഒരു നേരം ആഹാരം ഉണ്ടാക്കി അത് കഴിക്കുന്നതിൽ നിന്ന് അവരൊരു 3 നേരം അപ്പോൾ അത് അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ കേട്ടുകൊണ്ട് വേണം നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കാൻ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് തന്നെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തത് ഡോക്ടർ വിപിൻ ദാസ്, ഡെവലപ്മെൻറ്റ് കോർഡിനേറ്റർ, MS സ്വാമിനാഥൻ റിസർച്ച്. ഈ ചർച്ച കേൾക്കുന്നവരോടും പാനലിലിരിക്കുന്നവരോടും നീതി പുലർത്തുക എന്നുള്ള ഒരു ധർമ്മം എനിക്കുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്തു. ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ ആശ്രയിച്ച പല ആളുകളും, കീ റിസോഴ്സ് പേഴ്സണായിട്ട് ആശ്രയിച്ച പല ആളുകളും, ദിനേശേട്ടനൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ അവരെ ഡയമെൻഷൻസ് പറഞ്ഞു. അന്നപ്പം എനിക്ക് പറയാനുള്ളത് 2 കാര്യമാണ്. ഒരു പ്രാഥമികമായ സാഹചര്യങ്ങൾ, ആവശ്യങ്ങൾ പോലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെത് ഒരുക്കാൻ നമ്മളെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ നമ്മൾക്കെല്ലാവർക്കും ഒരു കൂട്ടുത്തരവാദിത്തമായിട്ട് കഴിയാതെയാണ് നമ്മളെ വലിയ ലോങ് ടൈം ഗോളായ ന്യൂട്രീഷൻ സെക്യൂരിറ്റിയും ഹെൽത്തും ഒക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടായാൽ മാത്രം വരുന്ന ഒരു സംഗതിയാണ്. എങ്കിലും നമ്മളെ ചർച്ചേൻ്റെ കാര്യങ്ങളോട് നീതി പുലർത്താൻ വേണ്ടി അഗ്രോ ബയോഡൈവേഴ്സിറ്റിയും അതേപോലെ പോഷക സുരക്ഷയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. എൻ്റെ ഗവേഷണത്തിൽ ഫുഡ് ബാസ്ക്കറ്റ് എൻ്റെ ഒരു പ്രധാന സ്റ്റഡി ആയിരുന്നു. ഒരു 35 കൊല്ലത്തെ ഫുഡ് ബാസ്ക്കറ്റിനെ ഞാൻ ആൾക്കാരെ മെമ്മറി മാപ്പിലൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്തിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട് അത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വലിയ ഡിപ്ലീഷനാണ് ഉണ്ടായത്. ഇപ്പം ഈ പ്രോട്ടീനും ഫാറ്റിനും വേണ്ടി അവർ ആശ്രയിക്കുന്നത് മെയിനായിട്ട് ട്രാപ്ഡ് ഫുഡാണ്. ആ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഫുഡ് എന്ന് പറയുന്നത് പൊതുവെ എക്സ്പെൻസീവ് ഫുഡാണ്. അത് ഒരു ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ലോ ഇൻകം കമ്മ്യൂണിറ്റിക്ക്. ഇപ്പം നമ്മളുടെ ഈ ഫുഡ് ബാസ്ക്കറ്റ് എല്ലാ വിഭാഗങ്ങൾക്കും മാറുന്നുണ്ട്. പക്ഷേ നമുക്ക് അഡീഷൻ ഉണ്ട്, മറ്റു സമുദായങ്ങൾക്ക് അഡീഷൻ ഉണ്ട്. ഇവർക്ക് ഡിലീഷനേ നടക്കുന്നുള്ളൂ, അഡീഷൻ നടക്കുന്നില്ല. അതാണ് ആ ഫുഡ് ബാസ്ക്കറ്റിലുള്ള ഡിപ്ലീഷൻ. ഒരു ഫുഡ് സോവറിൻ സൊസൈറ്റി, ഒരു ഫുഡ് ഡിപ്പെൻഡൻറ്റ് സൊസൈറ്റി ആയതിൻ്റെ പ്രശ്നങ്ങൾ ഇത് നന്ദകുമാർ സാറൊക്കെ വളരെ നന്നായിട്ട് സംസാരിച്ചു. ഈ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളുടെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പ്രധാന സംവിധാനം സ്റ്റേറ്റാണ്. ദിനേശേട്ടൻ വളരെ ക്ലിയറായിട്ട് അതിനെ മെൻഷൻ ചെയ്തു.
സ്റ്റേറ്റിൻ്റെ മാതൃകാ മോഡലുകളെ അപ്സ്കെയിൽ ചെയ്യുക എന്നുള്ള ശ്രമമാണ് വേണ്ടത്. അതിൽ സ്റ്റേറ്റിൻ്റെ പല സംവിധാനങ്ങളും ചിലപ്പോൾ മതിയാവില്ല. മറ്റ് പുറത്തുള്ള മനുഷ്യരുടെയും സംവിധാനങ്ങളും ഒക്കെ സംയോജിപ്പിച്ചിട്ടുള്ള ഇടപെടലുകൾ നടന്നാൽ അതിന് വലിയ റിസൾട്ട് ഉണ്ടാവും. അതാണ് നമുക്ക് നൂൽപ്പുഴേൻ്റെ എവിഡൻസും അതേപോലെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ എവിഡൻസും അമൃതകൃപ ഹോസ്പിറ്റലിൻ്റെ എവിഡൻസുകളൊക്കെ സംസാരിക്കുന്നതാണ്. നമുക്ക് പ്രശ്നങ്ങൾ പലതും അറിയാം, പക്ഷേ നമ്മൾക്ക് കൂട്ടായ ഒരു ശ്രമങ്ങൾ ഉണ്ടാവണം. അത് അങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് മാത്രമേ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പിന്നെ മൂന്നാമത് നിനു പറഞ്ഞ ഒരു കാര്യം, ഇന്നത്തെ ചർച്ചയിൽ പണിയ സമുദായത്തിൽ നിന്നുള്ള പ്രാതിനിധ്യക്കുറവ്. നമ്മൾ പറഞ്ഞ അസറ്റിൻ്റെ അതേ സ്ഥലത്താണ് പ്രശ്നം. ഇന്ന് ഈ പാനലിൽ സംസാരിക്കാൻ വേണ്ടി 3 ആളുകൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. 4 മണിക്കാകുമ്പം അവർക്ക് മീനങ്ങാടിയിലൊക്കെയുള്ള ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുകൊണ്ട് അവർ പോവുകയാണ് ഉണ്ടായത്. നമ്മൾ പറഞ്ഞ അസറ്റും സാമ്പത്തികവും സാമൂഹ്യ പദവിയും എല്ലാം ആരോഗ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. അടുത്ത വോട്ട് ഓഫ് താങ്ക്സ് ശ്രീമതി ദേവി അമ്മ, പ്രസിഡന്റ് വയനാട് ഡിസ്ട്രിക്ട് ട്രൈബൽ ഡെവലപ്മെന്റ് ആക്ഷൻ കൗൺസിൽ. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നല്ല ചർച്ചകളും നല്ല നിർദ്ദേശങ്ങളും ട്രൈബൽ വിഭാഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്തെല്ലാം വേണമെന്നുള്ള എല്ലാവരും അവരുടേതായ ഇതിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പം എന്നിൽ അർപ്പിതമായ കടമ നന്ദിയാണ്. നമ്മളുടെ സ്വാമിനാഥൻ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവർ ഇവിടെ നിന്ന് പോയി. അവർക്ക് ഈ ഒരു പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം ഞാൻ ഇതിനോടൊപ്പം 1-2 കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല, ചേറെ കേൾക്കാനുള്ള എങ്കിലും കൂടെ നമ്മൾ പറയാതിരിക്കാൻ വയ്യ. മൊത്തം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഓരോരുത്തരും പിന്നെ ഓരോ കാര്യങ്ങൾ ട്രൈബൽ വിഭാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച കഴിഞ്ഞു. ഇതിൻ്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഇതിനെന്താണ്, നമ്മളെല്ലാവരും ഏത് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ പറയാറുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് സ്പെസിഫിക്കായിട്ട് ശരിക്കും പറഞ്ഞ് ആ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ പോകാനും കഴിയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 2005 മുതൽ 2020 വരെ ത്രിതല പഞ്ചായത്തിൽ ഒരു മെമ്പറും അല്ലെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ ഇരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം. ഇപ്പോൾ ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ 90 ജില്ലകൾ തിരഞ്ഞെടുത്തതിൽ ഒരു ജില്ല നമ്മളുടെ കേരളത്തിലെ വയനാട് ജില്ലയാണ്. നമ്മളുടെ ഇവിടെ ജനസംഖ്യ 75,000 പണിയ സമുദായവും 25,000 കുറുമ സമുദായവും ഒരു 26,000 കുറിച്യ സമുദായം, അങ്ങനെ വളരെ കുറഞ്ഞ ഒരു 1.5 ലക്ഷം 1.25 ലക്ഷം ജനസംഖ്യ മാത്രമേ നമ്മളുടെ വയനാട് ജില്ലയിൽ ട്രൈബുള്ളൂ. അതിൽ തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട്. ആ വിവിധ വിഭാഗങ്ങളുടെ പ്രശ്നം പണിയ അല്ലെങ്കിൽ കാട്ടുനായ്ക്ക, ഒരാളി കുറുമ ഇതൊക്കെയുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും മാറ്റി നിർത്തുമ്പോൾ കുറുമ കുറിച്ച നമ്മൾ മാറ്റി നിർത്തും. കുറുമ കുറിച്ചയിലും ഇപ്പോൾ കുറുമ സമുദായത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഈ കുറുമ സമുദായത്തെക്കുറിച്ച് നമ്മൾ മേലെ നോക്കുമ്പോൾ അവർ നല്ല പാൻറ് ഷർട്ടും നല്ല ജോലിയൊക്കെ ഇട്ട് നല്ല ഭംഗിയായി അവർ പോകുമ്പോൾ നമ്മൾ അവരെ ശരിക്കും നമ്മൾ പറയുന്നത് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. എന്നാൽ ഇതുപോലെ തന്നെ അവരിലും നമ്മൾ പഠനം നടത്തേണ്ട ഒരാവശ്യമുണ്ട്. അതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് നല്ല രീതിയിലേക്ക് ആയിട്ടുണ്ടെങ്കിലും ഭൂമി സംബന്ധമായി എനിക്കറിയാം അവരുടെ അവസ്ഥയും പരിതാപകരമാണ്. ഭൂമി കയ്യിലുള്ളത് മുഴുവൻ അന്യരുടെ കയ്യിൽ അകപ്പെട്ടതുകൊണ്ട് തന്നെ ജീവിതമാർഗം ബുദ്ധിമുട്ടുള്ള അവർ കുഞ്ഞുങ്ങളെ നന്നായി വിദ്യാഭ്യാസം കൊടുക്കും. അപ്പോൾ ആ വിദ്യാഭ്യാസമാണ് ഇന്ന് കുറുമ സമുദായത്തെയും കുറിച്യ സമുദായത്തെയും ഈ ഒരു നല്ല രീതിയിലേക്ക് എത്തിച്ചതിന് പ്രധാന കാരണം വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പണിയ സമുദായം നമുക്ക് പറയാം. പണിയ സമുദായം എന്താ പറയണ്ടേ, ഞാൻ ഈ പൊതുരംഗത്ത് പ്രവർത്തിച്ച ഞാൻ 12-ാം വയസ്സുള്ള PM പണിക്കർ സാറുടെ കൂടെ പൊതുരംഗത്ത് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അന്ന് തൊട്ട് സാക്ഷരതാ രംഗത്ത് നമ്മൾ പ്രവർത്തിച്ചപ്പോൾ എനിക്കിപ്പം 54 വയസ്സാവാനായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യും. ഇതൊന്നും നമ്മൾ എന്താ പറയണ്ടേ എഴുതി പഠിച്ച വായിച്ച് പഠിച്ച അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പം നമ്മളെല്ലാവരും റിസർച്ച് നടത്തുമ്പോൾ എന്താ നമ്മൾ ഓരോ സ്ഥലത്തും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു വായിച്ചെഴുതി പഠിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ അല്ലെങ്കിൽ വായിച്ചെഴുതി റിസർച്ച് ചെയ്ത് നമ്മൾ ആ ഡോക്ടറേറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യം കിട്ടും. അതല്ല നമ്മൾ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ വായിച്ച് പഠിച്ചതുപോലെയല്ല നമ്മളുടെ ജീവിതം. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. നമ്മൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയ്ക്കും വലിയ ഒരു പ്രശ്നമാണ് ആ ജീവിതത്തിലേക്ക് പോകുമ്പോൾ. അപ്പം അത് നമ്മളാരും കാണാറില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു പണിയ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഇവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു. പണിയ സമുദായം നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താറില്ല.
പലരും പല കാരണങ്ങളാൽ നമ്മൾ എന്തു പറഞ്ഞാലും ഇതാക്കിയാലും അവർക്ക് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നോ അങ്ങനെ ഒരു പൊതുരംഗത്ത് വന്ന് വലിയ അങ്ങനെയുള്ള ചിന്തകളുള്ള വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളവരെ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ടും ഈ ത്രിതല പഞ്ചായത്തിൻ്റെ ഒക്കെ ഇടപെടലിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾക്കത് മാറ്റം വരുത്താൻ കഴിയണം. ഈ അസുഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അവരുടെ അസുഖങ്ങളും അവരുടെ ഭക്ഷണങ്ങളും ജീവിത രീതിയൊക്കെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു. നമ്മൾ സഗ്ദേവ് ഡോക്ടർക്ക് നന്നായി അറിയാം. ട്രൈബിനെ മാത്രം പരിചരിച്ച് ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ സഗ്ദേവ് ഡോക്ടർ ഈ മുട്ടിൽ വിവേകാനന്ദയിൽ ഡോക്ടറാണ്. അപ്പം നമ്മളൊക്കെ ഇപ്പോഴും ഇപ്പോൾ ഡോക്ടർ ഉണ്ടെങ്കിൽ വിശദമായി ഡോക്ടർ പറഞ്ഞു വരുമായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് എന്തെങ്കിലും പോയ ഡോക്ടർ കുറേ മരുന്ന് കൊടുത്ത് പിന്നെ ഡോക്ടർ ചോദിക്കും, നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് എൻ്റെ അടുത്ത് മരുന്ന് കുടിക്കാൻ വരുമെന്ന് ഡോക്ടർ കൃത്യമായിട്ട് അത് ഡോക്ടർ അതങ്ങനെ പറയുന്നത് ഡോക്ടറുടെ അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഡോക്ടർ അത് കറക്റ്റായിട്ട് പറയും. ആ രോഗി ആ ഡോക്ടറുടെ മരുന്നും അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഡോക്ടർ കൊടുത്ത മരുന്നിനും ഇവർ ചെയ്ത കാര്യങ്ങൾക്കും ഒരു ഫലമുണ്ടാവാറുണ്ട്. അപ്പം മറ്റു സമുദായത്തെ പോലെയല്ല ട്രൈബ്. അവരുടെ ഏത് കാര്യങ്ങൾ എടുത്താലും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത രീതി പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ സംസാരിക്കുന്ന സംസാരം കൊണ്ട് നമ്മൾക്കൊരിക്കലും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഞാനും ആ ഒരു സമുദായത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ്. നമ്മൾക്ക് കഴിയില്ല. അതിനൊക്കെ നമ്മൾ ഒരുപാട് ഉള്ളോട്ട് ചിന്തിച്ച് ആഴത്തിലിറങ്ങി അവരെക്കുറിച്ച് നന്നായി അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്ഷണങ്ങളും അവരുടെ ജീവിത രീതിയും ഒക്കെ നമ്മൾ പഠിക്കണം. ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞു അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇല്ല. 2011 സെൻസസ് അനുസരിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ ഡീറ്റെയിൽസും അതുമായിട്ട് 4 ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ബുക്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ താഹിർ ഡോക്ടറെ കുറിച്ച് പറഞ്ഞു. ഞാൻ 5 കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ ഒരു സമയത്ത് ഈ 2 മേഖലയെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ താഹിർ ഡോക്ടർ പനമരം ഉണ്ടായ സമയത്ത് നന്നായി ചെയ്ത് ത്രിതല പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ ജില്ലാ ആശുപത്രികളും ബാക്കിയെല്ലാം പഞ്ചായത്തിൻ്റെ കീഴിലും ബ്ലോക്കിൻ്റെ കീഴിലും വരുന്നതാണ്. ഇന്ന് നൂൽപ്പുഴ അന്ന് ആ രീതിയിലായിട്ടുണ്ടെങ്കിൽ താഹിർ ഡോക്ടറെ എടുക്കാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റിസ്ക് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ ഒരു ഉദ്യോഗസ്ഥരും നിൽക്കില്ല എന്ന് വെച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. നിൽക്കില്ല. അനുഭവം ആ രീതിയിൽ റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ ആസ്പത്രികളിൽ ഈ പറഞ്ഞ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. നല്ല രീതിക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യുവാൻ കഴിയും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുപോലെ റിസ്ക് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഞാൻ നന്ദിയിലേക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും നമ്മളുടെ സഗ്ദേവ് ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ സിക്കിൾ സെല്ലിനെ പറഞ്ഞു, നല്ല രീതിക്ക് പറഞ്ഞു. എനിക്ക് അതിലും ഒത്തിരി ഒരു ഇത് വന്ന് നമ്മളുടെ ഡോക്ടർ നന്ദകുമാർ സാർ പറഞ്ഞതാണ്. നന്ദകുമാർ സാർ ശരിക്കും പറഞ്ഞു ഈ കാര്യത്തെക്കുറിച്ച് സിക്കിൾ സെല്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സിക്കിൾ സെൽ ഇവിടെ മാത്രം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, അത് വലിയൊരു വിപത്താണ് എന്ന് സാർ പറഞ്ഞു. ആ മേഖലകളിൽ നന്നായി പഠിക്കുകയും ആ മേഖലകളിൽ എന്തിനെക്കുറിച്ച് ചോദിച്ചാലും പറയുവാനുള്ള ഒരു കഴിവ് നമ്മളുടെ നന്ദകുമാർ സാർക്കുണ്ട്. ഇനിയും ഈ മേഖലയിൽ നന്നായി പ്രവർത്തിച്ച് നല്ല രീതിയിൽ പോകുവാനും കഴിയട്ടെ. സാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത സഞ്ജീവ് വാസുദേവ് ഡോക്ടറാണ്, നമ്മളുടെ കൈനാട്ടിയിൽ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ. ഞങ്ങൾ ഒത്തിരി പരിപാടികൾ 1-2 പരിപാടികൾ സാറുമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അമൃത ഹോസ്പിറ്റൽ എന്ന് വയനാട് ജില്ലയിലെ മുട്ടിൽ വിവേകാനന്ദയും അമൃത ഹോസ്പിറ്റലുമാണ് ഇന്ന് ഒരു എന്താ പറയേണ്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ നമ്മളെല്ലാവരും ട്രൈബ് ഏറ്റവും കൂടുതൽ ഫ്രീ മരുന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നേരത്തെയൊക്കെ ആശ്രയിക്കുന്നത്. ഇപ്പം നമ്മുടെ എല്ലാ ഗവൺമെൻറ് ആസ്പത്രികളിലും ഈ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ സാറും നന്നായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാറിന് ഇനിയും ഈ മേഖലകളിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെന്ന് ജഗദീശനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താഹിർ ഡോക്ടർക്കും നന്നായി സാറ് പ്രവർത്തിക്കുന്നുണ്ട്. താഹിർ ഡോക്ടർ പനമരം തൊട്ടുള്ള ഒത്തിരി നല്ല പരിചയവും നല്ല അടുപ്പവും അല്ലെങ്കിൽ സാറ് ചെയ്യുന്ന ഓരോ കാര്യത്തെയും നമ്മൾ ജില്ലാ ഇതിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും നന്നായി മോട്ടിവേഷൻ സാറിന് ഭയങ്കര എന്താ പറയുക ഒരു കാര്യം ഏറ്റെടുക്കാനും സാറിന് മടിയില്ല. അത്രയ്ക്കും നല്ല രീതിക്ക് താഹിർ ഡോക്ടർ ചെയ്തതുകൊണ്ടാണ് ഇന്ന് നൂൽപ്പുഴ
ഇന്ത്യയിലെ ഏറ്റവും നല്ല PHC ആയിട്ട് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ വയനാട്ടിലെ എല്ലാ ഹോസ്പിറ്റലിലെയും ആക്കാം ആ ഡോക്ടേഴ്സ്, ആ മെഡിക്കൽ ഓഫീസേഴ്സ് നന്നായി പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾക്കത് കഴിയുകയില്ല. അടുത്ത് ഷാക്കിറ നമുക്കിവിടെ നല്ല രീതിയിൽ ഭക്ഷണക്രമവും അതുമായി ബന്ധപ്പെട്ട പോഷകാഹാരങ്ങളെ നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അവർക്കും ഷാക്കിറയ്ക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത് ഡോക്ടർ സുദർശൻ ഡോക്ടറും ഇവിടെ നന്നായി ഒത്തിരി എന്തൊക്കെയാണ് ഇന്ന് നമ്മളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് പറഞ്ഞതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത ഗീത, ശിശുക്ഷേമ വകുപ്പ്. ശിശുക്ഷേമവുമായി വന്നിട്ട് നമ്മളൊക്കെ ത്രിതല പഞ്ചായത്തുള്ളപ്പോൾ നമ്മൾ നന്നായി എല്ലാ മേഖലകളിലും പോയിട്ടുണ്ട്. മാഡം പറഞ്ഞതിൽ പിന്നെ എന്താ പറയണ്ടേ, ഇപ്പോൾ ആദിവാസികളെ കുറിച്ച് ഇത്രയും പറഞ്ഞതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അവർ സാധനം കൊടുക്കുന്നു എന്ന് പറയുന്നത്, സാധനം ആ കൊടുക്കുന്നത് മറ്റുള്ള കുട്ടികളൊക്കെ നല്ല സാധനങ്ങൾ കഴിക്കുകയും ഇത് കഴിക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഈ സാധനം കൊണ്ട് വിറ്റിട്ടാണ് അത് അവർ കഴിക്കുന്നത്. അത് നമ്മളെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർ കാണുമ്പോൾ അവർക്കിത് കഴിക്കാനുള്ള ഒരു മാർഗമില്ലെങ്കിൽ അവരിത് കൊടുത്ത് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ കുട്ടികൾ ഇതൊക്കെ കഴിക്കുന്ന ആ കുട്ടികൾക്ക് ഇത് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് അവർ കിട്ടുന്ന ആ മാർഗം സ്വീകരിച്ച് അവർക്ക് ഇഷ്ടമുള്ള സാധനം കഴിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. അപ്പം സിസ്റ്റർ ഗീത മാഡത്തിനും നന്ദി രേഖപ്പെടുത്തിക്കുന്നു. നമ്മുടെ നീനു മോഹൻദാസ് പറഞ്ഞു ജേർണലിസ്റ്റാണ്. അപ്പോൾ നന്നായി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നന്നായി അറിയാം. അപ്പോൾ അവർ പറഞ്ഞതിലും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ പറഞ്ഞതുപോലെ ഇതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ 4 വട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊരു പരിഹാരമാവില്ല. ത്രിതല പഞ്ചായത്ത് ഞാൻ പോലെ 15 കൊല്ലം ഇതുപോലെ വട്ടത്തിലിരുന്ന് ഡൽഹി തൊട്ട് പിന്നെ തിരുവനന്തപുരം തൊട്ട് വയനാട് തൊട്ട് നമ്മളിതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് പഴകിയതാണ്. ഇപ്പം നമുക്കറിയാം ട്രൈബൽ മേഖലയിൽ എന്ത് ചെയ്യണം, ഊരുകൂട്ടം എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട്. നേരത്തെ ഊരുകൂട്ടം ശക്തമായിരുന്നു. ഇപ്പോഴെവിടെയാണ് ഊരുകൂട്ടമുള്ളത്? ഈ ഊരുകൂട്ടം പേരിന് കൂടുന്നു, കടലാസിൽ എഴുതുന്നു, കാര്യങ്ങൾ നടപ്പാക്കുന്നു. അതിനാരാ ഉത്തരവാദി? അതിന് ശരിക്കും ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട്, പൊതുജനങ്ങളും പങ്കുണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളാണ്. ഇപ്പോൾ പറഞ്ഞ ജേർണലിസ്റ്റ് അടക്കം നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായി ചേരുവാനും അതിൽ ഉണ്ടാകുന്ന റിസൾട്ട് അനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മളെല്ലാവരും പുറകോട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്താ? നേരത്തെ ഒരു ഗ്രാമസഭ ചെയ്യുമ്പോഴും കൂടുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് ആൾക്കാർ പങ്കെടുക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഒക്കെ പേരിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞു. അതിന് മാറ്റം വന്നാൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അപ്പോൾ നീനു മോഹനും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് നമ്മൾ ദിനേശനാണ്. ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിലാക്കിയപ്പോൾ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ദിനേശൻ ആ മേഖലകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിനേശനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് നമ്മളുടെ അനിൽ സാറ്, രാമേട്ടൻ, വിപിൻ, ദിവാകരേട്ടൻ, എല്ലാവരും അതുപോലെ ഇത്രയും നേരം കേട്ടു നിന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. വളരെ നല്ലൊരു സെഷനായിരുന്നു. നമ്മൾ കുറച്ച് വൈകിയെങ്കിലും 1 മണിക്കൂറോളം വൈകിയെങ്കിലും നമുക്ക് വളരെയധികം ഇൻപുട്ടുകൾ കിട്ടിയൊരു സെഷൻ തന്നെയായിരുന്നു. നമ്മൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യുകയാണ്. അതിനുശേഷം തിരിച്ച് ഈ റൂമിൽ തന്നെ വന്ന്